പറഞ്ഞു. ഞാൻ യഹോവനെ ഡിഫെൻഡ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഷിബു ബ്രദർ യഹോവയ്ക്കെതിരെ പഴയ നിയമത്തിൽ നിന്നുള്ള കുറെ വാക്യങ്ങളൊക്കെ വെച്ചിട്ട്, ഉദാഹരണത്തിന് യഹോവ മലം വലിച്ചെറിയുന്നു എന്നൊക്കെയുള്ള വാക്യങ്ങൾ വെച്ചിട്ട് അതെല്ലാം മിസ്റെപ്രസെന്റേഷൻ ആണ്. അങ്ങനെയല്ല അതിന്റെ ഒറിജിനൽ ട്രാൻസ്ലേഷനിൽ. അപ്പം ഒരു സെക്കൻഡ് ശുപാർശ ഇത് എടുക്കാൻ സമയമുണ്ടെങ്കിൽ എടുത്തേക്ക്, കുഴപ്പമില്ല. ഞാൻ ഇവിടെ ചോദിക്കണമല്ലോ, പാസ്പോർട്ട് ചോദിക്കട്ടെ. എനിക്ക് എന്നെ സംബന്ധിച്ച് യഹോവ എന്റെ ഒരു മുൻ ദൈവമാണ്. അതുകൊണ്ട് ആ ഒരു ബഹുമാനം എനിക്ക് യഹോവയോടുണ്ട്. യഹോവയുടെ ഒരു ഭക്തൻ വന്ന് യഹോവയെ ഡിഫെൻഡ് ചെയ്തതിൽ എനിക്ക് ഒരു വിരോധം അദ്ദേഹം ഡിഫെൻഡ് ചെയ്യട്ടെ. ഓക്കെ. അപ്പം സ്ഥിരമായിട്ട് പറയുന്ന ഒരു വാക്യം, അതായത് അവര് നഹൂം 3:6 മലം വലിച്ച് എറിയുമെന്നുള്ളതാണ് പറയുന്ന. അപ്പം അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ഒരു മിസ് ട്രാൻസ്ലേഷൻ ആണത്. അത് വെച്ചിട്ടാണ് അത് പറയുന്നത്. അപ്പൊ നമ്മൾ അത് ആക്ച്വൽ ഹീബ്രു എടുത്ത് നോക്കുകയാണെങ്കിൽ സിക്യുസീം എന്ന ഹീബ്രു വേർഡാണത്. അതായത് ഐ വിൽ കാസ്റ്റ് അപ്പോൺ യു സിക്യുസിം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ സിക്യുസിം എന്ന് പറഞ്ഞാൽ ഡിറ്റസ്റ്റബിൾ തിങ് ഓർ ഐഡൽ, അബോമിനബിൾ ഐഡൽ എന്നാണ്. അത് അബോമിനബിൾ തിങ് ഒരു ഫിൽത്ത് ആയതുകൊണ്ടാണ് അത് മലയാളത്തിൽ ഒരു മിസ് ട്രാൻസ്ലേഷൻ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് അതിന് തൊട്ട് മുമ്പുള്ള ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്രായേലിന്റെ അടുത്ത് പറയുന്നതാണ്. അപ്പോൾ ഇസ്രായേൽ ഡിസൊബേ ചെയ്യുമ്പോൾ ഇസ്രായേൽ എന്ന നേഷനെ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ അതിന് തൊട്ട് മുകളിലുള്ള വാക്യത്തിൽ അത് ഇവർ പറയുന്ന ഒരു വാക്യമാണ്. അതായത് യുവർ നേക്കഡ്നെസ്, തുണി പൊക്കി നേക്കഡ്നെസ് കാണിക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു നേഷന്റെ നേക്കഡ്നെസ് കാണിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രൊട്ടക്ഷൻ ഇല്ലാതാക്കുമെന്നുള്ളതാണ്. അല്ലാതെ ഒരു നേഷന് തുണിയൊന്നുമില്ല അത് പൊക്കി കാണിക്കാൻ. ഓക്കെ. അത് മാത്രമല്ല, അടുത്ത വാക്യത്തിൽ അബോമിനബിൾ ആയിട്ടുള്ളത് എറിയുക, നിങ്ങൾ അതായത് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഐഡൽസ് ഉണ്ട്, അബോമിനബിൾ ഐഡൽസ് ഉണ്ട്. അതായത് അബോമിനബിൾ ഐഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്ഷൽ ആയിട്ടുള്ള സാധനങ്ങൾ, അതിനെ കൂടുതൽ ഉദാഹരണത്തിന് അസ്തറോത്തിന്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പലതിന്റെയും ഐഡൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്ഷൽ എലമെന്റ്സിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള അബോമിനബിൾ ഐഡൽസ് ഉണ്ട്. അപ്പൊ ഇത് പല ആളുകളും ഒളിപ്പിച്ച് വെക്കും. ഒളിപ്പിച്ച് അവർ ഇത് ക്യാരി ചെയ്യും, അവർ കൊണ്ടു നടക്കും. അവർ പ്രൈവറ്റ് ഗോഡ്സ് ആയിട്ട് കൊണ്ടു നടക്കും. അപ്പൊ അങ്ങനെ നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന, നിങ്ങൾ ആൾക്കാരുടെ കാഴ്ചയിൽ കാണാതെ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള അബോമിനബിൾ ഐഡൽസിനെ ഞാൻ അത് പുറത്താക്കിയിട്ട് ഐ വിൽ എക്സ്പോസ് ഇറ്റ് ആൻഡ് ത്രോ ഇറ്റ് ഇൻ യുവർ ഫേസ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഒരു മിസ് ട്രാൻസ്ലേഷനെ എടുത്ത്, ഇപ്പൊ നേരത്തെ കുരുളച്ചാൻ പറഞ്ഞതുപോലെ എഴുതാത്ത കാര്യങ്ങളെയും മിസ് ട്രാൻസ്ലേഷൻസിനെ എടുത്തുകൊണ്ട് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ആണ് ഇവര് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ ഇവർ പറയുന്ന വേറൊരു കാര്യമുണ്ട്, മലനാട്ടിലെ കാര്യവും താഴ്വരകളിലെ കാര്യവും. എന്നിട്ട് അവിടെ അയൺ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. അയൺ ചാരിയറ്റ്സ്, ഇന്ന ആൾക്കാർക്ക് അയൺ ചാരിയറ്റ്സ് ഉള്ളതുകൊണ്ട് അവർക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റിയില്ല. പക്ഷെ ഒരു അധ്യായം കഴിയുമ്പോഴത്തേക്കും അതേ ഗ്രൂപ്പ് ആദ്യത്തെ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് അടുത്തേക്ക് ആദ്യം പറഞ്ഞ വിഷയം നിൽക്കട്ടെ. ജോസ് ബ്രദർ പറഞ്ഞത് കറക്റ്റ് ആണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. അതിന്റെ ഒറിജിനൽ നഹൂം 3:6 അതിന്റെ ഒറിജിനൽ ഹീബ്രുവിൽ നിങ്ങൾ എടുക്കുക. സിക്യുസിം എന്നുള്ളതിന്റെ എന്താണ്? ഡിറ്റസ്റ്റബിൾ ഐഡൽ, അബോമിനബിൾ ഐഡൽ ആണ്. അത് നിങ്ങൾ ചെക്ക് ചെയ്യുക, ക്രോസ് ചെക്ക് ചെയ്യുക. അല്ലാതെ മലം വാരി എറിയുന്ന കാര്യമൊന്നും അല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ഇത് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യുക. നമുക്ക് ഇത് ക്ലിയർ ചെയ്തിട്ട് അടുത്തേലോട്ട് പോവാം. അല്ല, ശിബു ബ്രദർ ഇതിനെ റെസ്പോണ്ട് ചെയ്യുക. അത് നമുക്ക് ഒരു ക്ലാരിഫൈ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഞാൻ നിങ്ങളുടെ ന്യായീകരണം കേൾക്കാനിരിക്കുകയാണ്. നിങ്ങൾ നല്ല ഫ്ലോ പറഞ്ഞോണ്ടിരിക്കുകയാണ്. അല്ല, അത് ജോസ് പറഞ്ഞത് ഒരു കറക്റ്റ് പോയിന്റ് ആണ്. ഞാനൊരു കാര്യം പറഞ്ഞു, പക്ഷെ അത് ശരിയാണോ എന്നുള്ളത് ആൾക്കാർക്ക് വെരിഫൈ ഉണ്ട്. ഒന്നാമത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കാബൂളിവാല സിനിമയ്ക്കകത്ത് ആ ചായക്കടക്കാരൻ ജനാർദ്ദനൻ ഒന്ന് കയറി നോക്കിയിട്ട് പോ സാറേ, വേണ്ടെന്ന് പറയുന്നുണ്ട്. ഇന്ന് അങ്ങനെയല്ല, ഇത് കയറി ഒന്ന് നോക്ക് എന്ന് പറഞ്ഞ് നിർബന്ധിക്കാതെ സവാർ ബാക്കി കൊണ്ട് പറ. അല്ല, ആക്ച്വലി ഇപ്പം ഓക്കെ, അത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് താഴ്വരകളിലും മലകളിലും, എന്നിട്ട് ഇരുമ്പ് രഥങ്ങളുടെ കാര്യത്തിൽ അതിന്റെ അത് ആര് ജയിക്കുന്നതിന്റെ കാര്യമാണ് പറഞ്ഞത്. അത് ഇസ്രായേൽ ജയിക്കുന്നതിന്റെ കാര്യമാണ് പറഞ്ഞത്. അതിന്റെ നേരെ 2 അധ്യായം കഴിയുമ്പോൾ ഇരുമ്പ് രഥമുള്ള ആളുകളെ ഇസ്രായേൽ ജയിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് സംഭവിച്ചത് എന്താണ്? അവരുടെ ആ സിറ്റുവേഷനിൽ ഇസ്രായേൽ അവരെ കർത്താവിനെ അനുസരിക്കാതിരുന്ന സമയത്ത് അവർക്ക് തോൽവിയും, അതിനുശേഷം അനുസരിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് ജയവും. അതായത് ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് അവർക്ക് ജയം ആരുടെ മേൽ? സിസരയുടെ മേൽ. എത്ര ഇരുമ്പ് രഥങ്ങളുള്ള സിസരയുടെ മേലിൽ അവിടെ പ്രത്യേകിച്ച് അവിടെ പറയുന്നുണ്ട്. സിസരയുടെ ഇരുമ്പ് രഥങ്ങളുടെ കൗണ്ട് അവിടെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള സിസരയുടെ മേലിൽ അവർ ജയം ഭരിക്കുന്നുണ്ട്. അപ്പോ ഇത് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസവും വേറെ ചർച്ചയിൽ ഞാൻ പറഞ്ഞൊരു കാര്യം, നമ്മൾ നോക്കുന്നത് ഇന്ന് നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് 3000 വർഷം അല്ലെങ്കിൽ 4000 വർഷമോ മുമ്പ് നടന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ നോക്കിയിട്ട് ഒരു മൊറാലിറ്റി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാം. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം 3 വാക്യങ്ങൾ എടുത്തു കൊടുത്തു. അതായത് 1 കൊരിന്ത്യർ, അതായത് പൗലോസ് എഴുതിയ ഭാഗം, ക്രിസ്തുവിന്റെ ആത്മാവിനെതിരെ അവര് മറുതലിച്ചപ്പോൾ, പഴയ നിയമത്തിൽ അങ്ങനെയുള്ളവര് ക്രിസ്തുവിന്റെ ആത്മാവിനെതിരെ മറുതലിച്ചപ്പോഴത്തേക്കും അവര് സ്നേക്സിന്റെ, അതായത് ഈ പാമ്പുകളുടെ കടിയേറ്റ് മരിച്ചെന്ന് കാണുന്നു. യൂദയുടെ ലേഖനത്തില് കർത്താവ് അവരെ അങ്ങനെ അനുസരിക്കാതിരുന്നവരെ നശിപ്പിച്ച കാര്യം. പിന്നെ വെളിപ്പാട് പുസ്തകം, അപ്പം 1 യൂദ 1 പൗലോസ്, പിന്നെ വെളിപ്പാട് പുസ്തകം എഴുതിയതെന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ അപ്പോസ്തലനായ
യോഹന്നാനാണ്. ആ യോഹന്നാൻ എഴുതുമ്പോൾ 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞു. 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് അപ്പൊ അവിടെ വാണുകൊണ്ടിരിക്കുന്ന ക്രിസ്തുവിനോട് കൂടിയാണ് വിശുദ്ധന്മാർ വാണുകൊണ്ടിരിക്കുന്നത് 1000 ആണ്ട്. ആ 1000 ആണ്ട് വാണ് കഴിഞ്ഞ ഉടനെ തന്നെ പിശാചിനെ തുറന്നു വിടുമ്പോൾ താൻ ചെന്ന് അവിടെയുള്ള ഭൂമിയിലുള്ള എല്ലാവരെയും വശത്താക്കി വിശുദ്ധ നഗരത്തിനെതിരെ അസംഖ്യം കടലിലെ മണൽ തരികളുടെ അത്രയും വലിയൊരു ജനസംഖ്യയാണ്. ഭയങ്കര എണ്ണിത്തെട്ടാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ജനസംഖ്യ ആൾക്കാർ കൂടി ഇവർക്കെതിരെ ആക്രമിക്കാൻ വരുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു തീ ഇറങ്ങി അവരെ മുഴുവൻ നശിപ്പിക്കുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാൻ വെളിപ്പാട് പുസ്തകം പരിശുദ്ധാത്മാവ് റിവീൽ ചെയ്ത് എഴുതുമ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും ചോദിക്കാൻ തോന്നില്ല, അയ്യോ ഇതൊക്കെ ഭയങ്കര അനീതിയല്ലേ? അതായത് യേശുക്രിസ്തു എന്ന് പറയുന്ന സ്നേഹത്തിന്റെ ആളല്ലേ, സ്നേഹത്തിന്റെ മൂർത്തിമത് ഭാവമല്ലേ? ഈ യേശുക്രിസ്തു ഭരിച്ചിരിക്കുന്ന സമയത്ത്, ഭരിച്ചതിന് തൊട്ട് ശേഷം നടക്കുന്ന കാര്യം, ആകാശത്ത് നിന്ന് തീ ഇറങ്ങി ഒരു നിമിഷം കൊണ്ട് അസംഖ്യം കടൽത്തരയിലെ മണൽത്തിരകൾ പോലെയുള്ള ആൾക്കാരെ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി നശിപ്പിക്കും. അപ്പോ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവവചനത്തിന് ഒരിക്കലും തെറ്റുപറ്റിയിട്ടില്ല. ഇപ്പൊ ഇതേ യേശുവാണ്, ഇതേ കർത്താവാണ് ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാർ ഏലിയാവ് തീയിറക്കിയതുപോലെ അവരെ തീയിറക്കുന്നതിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ ഏത് ആത്മാവിൽ സംസാരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലെന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കൃപായുഗമാണ്. കൃപായുഗത്തിൽ കർത്താവ് എല്ലാവരോടും കൃപ കാണിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നു. പക്ഷേ കൃപാസനത്തിൽ നിന്ന് അപ്പൊ അതിന് മുമ്പ് കൃപായുഗം അല്ലാതിരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ജഡ്ജ്മെന്റ് പെട്ടെന്നായിരുന്നു. ഇപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെന്റ്, കൃപായുഗത്തിൽ ജഡ്ജ്മെന്റ് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നു. പക്ഷേ നമ്മൾ റെവലേഷനിൽ എത്തുമ്പോഴത്തേക്കും കൃപായുഗത്തിന് ശേഷം വളരെ പെട്ടെന്ന് ക്രിസ്തു അവിടെ ഭരിക്കുന്ന സമയത്ത് തന്നെ ജഡ്ജ്മെന്റ് റെഡി ആയിട്ടാണ് സംഭവിക്കുന്നത്. വെളിപ്പാട് 21-ാം അധ്യായത്തിൽ അവിടെ അത് എഴുതുന്നതിൽ ഒരു കോൺട്രഡിക്ഷനും യോഹന്നാൻ എന്ന സ്നേഹത്തിന്റെ അപ്പോസ്തലന് തോന്നിയില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഡിസ്പെൻസേഷണൽ ചേഞ്ച് കൃപായുഗത്തിൽ നിന്ന് ഈ കൃപായുഗത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ കർത്താവിന്റെ സ്വഭാവം കണ്ട്, അല്ലെങ്കിൽ കർത്താവ് ഈ കൃപായുഗത്തിൽ കാണിച്ച മാതൃക നോക്കിക്കൊണ്ട് നമ്മൾ പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും വിധിച്ചു കഴിഞ്ഞാൽ, ആ ദൈവത്തിന്റെ ജഡ്ജ്മെന്റുകളെ വിധിച്ചു കഴിഞ്ഞാൽ അതൊരു തെറ്റായ വിധി തന്നെയാണ്. മാത്രമല്ല നമ്മൾ ദൈവത്തെക്കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞാൽ സൽഗുണ സമ്പന്നനാണ് ദൈവം. അല്ലാതെ ഒറ്റ ഇമോഷൻ, സ്നേഹം എന്ന ഇമോഷൻ മാത്രമുള്ള ഒരാള് ദൈവത്തിന്റെ ന്യായാസനം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ സിംഹാസനത്തെ പറയുന്നത് ന്യായാസനമാണ്. നീതിയും ന്യായവും അവന്റെ സിംഹാസനത്തിന്റെ അടിത്തറയാണ്. അപ്പൊ ഒരു തെറ്റ് ചെയ്തവനെ അത് ന്യായമായിട്ട് വേണം ദൈവം വിധിക്കാൻ. അപ്പൊ നമ്മൾ പറയുന്നത് സ്നേഹം, ഇപ്പൊ ഒരു കാര്യത്തിൽ ജഡ്ജ്മെന്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നിങ്ങൾ കൊണ്ടുവരികയാണ്. അതായത് സ്നേഹം കാരണം കർത്താവിന് ആരെയും പണിഷ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഒരു കാര്യം ആ ഒരു കാര്യത്തിലേക്കാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഓരോ പോയിന്റുകളും, ഇപ്പൊ ശിവ ബ്രദർ പറയുന്ന ഓരോ പോയിന്റുകളും നമുക്ക് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കൗണ്ടർ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഇടയ്ക്കുള്ള യേശുക്രിസ്തു, കൃപായുഗത്തിലിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവർത്തനം കണ്ടിട്ട് പഴയ നിയമത്തിലോ ഇനി ഫ്യൂച്ചറിൽ അതായത് ഈ ഫ്യൂച്ചറിലുള്ള ക്രിസ്തുവിന്റെ സ്വഭാവത്തെ നമുക്ക് അളക്കാൻ പാടില്ല, വിധിക്കാൻ പാടില്ല. കർത്താവ് ഇപ്പോൾ കൃപാസനത്തിൽ ഇരിക്കുകയാണ്. ആ കൃപാസനത്തിൽ ഇരിക്കുമ്പോൾ കർത്താവ് കൃപ കാണിക്കും. അത് വെച്ചിട്ട് ദൈവത്തിന്റെ പഴയ കാര്യങ്ങളോ അല്ലെങ്കിൽ കർത്താവ് ഫ്യൂച്ചറിൽ ചെയ്യുന്ന കാര്യങ്ങളെ വിധിക്കുന്നത് തെറ്റായുള്ള കാഴ്ചപ്പാടാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന് രണ്ട് വിശദീകരണം ചോദിച്ചോട്ടെ. ഒന്ന് ഈ അതുകൊണ്ടല്ല ഷിബു പാസ്റ്ററോടാണ് പുള്ളി ചോദിക്കുന്നത്. അപ്പൊ നമ്മളെ വേറെ ആൾക്കാർ അതിൽ ഇപ്പൊ ഇടപെടേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞിട്ട് സമയത്ത് മിസ്ട്രാൻസ്ലേഷൻ മാനസികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. സത്യവേദ പുസ്തകത്തിൽ മിസ്ട്രാൻസ്ലേഷൻസ് ഉണ്ട്. സത്യവേദ തെറ്റുണ്ട്. ഓക്കെ, അപ്പൊ ജോഷ് ബ്രോ ബ്രദർ പറഞ്ഞ കറക്റ്റ് ആണ്. തെറ്റില്ലാത്ത ബൈബിൾ ഉണ്ട്. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ അല്ല, ഞാനത് ഉത്തരം പെട്ടെന്ന് പറയാണ്. ഓൾഡ് ടെസ്റ്റ്മെന്റ് ഹീബ്രു ബൈബിളും ന്യൂ ടെസ്റ്റ്മെന്റ് ഗ്രീക്ക് ബൈബിളും, ഇതിൽ രണ്ടിലും യാതൊരു തെറ്റുമില്ല. ഒറിജിനൽ ലിഖിതം ഗ്രീക്കാണ് കേട്ടോ, ഗ്രീക്കാണ്. പോട്ടെ ജയ, അതിപ്പോ പിടിക്കണ്ട. ഒരു സെക്കൻഡ് ശിവ പാസ്റ്റർ ഇല്ലേ? ശിവ പാസ്റ്റർ കേൾക്കുന്നുണ്ടോ? കാരണം അജു ബ്രദർ പറയാൻ പറഞ്ഞ കംപ്ലീറ്റ് ആയോ അജു ബ്രദറെ? അല്ല, നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് പറയാനേക്കാളും നല്ലത് ഓരോന്നോരോന്നായിട്ട് ക്ലിയർ ചെയ്ത് പോകാം. നഹൂമിൽ നിന്ന് തന്നെ തുടങ്ങാം. അതിനുശേഷം ഓരോന്ന് ക്ലിയർ ചെയ്ത് ഞാൻ മനസ്സിലാക്കിയത് എടുത്തോളം തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്കത് ക്ലിയർ ചെയ്യാം. അത് നമുക്ക് എവിഡൻസ് വെച്ച് ചെക്ക് ചെയ്യാം. അതായത് ഞാൻ പറഞ്ഞാണോ ശരി, അല്ലെങ്കിൽ അതിന്റെ ഒറിജിനൽ മലം എന്നാണോ എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്യാമല്ലോ, നമുക്ക് ചെക്ക് ചെയ്യാലോ, ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്യാലോ. ഓക്കെ, ഇനി ശിവ പാസ്റ്റർ സമയമാണ്. ശിവ പാസ്റ്റർ മൈക്ക് എടുത്തോ. ശിവ പാസ്റ്റർ കേൾക്കുന്നുണ്ടോ? ശിവ പാസ്റ്റർ കേൾക്കുന്നുണ്ടോ? പുള്ളി പ്രതികരിക്കുന്നില്ല. അങ്ങനെയല്ല ഡിയൂസ് ബ്രദറെ, പുള്ളി വന്ന് പറയുമ്പോഴേ നമ്മൾ ഇത്രയും കാര്യം സ്റ്റേറ്റ്മെന്റ് വെച്ചു. അതിനകത്ത് നമുക്ക് കേട്ടോണ്ടിരിക്കുന്ന പുള്ളി വെച്ചത് എവിടെ നിന്ന് പറയുന്നത്? അല്ല, അത് ഞാൻ പറഞ്ഞത് അതുകൊണ്ടല്ല. അത് നമുക്ക് എടുക്കണമെങ്കിൽ നമുക്ക് വേറൊരു ചർച്ച
ഇവിടെ മര്യാദ നമുക്ക് മാന്യമായിട്ട് തന്നെ സംസാരിക്കാം. മാന്യമായിട്ട് സംസാരിക്കാം. സംസാരിക്കുന്നത് ഇവിടെ ആർക്ക് മലത്തിന് വരെ എന്താ ചെയ്തെന്ന് പറയാൻ റിപ്പീറ്റ് ചെയ്യാമോ? സമയമുള്ളതാണ് ചോദിക്കുന്നത്. അതായത് അങ്ങനെ ഞാൻ ഞാനല്ല ശരിയാണ് ചോദിക്കാൻ എനിക്ക് ഒരു ശരിയാണ് അവിടെ എഴുതിയിരിക്കുന്നത് അബോമിനബിൾ ഐഡൽ എന്നുള്ള സിക്വിസ്. എനിക്ക് ബൈബിളിന്റെ ഒറിജിനാലിറ്റി ആണ് അറിയേണ്ടത്. നിങ്ങൾ പറഞ്ഞു ഇപ്പൊ ഇരിക്കുന്ന സത്യാവസ്ഥ തെറ്റുള്ള ബൈബിളാണ്. തെറ്റില്ലാത്ത ബൈബിൾ കോഡക്സ് സിനാക്ടസ് എന്ന് പറഞ്ഞു. കോഡക്സ് സിനാക്ടസ് മുഴുവനും ഇല്ല. സിനാക്ടിക്കസ് അത് കോഡക്സ് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഗ്രീക്കാണ്. ഒറിജിനൽ ബ്രദറെ നമ്മുടെ ഇവര് നേരിട്ട് എഴുതിയ ഒറ്റ മാനുസ്ക്രിപ്റ്റ് ഇല്ല, എല്ലാം കോപ്പീസ്. അല്ല വ്യത്യാസം ഞാൻ പറയാം. സത്യവേദ അല്ല വ്യത്യാസമുണ്ട്. ഒന്ന് ട്രാൻസ്ലേഷൻ എറർ, മറ്റേത് ട്രാൻസ്ക്രൈബിംഗ് എറർ. അതായത് അതല്ല അതിൽ ട്രാൻസ്ലേഷൻ എറേഴ്സ് കൂടുതൽ ചാൻസ് ഉള്ളതാണ്. ട്രാൻസ്ക്രൈബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ഒരു സാധനം എഴുതിയിരിക്കുന്നു, മൈ നെയിം ഇസ് അജു ജോൺ വർഗീസ്. അതിനെ തന്നെ വേറൊരു തുകലിൽ മൈ നെയിം ഇസ് അജു ജോൺ വർഗീസ് അതേ ഭാഷയിൽ എഴുതുന്നു. അതിന് ട്രാൻസ്ക്രൈബിംഗ് എന്ന് പറയാം. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ അല്ല ബ്രദറെ നോക്കുക, സെർച്ച് ചെയ്ത് നോക്കുക. ഈ സ്ക്രൈബ് എന്ന് പറയുന്ന സാധനം അതിന് വേണ്ടി ഇരിക്കുന്നതാണ്. അതായത് അവർക്ക് ചാൻസ് ഉണ്ട്. പക്ഷേ അല്ല അങ്ങനല്ല, അതൊക്കെ മാനുഷികമായിട്ട് തെറ്റുകൾ പറ്റാം. പക്ഷേ അല്ല ബ്രദറെ, ട്രാൻസ്ലേഷൻ എറർ പോലെയല്ല ട്രാൻസ്ക്രൈബിംഗ് എറർ. അതായത് അത് അവർ ഓരോ പ്രാവശ്യം അത് വെരിഫൈ ചെയ്തിട്ട് സാധനം ഇറക്കത്തുള്ളൂ. സ്ക്രൈബുകൾ അതിനുവേണ്ടി അപ്പൊ പക്ഷേ ഇതിലെ സംഭവം അല്ലെ, അത് ഞാൻ പറയാം. അതായത് നമുക്ക് ഇതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, ഹോമറിന്റെ സാധനം ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു, അതുപോലെ ബൈബിളിന്റെ. പക്ഷേ ഇതിന്റെ നമ്പർ ഓഫ് കോപ്പീസ് നമ്മൾ ന്യൂ ടെസ്റ്റ്മെന്റിന്റെ ഈ ഹാൻഡ് റിട്ടൺ ആയിട്ട് പല കോപ്പീസ് എന്ന് പറയുന്നത് അതിന്റെ നമ്പർ വളരെ കൂടുതലാണ്. ആയിരങ്ങൾ, ഏകദേശം 4000 പ്ലസ് കോപ്പികൾ അവൈലബിൾ ആണ്. ഇതിന്റെ തമ്മിൽ ഉള്ള വ്യത്യാസങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ലെസ് ദാൻ 2%. മനസ്സിലായോ? ലെസ് ദാൻ 2% ട്രാൻസ്ക്രൈബ് ചെയ്തപ്പോൾ എറർ വന്നിട്ടുള്ളൂ. മനസ്സിലായോ? തമ്മിൽ വെച്ച് നോക്കണം. പിന്നെ നമ്മൾ എങ്ങനെ ഇതിനെ വെരിഫൈ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഒരു മിനിറ്റ് പെട്ടെന്ന് ആ ഡിബേറ്റ് കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. വേണമല്ല, കോഡക്സ് സിനാറ്റിക്കസും കോഡക്സ് അലക്സാണ്ട്രിയനസും കോഡക്സ് വാറ്റിക്കാനസും ഇതെല്ലാം ഗ്രീക്കാണ് കേട്ടോ. മെസോറിറ്റിക് ടെക്സ്റ്റ് കേക്ക് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. മെസോറിറ്റിക് ടെക്സ്റ്റിൽ വരുന്നതാണ് കാരൻസിസ് കോഡക്സ്. ഓക്കെ, അത് 800 സംതിങ്ങിലാണ് ആ സാധനം ചെയ്തിട്ടുള്ളത്. 895 കാരൻസിസ് കോഡക്സ് എന്ന് പറഞ്ഞത് കെയറോ എന്ന് വന്നിട്ടുള്ള കോഡക്സ് ആണ്. അത് രണ്ടാമത്തെ കോഡക്സ് ആണ് ആലപ്പോ കോഡക്സ്. അത് 945 AD. ഇത് 2 AD ആട്ടോ. മൂന്നാമത്തെ 1008 വന്നിട്ടുള്ള ലെനിൻഗ്രാഡ് കോഡക്സ്. ഇത് നമ്മുടെ അന്നുണ്ടായിരുന്ന മെസോറിറ്റ്സ് ഇത് റീക്രിയേറ്റ് ചെയ്ത വിത്ത് ദെയർ സം. അതും ഈ പറയുന്ന സെപ്റ്റുജിന്റ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഡിഫറൻസും വരുന്നുണ്ട് ഇൻ അക്കൗണ്ട്സ്. ട്രാൻസ്ലേഷനിൽ വരുന്നതാണ്. പക്ഷേ നമ്മൾ ഡെഡ് സീ സ്ക്രോൾ നോക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഡെഡ് സീ സ്ക്രോളിൽ നമുക്ക് കിട്ടിയ മാനുസ്ക്രിപ്റ്റ് എ, അതായത് ഐസയ സ്ക്രോൾ എന്ന് പറഞ്ഞാൽ BC 100 BC ടൈമിൽ എഴുതിയേക്കുന്ന സാധനമാണ് കിട്ടിയേക്കുന്നത്. അതും മാസോറിറ്റിക് ടെക്സ്റ്റും തമ്മിൽ അവർ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ദേ ഫൗണ്ട് ലെസ് ദാൻ 2% ഡിഫറൻസ് ഇൻ ട്രാൻസ്ക്രൈബിംഗ്. ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. പാലിയോഗ്രാഫി എന്ന് പറയും. പാലിയോഗ്രാഫി. ഇനി ഞാൻ ചെറിയൊരു ഇൻഫർമേഷൻ എനിക്ക് ചോദ്യത്തിന് മറുപടി കിട്ടി. ബൈബിളിൽ തെറ്റുവരാൻ സാധ്യതയുണ്ട്. ബൈബിൾ ദൈവമല്ല, ദൈവത്തിന് തെറ്റുവച്ചില്ല. പക്ഷേ ബൈബിളിൽ തെറ്റുവറ്റാൻ സാധ്യതയുണ്ട്. ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴും ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോഴും ഇത് ഞാൻ മനസ്സിലാക്കി. ഇനി പുള്ളി പറയുന്നുണ്ടല്ലോ ഇപ്പൊ കൃപായുവാണ്, നേരത്തെ കൃപായുവ ഇല്ലായിരുന്നു. ദൈവത്തിന് മാറ്റത്തിന്റെ നിഴലോ ഇല്ല, അല്ലെങ്കിൽ ആച്ഛാദനത്തിന്റെ നിഴലോ ഇല്ലെന്നാണ് ബൈബിൾ പറയുന്നത്. അതും തെറ്റുവെച്ച് എഴുതിയതാണോ? അതോ ദൈവത്തിന് ഇടയ്ക്ക് സ്വഭാവം മാറുമോ? മനുഷ്യന്റെ സ്വഭാവം മാറുമല്ലേ? അതാണ് രണ്ടാമത്തെ ചോദ്യം. ഓക്കെ സഹോദര, ഇപ്പൊ കൃപായുവാണോ? ഇപ്പൊ കൃപായുവൊന്നുമില്ല. ദൈവത്തിന് ഒരു യുഗമേ ഉള്ളൂ. ദൈവത്തിന് നേരം എടുക്കാൻ വൈകുന്നേരം യുഗം മാറാനൊന്നുമില്ല. മനുഷ്യനാണ് ഇതൊക്കെ മാറുന്നത്. ഇപ്പൊ കൃപായുവൊന്നുമില്ല. അതൊക്കെ നിങ്ങൾ ഇപ്പൊ നുണ പറഞ്ഞു നടക്കുന്നത്. ദൈവത്തിന് രാവിലെ വൈകുന്നേരം സ്വഭാവം മാറില്ല സുഹൃത്തെ. ഒരു ദിവസം തണുപ്പ്, ഒരു ദിവസം വിഷാദം, അങ്ങനെയൊന്നും ദൈവത്തിനില്ല. അതിനകത്ത് പ്രശ്നം ഇത് പഠിക്കാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സ്വഭാവം പറയുന്നു. ആരെങ്കിലും എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തുണ്ടാക്കിയത് അതാണ് ശരിയെന്ന് പറഞ്ഞ് കൃപായുഗമാണ്, നിഷ്പാപയുഗമാണ്, ന്യായപ്രമാണയുഗമാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കൊണ്ടുവരുന്നത്. അതായത് മനുഷ്യന്റെ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലായി. ഓക്കെ, അല്ല ദ്വാപരയുഗമുണ്ട്, കലിയുഗമുണ്ട്. ഇപ്പൊ കലിയുഗം എന്തെല്ലാം യുഗമുണ്ട്. അല്ല പിന്നെ രണ്ടാമത് എനിക്ക് ചോദിക്കാനുള്ള അജു ബ്രദറിന്റെ അടുത്ത്. അജു ബ്രദർ ഇപ്പൊ 5000 അല്ല ബ്രദറെ, ഇതിലോട്ട് അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് 1 Corinthians 10:8. ഓക്കെ, നമ്മളിപ്പോ മാനുസ്ക്രിപ്റ്റിലല്ലേ നിൽക്കുന്നത്. മാനുസ്ക്രിപ്റ്റിലെ കാര്യത്തിൽ തീർത്തിട്ട് വേണമല്ലോ അപ്പുറത്തോട്ട് പോകാൻ. അജു ബ്രദർ പറഞ്ഞ ഈ 5000 മാനുസ്ക്രിപ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഏർലി സെഞ്ചുറീസിന്റെ ഒന്നും അല്ല. ഇത് 5th century തൊട്ട് 15th century വരെയുള്ള അല്ലെങ്കിൽ 12th century വരെയുള്ള ആ മിഡിൽ ഏജസിലുള്ള മാനുസ്ക്രിപ്റ്റ്. 2% മിസ്റ്റേക്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2% വലിയൊരു ഡിഫറൻസാ. 2% നമ്മളൊരു കമ്പ്യൂട്ടർ കോഡിംഗ് വല്ല ചെയ്ത് കഴിഞ്ഞാൽ ഒരു 0.1% വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ ആ കോഡിംഗ് കംപ്ലീറ്റ്
അജു ബ്രദറെ It's a position. അജു ബ്രദറെ ആ, പറ. ഞാൻ ഇത് പറയട്ടെ. അതായത് ഇപ്പൊ അജു ബ്രദറിന് ഇത് മനസ്സിലായോ? കോഡെക്സ് വാറ്റിക്കാനസ്, കോഡെക്സ് സിനൈറ്റിക്കസ്, കോഡെക്സ് അലക്സാണ്ട്രിയസ് ഇതെല്ലാം ഗ്രീക്കാണ്. ഓക്കെ ഗ്രീക്ക് ഓൾഡ് ടെസ്റ്റമെന്റ് ആണ്. പിന്നെ നമ്മളിത് ഫർദർ ഓക്കെ, പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, അതായത് നമ്മുടെ ഷിബു സൗരം പോയോ, അത് ഞാൻ പോയി. പുള്ളിയെ ആളിവിടെ അഡ്രസ് ഇല്ല. ചെയ്യാനാണ് മെയിൻ ആയിട്ട് വന്നത്. ആളിവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നമ്മൾ ഇത് എൻഗേജ് ചെയ്യണം. ആളുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാനൊന്നും പറയാതിരുന്നത്. ഓക്കെ, അപ്പൊ ജോഷ് ബ്രദർ ഇപ്പം ചോദിച്ചതിന് എന്താ, നമ്മള് 1:10 ജോഷ് ബ്രദർ ഇപ്പൊ പോയി. ജോഷ് ബ്രദർ വരും, ചിലപ്പോ ഇപ്പൊ വരും. അല്ല, അപ്പൊ ഞാൻ ഒരു അത്യാവശ്യ കാര്യത്തിന്റെ ഇടയിൽ ഇപ്പൊ ഷിബുൻ ബ്രദർ ഇങ്ങനെ പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ കയറുന്നത്. പക്ഷെ നമുക്ക് പെട്ടെന്ന് 1-2 കാര്യങ്ങൾ ചെയ്തിട്ട് എനിക്ക് പോകാനുണ്ട്. അപ്പൊ ഞാൻ പറയണെന്ന് വെച്ചാല് ഇപ്പൊ നിലവിൽ സെൻസ് ഈ ലെനിൻഗ്രാഡ് കോഡെക്സിന് അപ്പുറം ഒരൊറ്റ കോഡെക്സ് പോലും ഇല്ല ഹെബ്രായിക് ബൈബിളിൽ. ഒരൊറ്റ കോഡെക്സ് പോലും ഇല്ല. ദാറ്റ് ഈസ് ദ ലേറ്റസ്റ്റ് ഈസ് ഓൺ. അതെ, എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കോഡെക്സ് എന്ന് പറയുന്നത് അതിന് ഒരു കംപ്ലീറ്റ് സെറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മൾ കംപ്ലീറ്റ് സെറ്റ് അല്ല, നമ്മൾ പോർഷൻസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഡെഡ് സീ സ്ക്രോൾസ് ആണ് ഓൾഡസ്റ്റ് ടിൽ നൗ നമുക്ക് കിട്ടിയതിനകത്ത് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. അത് അജു ബ്രദറെ, ഈ ലെനിൻഗ്രാഡ് കോഡെക്സ് എന്ന് വെച്ചാൽ 1008 ആണ്. ഡെഡ് സീ സ്ക്രോൾസ് കണ്ടുപിടിക്കുന്നപ്പോഴാണ് 1950 1940s. ഓക്കെ, 1940s 1950s. അപ്പൊ വളരെ റീസെന്റ് ആയിട്ടാണ് ഡെഡ് സീ സ്ക്രോൾസ് കാണുന്നത്. അപ്പൊ ഇതിലെന്ന് വെച്ചാൽ ഡെഡ് സീ സ്ക്രോൾസ് എന്ന് പറയുമ്പോൾ അത് രൂപം കൊണ്ടത് അല്ലെങ്കിൽ അതിന്റെ പ്രിസർവേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒക്കെ കാര്യം നടന്നിട്ടുള്ളത് എസീൻസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിന്റെ ഇടയിലാണ് നടന്നിട്ടുള്ളത്. അതറിയാലോ അല്ലേ? ഈ യഹൂദന്മാരുടെ ഒരു സെക്ട് ആണ് എസീൻസ്. അവരുടെ ഇടയിലാണ് ഈ പറയുന്നതിന്റെ കളക്ഷനും പ്രിസർവേഷനും ട്രാൻസ്മിഷന്റെ ആ രീതിയിൽ ആ കമ്മ്യൂണിറ്റിയുടെ ഇടയിലാണ് ഈ ഡെഡ് സീ സ്ക്രോൾസ് എല്ലാം ഉള്ളത്. ഓക്കെ, ആ ഡെഡ് സീ സ്ക്രോൾസിന്റെ അകത്ത് ഈ പറയുന്ന സെപ്റ്റുജിന്റിൽ ഈ പറയുന്ന ലൂതറും കാൽവിനും ഒക്കെ എന്ത് റീസണിലാണോ, അതായത് അവർ ഹെബ്രായിക്ക് വെരാസിറ്റി പറഞ്ഞിട്ട് അവർ ഹെബ്രായിക്ക് ഈ പറയുന്ന ഈ ലെനിൻഗ്രാഡ് കോഡെക്സിന് വൗച്ച് ചെയ്തപ്പോൾ ആ പറയുന്ന പുസ്തകങ്ങളുടെ ഈവൻ ഗ്രീക്ക് പദങ്ങൾ ഈ ഗ്രീക്ക് ഇത് ഡെഡ് സീ സ്ക്രോൾസിൽ ഉണ്ടെന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന ഡ്യൂട്രോ കാനോൺസിന്റെ, നിങ്ങൾ പറയുന്ന ഈ അപ്പോക്രിഫ ഞങ്ങൾ ഡ്യൂട്രോ കാനൻസ് അല്ലെങ്കിൽ സെക്കൻഡ് കാനന്റെ ആ പറയുന്ന ഓൾഡ് ടെസ്റ്റമെന്റിലുള്ള എല്ലാ 7 പുസ്തകങ്ങളുടെയും ഇത് എന്താ പറയാ ഗ്രീക്ക് ഈ കമ്മ്യൂണിറ്റിയുടെ ഇടയിലുണ്ടായി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുമോ ഇനി? അത് അല്ല, ബ്രദർ പറയുന്നത് ഇപ്പൊ സെപ്റ്റുജന്റിന്റെ അകത്ത് ആരണ്ടർ മൈക്കം ഇതാണ്. സെപ്റ്റുജന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഗ്രീക്ക് ടെക്സ്റ്റ് അത് എടുക്കുകയാണെങ്കിൽ അതിന്റെ അകത്ത് മക്കബിയസ് ഉണ്ട്. പിന്നെ ഇങ്ങനെയുള്ള പല പുസ്തകങ്ങളും അതിന്റെ അകത്ത് അത് എക്സ്പൈർഡ് ഉണ്ട്. അപ്പൊ ഞങ്ങളത് ഇപ്പം പ്രൊട്ടസ്റ്റന്റ് ആയിട്ടുള്ള ഞങ്ങൾ അതിനെ ഇൻസ്പയർഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. നിങ്ങൾ ഇൻസ്പയർഡ് ആയിട്ട് കൺസിഡർ ഇല്ലാന്ന് പറഞ്ഞാൽ അത് ബൈബിളിൽ ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ എങ്ങനെ മാറ്റി? ഹീബ്രു കാനന്റെ അകത്ത് അത് ബ്രദർ അറിയാറില്ല. ഹീബ്രു കാനൻ അവർ ഡിസൈഡ് ചെയ്തപ്പോൾ അവർ ഏതൊക്കെ പുസ്തകങ്ങളാണോ ഈ ഹീബ്രു കാനൻ ഏത് കൊല്ലാണ് ഈ പറയുന്ന ഈ കാനൻ നിശ്ചയിച്ചത്? ഏത് കൊല്ലാണ്? അത് മച്ച് ലേറ്റർ ആണ്. കറക്റ്റ് പീരീഡ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേണേ പറയാം. ആഫ്റ്റർ ക്രൈസ്റ്റ് ആണോ? ഞാൻ കറക്റ്റ് പറയാം. അതിന്റെ കറക്റ്റ് പീരീഡ് 1-ാം നൂറ്റാണ്ടിലെ ബ്രദറെ 100 AD. അതെ, ഏകദേശം ആ പീരീഡ്. അത് 90 AD ഇതിനകത്ത് വ്യത്യാസം വരുത്തുന്നത്. അതായത് ക്രിസ്തുവിനെ തള്ളിയിട്ടുള്ള റബ്ബിമാര് കൂടിയിട്ടുള്ള കൗൺസിലിൽ, അതായത് സെപ്റ്റുജിന്റ്, അതായത് ക്രിസ്ത്യാനികളെ ഇതാന്ന് പറഞ്ഞിട്ടുള്ള കൗൺസിൽ കൂടിയിട്ടുള്ളതിൽ അംഗീകരിച്ച കാനനാണ് നിങ്ങൾ അംഗീകരിക്കുന്നതെന്ന്. വെരി ഗുഡ്, അടിപൊളി. ജനിക്കാത്ത കർത്താവിനെ അവര് സ്വീകരിക്കും. നമ്മുടെ കർത്താവിനെ തെളിയില്ല. എന്റെ കയ്യിൽ സെപ്റ്റുജന്റ് വെർഷൻ ഉണ്ട്, ഞാൻ മേടിച്ചിട്ടുണ്ട്. അതായത് അതും പറഞ്ഞ ആർക്കെങ്കിലും സെപ്റ്റുജന്റിന്റെ അകത്തുള്ള ബുക്സ് ഇപ്പം ഈ പറയുന്ന ഏതെങ്കിലും ബുക്സ് വായിക്കാൻ പാടില്ലെന്നൊന്നും ഒരിടത്തും അങ്ങനൊന്നും ഒരു നിഷ്കർഷമില്ല. ഞാനത് മേടിച്ചിട്ടുണ്ട്. എന്റെ കയ്യിൽ അതിന്റെ ഹാർഡ് കോപ്പി ഇരിപ്പുണ്ട്. ഞാനത് വായിച്ചിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ഡ്യൂട്രോ കാനോനിക്കൽ എന്ന് നിങ്ങൾ പറയുന്ന ബുക്സ് ഞാൻ വായിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിന് ഹിസ്റ്റോറിക്കൽ വാല്യൂ ഉണ്ട്. എന്ന് പറഞ്ഞാൽ 1 മക്കബായർ 2 മക്കബായറിലുള്ള കാര്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഹിസ്റ്റോറിക് വാല്യൂ ഉണ്ട്. അത് ആ സമയത്ത് ഈ ടോളമിക്ക് ശേഷം ഗ്രീക്ക് കിങ്ഡത്തിൽ നിന്ന് റോമൻ കിങ്ഡത്തിലോട്ട് ട്രാൻസിഷൻ ചെയ്യുന്നതിന്റെ ഇടയിൽ യഹൂദ അവര് അന്നത്തെ ആ റബിമാരുടെ സ്ട്രഗിൾസിനെ കുറിച്ച് അത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ വേറെ ചില പുസ്തകങ്ങളുണ്ട്, നമുക്കറിയാലോ. 400 BC 400 ഒരു ടൈം ഉണ്ടല്ലോ, 400 കൊല്ലം. ആ കൊല്ലത്ത് പ്രവാചകന്മാരുണ്ടായിരുന്നോ ഇല്ലേ? ഇല്ല, പ്രവാചകന്മാര് ലാസ്റ്റ് മലാക്കിയോടുകൂടി അവസാനിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീടുള്ള പ്രവചന ശബ്ദം എന്ന് പറയുന്നത് ജോൺ ഷിമയോനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന ഈ രീതിയിലാണ്. നിങ്ങളുടെ റീഡിംഗ് ശരിയല്ല. നിങ്ങൾ ഈ പറയുന്ന ആ പുസ്തകങ്ങളെല്ലാം നിങ്ങൾ നെഗറ്റീവ് ചെയ്യുമ്പോൾ നിങ്ങൾ ചരിത്രത്തിന്റെ ഒരു മെയിൻ ഭാഗം കളയുന്നുണ്ട്. ഈവൻ ജോസീഫസ് പോലും ആളുടെ ആന്റിക്വിറ്റീസ് ഓഫ് ജ്യൂസിന്റെ അകത്ത് ആൾ ഈ പറയുന്ന നിങ്ങൾ പറയുന്ന ഇന്റർഗനം പീരീഡിന്റെ അകത്തുള്ള പ്രോഫിറ്റ്സിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എന്തോ റീഡിംഗ് തെറ്റി. ക്ലിയർ ആണ്. ന്യൂ ടെസ്റ്റ്മെന്റ് കാനനെ കുറിച്ച് ഒരു ചർച്ചകളും തമ്മിൽ ഒരു ഡിസ്പ്യൂട്ടും ഇല്ല. ആർക്കെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടോ? ന്യൂ ടെസ്റ്റ്മെന്റ് 27 പുസ്തകങ്ങളെ കുറിച്ച് ആർക്കും ഡൗട്ട് ഇല്ല. അതും എടുത്ത് കളയാൻ പോയതാണ്. എടുത്ത് കളയാൻ പോയതല്ലേ ലൂതർ? ഈ സാധനവും എടുത്ത് കളയാൻ പോയതല്ലേ? ഈ ജെയിംസും യാക്കോസ്ലിയയും മറ്റേ ഹെബ്രൂസും ഇതൊക്കെ എടുത്ത് കളയാൻ പോയതല്ലേ? അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെശിത്ത ബൈബിൾ എന്ന് പറഞ്ഞൊരു ബൈബിളിന്റെ അകത്ത് ഈ പറയുന്ന സാധനങ്ങൾ ഈ കുറച്ച് നാൾക്ക് മുമ്പ് വരെ ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ വേറെ കമ്മ്യൂണിറ്റി ഞാൻ നെയിം ചെയ്യുന്നില്ല, അവർ യൂസ് ചെയ്തിരുന്ന ബൈബിളിന്റെ അകത്ത് ഇതിനെക്കുറിച്ച് ഡിസ്പ്യൂട്ടുകൾ ഉണ്ടായിരുന്നു. അത് പെന്തക്കോസ്തുകാർക്ക് അല്ലെങ്കിൽ ഇവർക്കും പ്രൊട്ടസ്റ്റന്റുകാർക്ക് മാത്രമല്ല, വേറെ ആളുകൾക്കും അതിനെ പല പുസ്തകങ്ങളെ കുറിച്ച് ഡിസ്പ്യൂട്ട്സ് ഉണ്ടായിരുന്നു. ഡിസ്പ്യൂട്ട്സ് എല്ലാ സഭകളിലും ഈ പറയുന്ന പുസ്തകങ്ങളെ കുറിച്ച് ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ, പക്ഷേ ഒരു പ്രാവശ്യം അംഗീകരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കളഞ്ഞിട്ടില്ല. നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ എടുത്ത് കളയല്ലേ ചെയ്തത്? ഞാൻ കാര്യം നമ്മളിപ്പോ പാലിയോഗ്രാഫിനെ കുറിച്ചാണ് നമ്മുടെ ഡിസ്കഷൻ. അല്ല, ഞാൻ മെയിൻ ആയിട്ട് യഹോവ എന്ന എൻറ്റിറ്റി ഓൾഡ് ടെസ്റ്റമെന്റിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, ഇന്ന ക്രൂരകൃത്യം അല്ലെങ്കിൽ ഇന്ന തെറ്റ്
എന്നുള്ളൊരു കാര്യത്തെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഓക്കെ ആർക്കെങ്കിലും ഓക്കെ ഉണ്ടെങ്കിൽ പാസ്റ്റർ വന്നിട്ടുണ്ടോ അല്ലേ? അത് നിങ്ങൾ നമ്മൾ ചായക്കോ വീണ്ടും ഞാൻ പുള്ളി വന്നിട്ടുണ്ടെങ്കിൽ സംസാരിക്കാം. പുള്ളിക്ക് സംസാരിക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കും. പറഞ്ഞൊക്കെ കേട്ടു, തീർന്നു, അത് അത്രേ ഉള്ളൂ. അല്ലല്ല, നമുക്ക് ഈ എല്ലാ പോയിന്റുകളിലേക്കും പോകുന്നതിന് മുമ്പ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കവർ ചെയ്ത്, ഇപ്പം നിങ്ങൾ നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, അതെ, അതിനകത്ത് ഇപ്പൊ അജു ബ്രദർ എന്തോ ആരെയോ കുത്തി പറയുന്ന പോലെ 3-4 പ്രാവശ്യം സ്നേഹത്തിന്റെ പ്രവാചകനായ യോഹന്നാൻ ഇങ്ങനെ എഴുതി. പിന്നെ അജു ബ്രദർ വെച്ചത് യേശുക്രിസ്തു താൽക്കാലികമായിട്ട് ഇങ്ങനെ ഒരു സൗമ്യഭാവം കാണിക്കുന്നേ ഉള്ളൂ, ഒറിജിനലി അദ്ദേഹം ഒരു ക്രൂരനാണ്. അത് ഇനി ഭാവിയിലും അതേ സ്വഭാവം പുറത്തെടുക്കും. ഒരു ഇന്റർവ്യൂ പീരീഡ് ആണ് ഈ താൽക്കാലികമായ ഒരു ഇടവേള. ഈ ഇടവേളയിൽ ഇങ്ങനെ സൗമ്യനായിട്ടിരിക്കുന്നത് കണക്കാക്കണ്ട. തനി സ്വരൂപം നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ഇങ്ങനെയുള്ള ഒരു രീതിയിലാണ് താങ്കൾ അവതരിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ വലിയൊരു വൈകാരികമായ വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും ഉണ്ട്, ഗതിഭേദത്താലുള്ള ആച്ഛാദനം അദ്ദേഹത്തിനുണ്ട് എന്നുള്ള ഒരു രൂപ. പിന്നെ ഈ യോഹന്നാൻ എഴുതി എന്ന് പറഞ്ഞാൽ സഹോദരൻ, ഞങ്ങളാരും യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതി എന്ന് വിശ്വസിക്കുന്നൊന്നുമില്ല. യോഹന്നാൻ ഞങ്ങൾ പറഞ്ഞ ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ, അപ്പം യോഹന്നാനെ വെളിപ്പാട് പുസ്തകം, യോഹന്നാൻ വെളിപ്പാടുണ്ടായി. യോഹന്നാന്റെ വെളിപ്പാട് പുസ്തകം എഴുതിയത് യോഹന്നാനല്ല. കാരണം നിങ്ങൾ ഇനി അല്പമെങ്കിലും ഒരു സ്കോളാസ്റ്റിക് വേൾഡിലുള്ള ആരുടെ റൈറ്റിംഗ് വേണമെങ്കിലും വായിച്ചു, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഭാഷയും വെളിപ്പാട് ഈവൻ മലയാള തർജ്ജമയും വരെ അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എത്ര എക്സാമ്പിൾ വേണമെങ്കിലും എടുത്ത് കാണിക്കാം. വളരെ അപരിഷ്കൃതമായ ലാംഗ്വേജ് ആണ് വെളിപ്പാട് പുസ്തകത്തിലുള്ളത്. ഒരിക്കലും യോഹന്നാന്റെ സുവിശേഷവും വെളിപ്പാട് പുസ്തകം ഒരാൾ എഴുതുന്നത് സാധ്യമല്ല എന്നാണ് പണ്ഡിത ലോകത്തിന്റെ അഭിപ്രായം. അത്രമാത്രം മോശം ഭാഷയാണ് വെളിപ്പാട് പുസ്തകത്തിൽ, അത്ര ബ്യൂട്ടിഫുൾ ഭാഷയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ. വെളിപ്പാട് പുസ്തകം യോഹന്നാൻ എഴുതിയെന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം യോഹന്നാൻ അല്ല എഴുതിയെന്ന് സമ്മതിക്കേണ്ടി വരും. അതൊരു പ്രശ്നം. രണ്ട്, ഈ വെളിപ്പാട് പുസ്തകം എഴുതിയത് സെരിന്തസ് ആണ്. അതിനുള്ള തെളിവുകളൊക്കെ ഉണ്ട്. ഇന്നത്തെ നമ്മുടെ പറയട്ടെ, നിങ്ങൾ 3-4 പ്രാവശ്യം പറഞ്ഞ് ഞാൻ നിർത്തി. ആവശ്യം പോലെ സമയം ജോസ് ബ്രദർ ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞോളാം. അത് അജു ബ്രദർ പറഞ്ഞപ്പോൾ പുള്ളി ഇടപെട്ടില്ല. അപ്പൊ പുള്ളി പറയുമ്പോൾ അജു ബ്രദർ ഇടപെടരുത്. അല്ല ബ്രദറെ, അത് കഴിഞ്ഞിട്ട് അജു ബ്രദറിന് മൈക്ക് തരുമ്പോൾ അജു ബ്രദറിന് അത് കറക്റ്റ് ചെയ്യാം. അപ്പൊ പുള്ളി പറഞ്ഞ തെറ്റുകൾ സോറി ആനിമോച്ച പാസ്റ്റർ ഒന്ന് പിൻ ചെയ്യാവോ? നോക്കട്ടെ, വരുമോ? പുള്ളി വരുമ്പോഴത്തേക്ക് ഞാൻ ഈ സ്കോളർലി കാര്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ദ ഓഥർ ഓഫ് ദ ബുക്ക് ഓഫ് റെവലേഷൻ ഇസ് ട്രഡീഷണലി ബിലീവ്ഡ് ടു ബി ജോൺ ഓഫ് പത്മോസ്. അല്ല, അത് പിന്നെ പറയാം. പുള്ളി വന്നിട്ട് പറഞ്ഞു. അല്ല, അത് പുള്ളി പറഞ്ഞോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് എടുക്കാവുന്ന കാര്യമാണ്. ഓഥർ ഓഫ് ദ ബുക്ക് ഓഫ് റെവലേഷൻ ഇസ് ട്രഡീഷണലി ബിലീവ്ഡ് ടു ബി ദ ജോൺ ഓഫ് പത്മോസ്, ഓൾസോ നോൺ ആസ് ജോൺ ദ എൽഡർ, ജോൺ ദ റെവലേറ്റർ, ജോൺ ഡിവൈൻ ആൻഡ് ജോൺ ദ തിയോളജിയൻ. അത് നമുക്ക് അടുത്തതിൽ പറയാം. ശിവപാസ്റ്റർ പറഞ്ഞു, ഇനി ആരും ഇടയ്ക്ക് ചേർത്തല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതെ, അതുകൊണ്ട് പുള്ളി അതിനകത്ത് അങ്ങനെ ആ ഓതർഷിപ്പ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് എന്തോ ക്രൂരമായ ആനന്ദം കണ്ടെത്തുന്നല്ല. അതൊന്നും ഒരു ശരിയായ രീതിയല്ല, അതിനകത്ത് വലിയ അർത്ഥമില്ല. പിന്നെ ഈ അമേദ്യം വാരി എറിയും എന്നുള്ളത് അമേദ്യമല്ല. ബൈബിള് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് അമേദ്യം എന്നാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഇനി അതിനകത്ത് എന്തോ ഒരു ഹീബ്രു വാക്ക് വായിച്ചിട്ട് അത് വിഗ്രഹമാണെന്ന് അദ്ദേഹം വ്യാഖ്യാനിച്ചു. വിഗ്രഹം എന്നൊരർത്ഥം ആ വാക്കിനുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാനിപ്പോൾ ട്രൈ ചെയ്തോണ്ടിരിക്കാം. അപ്പൊ അത് അങ്ങനെ വേണേലും എടുക്കാം എന്ന് ആരെങ്കിലും അഭിപ്രായപ്പെട്ടതായിരിക്കും. ആ വാക്കിന് അങ്ങനെ ഒരു അർത്ഥം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അത് അജു ബ്രദർ സത്യസന്ധമായിട്ട് വേണം, ആ വാക്കിന് അങ്ങനെ അർത്ഥമുണ്ടോ? പിന്നെ തുണി പൊക്കി കാണും. അവരെ ഒന്ന് പറഞ്ഞു തീരട്ടെ. ഞാൻ നിങ്ങളോട് എത്ര വേണേലും പറഞ്ഞോളാം പറഞ്ഞില്ലേ, പറഞ്ഞു തീർക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞു. അപ്പൊ തുണി പൊക്കി കാണിക്കും എന്ന് പറയാം. അപ്പൊ അതൊരു ജനതയുടെ തുണിയാണ് പൊക്കുന്നത്. ഇയാളുടെ ലാംഗ്വേജ്, ഇതൊരു ദൈവമല്ലേ? അപ്പൊ ദൈവം പറയുന്നതാണ്, ഞാൻ നിന്റെ തുണി പൊക്കും എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്നും നിന്റെ മൂക്ക് വരെ പൊക്കും. അപ്പൊ പിന്നെ താഴെയുള്ള എല്ലാവരും കാണും. അപ്പൊ ഇതാണ് ഉള്ളിലിരിപ്പ്. മൂക്ക് വരെ ഞാൻ ഈ തുണി പൊക്കി നിന്റെ നാണിയുടെ നാട്ടുകാരെ കാണിക്കും. ഇതാണ് ആറ്റിറ്റ്യൂഡ്. അതൊരു ആലങ്കാരികമായിട്ട് ജനതയെ പറ്റി പറഞ്ഞതാണ്. ജനതയെ പറ്റി പറഞ്ഞാണെങ്കിലും പറയുന്നത് അങ്ങനെയല്ലേ? അപ്പൊ അത് വ്യക്തികളോട് അത് ചെയ്തതിനെ പറ്റി പറഞ്ഞതാണ്. ജനതയെ പറ്റി പറഞ്ഞാണെങ്കിലും പറയുന്നത് അങ്ങനെയല്ലേ? അപ്പൊ അത് വ്യക്തികളോട് അത് ചെയ്തതിന്റെ ഒരുപാട് തെളിവുകൾ ബൈബിളിലുണ്ട്. വ്യക്തികളോട് അത് ചെയ്തു. അത് അദ്ദേഹത്തിന്റെ പ്രവാചകനോട് തുണി ഇല്ലാതെ നഗ്നനായി നടന്ന് പ്രവചിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അതൊരു സൈക്കോയ്ക്ക് മാത്രമല്ലേ സാധിക്കുള്ളൂ. നഗ്നനായി 2 വർഷം തുണിയില്ലാതെ നടക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും, എന്നിട്ട് പ്രവചിക്കാനാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ തുണി പറിച്ച് കളയുക. തുണിയില്ലാതെയാണ് ശൗല് പ്രവചിച്ചത്, തുണിയില്ലാതെയാണ് യെശയ്യാവ് പ്രവചിച്ചത്. ഈ തുണി വിരോധമുണ്ട്, തുണി പൊക്കി കാണിക്കുക. ഇതൊക്കെ ബൈബിളിൽ തന്നെ ഉള്ളതാണ് സഹോദരൻ. നിങ്ങൾ വെളുപ്പിച്ചാലും വെളുക്കുമെന്ന് എനിക്കറിയില്ല, നിങ്ങൾ വെളുപ്പിക്കാൻ നോക്ക്. ഇനി നിങ്ങൾ പറഞ്ഞു അതിന് ഞാൻ പറയാം. ഓക്കെ, താങ്ക് യു ബ്രദർ ഷിബു. നല്ലൊരു കാര്യം താങ്കൾ പറഞ്ഞത്. അപ്പൊ നമുക്ക് അതിനെ എക്സാമിൻ ചെയ്യാം. അപ്പൊ ഒന്നാമത് താങ്കളും ജിജിയും പറയുന്ന ഒരു കാര്യം, സ്ഥിരമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, യഹോവ ഒരു ഗോത്രദൈവമാണ്. ആ ഗോത്രദൈവം എന്ന് പറയാൻ കാരണം എന്താണ്? ഒരു ഗോത്രത്തിനോട് എന്തോ പ്രത്യേകമായിട്ടുള്ള സ്നേഹം കാണിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ആർഗ്യുമെന്റ്. പക്ഷേ നിങ്ങളുടെ ആർഗ്യുമെന്റിന് തന്നെ ഘടകവിരുദ്ധമായി, അല്ലെങ്കിൽ അതിന് കടവെക്കുന്ന രീതിയിലുള്ള ഒരു വാക്യഭാഗമാണ് താങ്കൾ ഈ പറയുന്ന കളിയാക്കുന്ന കാര്യം. അതായത് ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ ആ നഹൂമിന്റെ തുടക്കം മുതൽ, അതായത് ആ 3-ാം അധ്യായം അതിന്റെ തുടക്കം മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ എന്താണ് അവിടെ കാണുന്നത്? രക്തപാതങ്ങളുടെ പട്ടണത്തിന് അയ്യോ കഷ്ടം, അത് മുഴുവൻ വ്യാജവും അപഹാരവും നിറഞ്ഞിരിക്കുന്നു, കവർച്ച വിട്ടു പോകുന്നതുമില്ല,
ചമ്മട്ടികളുടെ ഒച്ച, ചക്രങ്ങൾ കിരുകിരുന്ന ശബ്ദം, പായുന്ന കുതിരകൾ, ഓടുന്ന രഥങ്ങൾ, കുതിര കയറുന്ന കുതിരച്ചേവകർ, ജ്വലിക്കുന്ന വാൾ, മിന്നുന്ന കുന്തം, അനേകം നിഹിതന്മാർ, അനവധി ശവങ്ങൾ, പിന്നണങ്ങൾക്ക് കണക്കില്ല, അവർ പിന്നണങ്ങൾ തടഞ്ഞു വീഴുന്നു. പരസംഗം കൊണ്ട് ജാതികളെയും ക്ഷുദ്രപ്രയോഗം കൊണ്ട് വംശങ്ങളെയും വിൽക്കുന്നവളായി ക്ഷുദ്ര നൈപുണ്യവും സൗന്ദര്യവുമുള്ള വേശ്യയുടെ പരസംഗ ബഹുത്വം നിമിത്തം തന്നെ ഇങ്ങനെ സംഭവിച്ചത്. എന്നിട്ടാണ് അടുത്ത വാക്യം പറയുന്നത്, ഞാൻ നിന്റെ നേരെ വരും, ഞാൻ നിന്റെ വസ്ത്രാഗ്രഹങ്ങളെ നിന്റെ മുഖം വരെ പൊക്കി ജാതികളെ നിന്റെ നഗ്നതയും രാജ്യങ്ങളെ നിന്റെ നാണിടവും കാണിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. എന്നിട്ടാണ് അടുത്ത വാക്യം, ഞാൻ അമേദ്യം നിന്റെ മേൽ എറിഞ്ഞ് നിന്നെ കുൽസിതയും നിന്നാവിഷയവുമാക്കും. ഈ അമേദ്യം എന്ന് പറഞ്ഞതാണ് മറ്റേ അടുത്ത വാക്യം. അതിലേക്ക് നമ്മൾ വരാം. അപ്പൊ നമ്മൾ അതിന്റെ കോണ്ടെക്സ്റ്റ് തന്നെ നമ്മൾ ഒന്നാമത് നോക്കുക. അതായത് നിങ്ങൾ പറയുന്നതാണ് ഈ യഹോവയ്ക്ക് ഇസ്രായേലിനോട് ഭയങ്കര പക്ഷപാതമുണ്ട്. ഇസ്രായേലിന്റെ മാത്രമായിട്ടുള്ള ഒരു ഒരു എന്താ ഗോത്ര ദൈവമാണ്. അപ്പൊ ഇസ്രായേലിനെ വളരെ പക്ഷപാതകരമായി സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പലപ്പോഴും ആരോപണം വെച്ചിട്ടുള്ളത്. പക്ഷേ ഇതിന് നേരെ തിരിച്ച് ഇസ്രായേലിന്റെ അടുത്ത് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ പണിഷ് ചെയ്യുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ജാതികളെ കൊണ്ട് നിങ്ങളെ പണിഷ് ചെയ്യിപ്പിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ പറയുന്ന ഒരു ട്രൈബിന് മാത്രം ഓടുള്ള പക്ഷപാതം കാണിക്കുന്ന ദൈവമല്ല എന്ന് അവിടെ തന്നെ ക്ലിയർ ആണ്. ഇത് മാത്രമല്ല, നമ്മൾ ലേവ്യ പുസ്തകത്തിൽ എടുത്ത് നോക്കുമ്പോഴത്തേക്കും പലയിടത്തും പരദേശികളായിട്ടുള്ളവരെയും ഇന്ന ജാതികളിലുള്ളവരെയും നിങ്ങൾ ഒരിക്കൽ പരദേശികളായിരുന്നു, ഈജിപ്തിൽ പരദേശികളായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ അവരെ നിങ്ങളെ പോലെ തന്നെ കണക്കാക്കണം, അവനോട് സ്നേഹം കാണിക്കണം, അവന് പല കാര്യങ്ങൾ കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ താങ്കൾ പറഞ്ഞ കാര്യത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണത്. അതായത് ഇസ്രായേൽ തെറ്റ് ചെയ്താൽ ഇസ്രായേലിനോട് പകരം ചോദിക്കുന്ന നീതിമാനായ ഒരു ദൈവമായ യഹോവനെയാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് യാതൊരു മുഖപക്ഷവും കൂടാതെ അത് ഇസ്രായേൽ ആണെങ്കിലും ആരാണെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന് പകരം കൊടുക്കുന്ന ഒരു യഹോവയാണ് കാണിച്ചത്. ഇനിയും ആ വാക്യത്തിലേക്ക് നമ്മൾ വരാം. അതായത് ഈ 5-ാം വാക്യമാണ് ഇവിടെ പറഞ്ഞത്, ഞാൻ നിന്റെ നേരെ വരും. ഏത്? ആരുടെ നേരെ? തെറ്റ് ചെയ്ത രക്തപാതകങ്ങളുടെ പട്ടണം. അതായത് കർത്താവ് ഉൽപ്പത്തി 1 തന്നെ തുടക്കത്തിൽ മുതൽ നമ്മൾ കാണുന്നുണ്ട് ഹാബേലിന്റെ രക്തം ചോദിക്കുന്നതായിട്ട്. അതായത് ഹാബേലിന്റെ അപ്പൊ രക്തം അത് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലും കാണാം. അവിടെ അവിടെ ആളുകളെ ഞങ്ങളുടെ രക്തത്തിന് പകരം എപ്പോൾ ചോദിക്കുന്നു. അപ്പോൾ ഈ രക്തത്തിന്റെ കരച്ചിൽ വരുമ്പോൾ, അത് മുകളിലേക്ക് ഉയരുമ്പോൾ ആ രക്തത്തിന് പകരം ചോദിക്കുന്ന നീതിയുള്ള ന്യായാധിപതിയായ ദൈവത്തെക്കുറിച്ചാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിങ്ങളുടെ ഇടയിൽ രക്തപാതങ്ങൾ നിറഞ്ഞിരിക്കുന്നു. അതാണ് രക്തപാതങ്ങളുടെ പട്ടണത്തിന് അയ്യോ കഷ്ടം എന്നും പറഞ്ഞാണ് നഹൂം 3:1 തുടങ്ങുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് വന്നിട്ടാണ് 5-ാമത്തെ വാക്യത്തിൽ, ഇങ്ങനെ നീ തെറ്റുകളും രക്തപാതവും ചെയ്തതുകൊണ്ട് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ നിന്റെ നേരെ വരും, ഞാൻ നിന്റെ വസ്ത്രാഗ്രഹങ്ങളെ നിന്റെ മുഖം വരെ പൊക്കി ജാതികളെ നിന്റെ നഗ്നതയും രാജ്യങ്ങളെ നിന്റെ നാണിടവും കാണിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന ആരെക്കുറിച്ചാണ്? ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. ഏത് ടൈപ്പ് ഇസ്രായേൽ? അത് പരസംഗം ചെയ്ത ഇസ്രായേൽ, രക്തപാതകത്തിന്റെ ചെയ്തിരിക്കുന്ന ഇസ്രായേൽ, തെറ്റ് ചെയ്തിരിക്കുന്ന നീതി ന്യായം, ദൈവം യഹോവ കൊടുത്തിരിക്കുന്ന നീതി ന്യായവും 10 കൽപ്പനകളും അതിനെല്ലാം ലംഘിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലെ അവരുടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഡ്യൂട്ടറോണമിയിൽ തന്നെ പറയുന്നുണ്ട്, ശാപവും അനുഗ്രഹവും ഞാൻ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, നിനക്ക് തിരഞ്ഞെടുക്കാം. നീ ശാപത്തിനുള്ള വഴി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഐ വിൽ പണിഷ് യു. അത് അവിടെ തന്നെ വളരെ ക്ലിയർ ആണ്. പക്ഷപാതം കാണിക്കുന്ന ദൈവമല്ല, നീതിയുള്ള ദൈവമാണ്. അന്നും ഇന്നും നീതിയുള്ള ദൈവമാണ്. അത് ഇസ്രായേലിന് അത് തന്നെയാണ് പൗലോസും പറയുന്നത്, ഇസ്രായേലിനില്ല യവനെന്നില്ല ആരുമില്ലേ, ആരോടും പക്ഷപാതം കാണിക്കാതെ നന്മയ്ക്ക് നന്മയും തിന്മയ്ക്ക് തിന്മയും തിരിച്ചു ചെയ്യുന്ന. അപ്പൊ നമുക്ക് സ്നേഹം മാത്രമല്ല നീതിയുള്ള ഒരു ദൈവമായിട്ടാണ് അവിടെ കാണുന്നത്. അപ്പൊ 5-ാം വാക്യം, ഞാൻ നിന്റെ നേരെ വരും, ഞാൻ നിന്റെ വസ്ത്രാഗ്രഹങ്ങൾ നിന്റെ മുഖം വരെ പൊക്കി. അപ്പോൾ ബ്രദർ പറയുന്ന എടുത്ത് നോക്കുകയാണെങ്കിൽ ലിറ്ററലി ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ തുണി എടുത്ത് പൊക്കി നിന്റെ നാണിടം നാട്ടുകാരെ കാണിക്കുമെന്നാണ് ബ്രദർ പറയുന്നത്. അങ്ങനെ ഒരു ലിറ്ററൽ ആയിട്ട് ഒരു നേഷന്റെ തുണി എടുത്ത് പൊക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നു പറഞ്ഞാൽ, നിന്നെ എക്സ്പോസ് ചെയ്യുമെന്നാണ്. നിന്റെ പ്രൊട്ടക്ഷൻ മാറ്റി, നിന്റെ കവറിംഗ് മാറ്റി. അതായത് ഇസ്രായേലിന്റെ കവറിംഗ് ആരാ? ദൈവം തന്നെയായിരുന്നു അവന്റെ കവറിംഗ്. ഇസ്രായേലിന്റെ കവറിംഗ് ദൈവമായിരുന്നു. ആ പ്രൊട്ടക്ഷൻ, ദൈവത്തിന്റെ കവറിംഗ് എടുത്ത് മാറ്റും. അതായത് ഇസ്രായേൽ വിൽ ബി എക്സ്പോസ് ടു എനിമീസ് വന്ന് നിങ്ങൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സുരക്ഷയും ഉണ്ടാവില്ല എന്നാണ് ആ പറഞ്ഞിരിക്കുന്ന അർത്ഥം. എന്താ കാര്യം എന്ന് പറയുന്നത്, ഒരു നേഷന്റെ തുണിയൊന്നും എടുത്ത് പൊക്കാൻ പറ്റില്ല. അതിന്റെ പ്രൊട്ടക്ഷൻ, അതിന്റെ കവറിംഗ് എടുത്ത് മാറ്റുമെന്നാണ്. എന്ന് പറയുന്നത് ദൈവം തന്നെയാണ് അതിന്റെ കവറിംഗ്. ഞാൻ അവിടെ നിന്ന് മാറുമെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത വാക്യം. അതാണ് നിങ്ങൾ പറയുന്നത്, ഏത്? മലം വാരി എറിയുന്നു, ഞാൻ അമേദ്യം നിന്റെ മേൽ എറിഞ്ഞ് നിന്നെ കുൽസിതയും നിന്നാ വിഷയമാക്കും. ഈ കാര്യമാണ് നിങ്ങൾ അവിടെ പലപ്പോഴും മിസ്റെപ്രസെന്റ് ചെയ്ത് നിങ്ങൾ എന്ത് പറയുന്നത്? നിങ്ങൾ പറയുന്നത് തീട്ടം വാരി എറിയുന്ന യഹോവയാണ്. അത് നിങ്ങൾ ഒറിജിനൽ ഇവിടെ കേൾക്കുന്ന ആര് വേണമെങ്കിലും നഹൂം 3:6 ഒറിജിനൽ എടുക്കുക, ഇന്റർലീനിയർ എടുക്കുക. അതിന്റെ അകത്ത് ഒരു സെക്കൻഡ് ഇതിനിടയ്ക്ക് ഞാൻ പറയാം, ഒരു 30 സെക്കൻഡ് നിർത്താം, കാര്യം ഒത്തിരി നീണ്ടുപോകും. ഞാൻ ഇപ്പൊ നിർത്താം, ഇത് ഞാൻ നിർത്താം. അപ്പൊ നഹൂം 3:6 നിങ്ങൾ ആര് വേണമെങ്കിലും അതിന്റെ ഒറിജിനൽ ഹീബ്രു എടുക്കുക. അതിന്റെ അകത്ത് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, വേ ഹിസ് ലാക്കിറ്റി അലായിക് സിക്വിസിം വേ നിബാൽ തിക് വേ സാം തിക് കേറോട്ട്. ഇതാണ് എഴുതിയിരിക്കുന്നത്, ഹീബ്രുവിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിൽ ആൻഡ് ഐ വിൽ കാസ്റ്റ് അപ്പോൺ യു എന്താണ്? സിക്വിസിം ഞാൻ നിന്റെ മേൽ എറിയുമെന്നാണ്. അത് സ്ട്രോങ്സിന്റെ എടുക്കുകയാണെങ്കിൽ സ്ട്രോങ്ങിന്റെ 8251 ആണ്. ഡിറ്റസ്റ്റബിൾ തിങ് ഓർ ഐഡൽ, അബോമിനബിൾ ഐഡൽ, അബോമിനേഷൻ ആയിട്ടുള്ള ഐഡൽ. അതായത് ഈ പലതരം ഐഡൽസ് ഉണ്ട്. അതായത് നമുക്കറിയാം ഐഡൽസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഫോമിലുള്ള ഐഡൽ ഉണ്ട്. പക്ഷേ മ്ലേച്ഛ വിഗ്രഹം എന്ന് പറയുന്ന സാധനം നമ്മൾ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ പലയിടത്തും കാണാം. അതായത് ഈ പലയിടത്തും ഈ പല റിലീജിയൻസും ശരിക്കും പറഞ്ഞാൽ ഫെർട്ടിലിറ്റി കൾട്ടുകളായിരുന്നു. ഫെർട്ടിലിറ്റി കൾട്ട്. അപ്പോൾ ഈ അവർക്ക് കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാനും സന്താന സമ്പത്ത് ഉണ്ടാകാനും ഒക്കെ ഈ ഫെർട്ടിലിറ്റി കൾട്ടുകൾ ഉണ്ടായിരുന്നു. അവരുടെ പ്രത്യേകിച്ച് ഉണ്ടാക്കിയിരുന്ന മൂർത്തികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലൈംഗിക അവയവങ്ങൾക്ക് ഇപ്പം നമുക്കറിയാം, ഒരു മോഡേൺ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഐഡൽ ഉണ്ട്. അതിന്റെ പേര് ഞാനിപ്പോ പറയാം. അതിന്റെ പേര്
അപ്പം അതായത് പല സ്ഥാനങ്ങളുള്ള ഒരു അസ്തോരത്ത് പല സ്ഥാനങ്ങളാണ്. അപ്പോൾ ഈ ലൈംഗികമായിട്ടുള്ള ഓരോ അവയവങ്ങളിലെ വലുതാക്കി കാണിക്കുക. അപ്പൊ അബോമിനബിൾ ഐഡൽസ് എന്നാണ് ഇതിന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഐഡൽസിനെ ഇസ്രായേൽ മക്കള് ക്യാരി ചെയ്യുന്നുണ്ടായിരുന്നു, പലരും ക്യാരി ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്കതറിയാം. അത് റാഹേലിന്റെ കാര്യത്തിൽ പുള്ളിക്കാരി ചെറിയ ഐഡൽസിനെ ക്യാരി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഇവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സാധനത്തിനെ നിങ്ങൾ ഈ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അതിന്, അതായത് എന്റെ പ്രൊട്ടക്ഷൻ ഞാൻ മാറ്റി. ഒരു സെക്കൻഡ് നിങ്ങൾ എന്താ പല സ്ഥലങ്ങളുള്ള ഏൽ ഷദായി എന്ന വാക്കിന്റെ മീനിങ് അറിയാമോ? ഏൽ ഷദായി അറിയാമോ? മീനിങ് അറിയാമോ? ബ്രദർ പറഞ്ഞു. നിങ്ങൾ ഹീബ്രു ഒക്കെ പറഞ്ഞോണ്ടാണ് ചോദിച്ചത്. ബ്രദർ പറഞ്ഞു. ബ്രദറെ ഇവിടുത്തെ നോക്ക്, ഞാൻ ചോദിച്ചാൽ അറിയാവുന്ന നിങ്ങളിവിടെ ഹീബ്രു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ ചോദിച്ചതാണ്. ഈ വിഷയം മാറിപ്പോയി പല സ്ഥലം. ഓക്കെ, അതുകൊണ്ട് പറഞ്ഞാൽ കാര്യം ഞാൻ അല്ല 3 സെക്കൻഡ് ബ്രദർ 30 സെക്കൻഡ് നിർത്താൻ പറഞ്ഞത് വീണ്ടും ഒരു കാര്യമില്ല. അപ്പൊ ഇത് ഞാൻ ഇപ്പൊ തന്നെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യം കൂടെ, അപ്പൊ അതായത് ഇതിന്റെ 2 വാക്യങ്ങളും കൂടെ കണക്ട് ചെയ്യുകയാണെങ്കിൽ, പാതനം ചെയ്ത ഒരു ജനത, അത് ഇസ്രായേൽ ആണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ദൈവം ന്യായം വിധിക്കും. ദൈവം ആരുടെ മുഖപക്ഷം കാണിക്കുന്ന ദൈവമല്ല. യഹോവയായ ദൈവം മുഖപക്ഷം കാണിക്കുന്ന ദൈവമല്ല. പാപം ചെയ്യും, അനുഗ്രഹവും ശാപവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നീ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ ഞാൻ പണിഷ് ചെയ്യുമെന്ന് പറഞ്ഞതിനനുസരിച്ച് രക്തപാതകം ചെയ്ത ഇസ്രായേലിനെതിരെ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ദൈവം മാറ്റുമെന്നും, ആളുകൾ ഒളിപ്പിച്ചു വെച്ച് ദൈവത്തെ പുറമേ ഇരുന്ന് വർഷിപ്പ് ചെയ്യുന്നു, ഒളിച്ചു വെച്ചിരിക്കുന്ന മ്ലേച്ഛ വിഗ്രഹങ്ങൾ അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിനെ എക്സ്പോസ് ചെയ്യും. അത് നിങ്ങളുടെ മുഖത്തേക്ക് തന്നെ, നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് വിചാരിച്ചിരിക്കുന്ന സാധനങ്ങളെ നിങ്ങളുടെ മുഖത്തേക്ക് ഞാൻ ഐ വിൽ എക്സ്പോസ് ദോസ്, എന്നിട്ട് അതിനെ നശിപ്പിക്കുമെന്നാണ് അവിടെ ഈ 2 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിനെ വളരെയധികം മിസ്കൺസ്ട്രൂ ചെയ്തിട്ടാണ് നമ്മുടെ ശിവു സഹോദരൻ പലയിടത്തും അവതരിപ്പിക്കുന്നത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഈ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ നഹൂം 3:6 ഇതിന്റെ ഒറിജിനൽ വേർഡ് സിക്വസീം എന്ന വേർഡ് എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് എക്സാമിൻ ചെയ്തിട്ട് ഈ കേൾക്കുന്നവർ നഹൂം 3:6 അവിടെ എന്താണ് എഴുതിയിരിക്കുന്ന, മലമാണോ വേറെ വല്ലതും ആണോ എന്ന് ദയവായി നിങ്ങൾ തന്നെ എക്സാമിൻ ചെയ്യുക. താങ്ക് യു അജു ബ്രദർ. അതിന്റെ അർത്ഥം ഡിറ്റസ്റ്റബിൾ തിങ് എന്നാണ് സ്ട്രോങ്സിൽ കൊടുത്തിരിക്കുന്നതെന്ന് താങ്കൾ തന്നെ പറഞ്ഞു. ഡിറ്റസ്റ്റബിൾ തിങ് ആണ് അമേദ്യം. അപ്പം മലയാളികളുടെ കോൺസെപ്റ്റ് ഡിറ്റസ്റ്റബിൾ തിങ് അമേദ്യം എന്ന് പറയും. നിങ്ങളുടെയൊക്കെ വീട്ടിൽ അത് ഡിറ്റസ്റ്റബിൾ അല്ല എന്ന് വാദിക്കുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, അത് നല്ലതായിരിക്കും. പിന്നെ ഇവിടെ നിങ്ങൾ വെച്ചിട്ടുള്ള ഇത്രയും നേരം സംസാരിച്ചത് മുഴുവൻ നിങ്ങൾക്ക് തന്നെ കുരുക്കുണ്ടാക്കാൻ. കാരണം ഈ യഹോവ ഗോത്രദൈവമാണ് എന്ന ആരോപണത്തെ ഖണ്ഡിക്കാനാണ്. ഇതാ നോക്കൂ, അദ്ദേഹം ഇങ്ങനെ പ്രവർത്തിക്കുന്നു. ഇസ്രായേലിനെ യഹോവയുടെ ഭാര്യയായിട്ടാണ് പഴയ നിയമത്തിൽ പല സ്ഥലത്തും നമ്മൾ കാണുന്നത്. ഭാര്യയായിട്ട് 1-2 അല്ല, അനേക സ്ഥലങ്ങളിൽ. അപ്പൊ ഈ ഭാര്യ വേശ്യയായി തീർന്നെന്നും, അവൾ വഴിവെളിച്ചവളാണെന്നും, അവൾ വ്യഭിചാരം ചെയ്യുന്നവളാണെന്നും വളരെ അശ്ലീല പരാമർശങ്ങളോടെ, ദ്വയാർത്ഥ പരാമർശങ്ങളോടെ പറഞ്ഞിട്ടുണ്ട് യഹോവ. അതുകൊണ്ട് ഈ അവിശ്വസ്തയായ, ഈ കൊള്ളുകയല്ലാത്ത ഭാര്യയെ ഒരു സൈക്കോ ഹസ്ബൻഡിനെ പോലെ പീഡിപ്പിക്കുന്ന രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് നിന്റെ തുണി ഞാൻ അഴിച്ച് നാട്ടുകാരെ കാണിക്കും. ഇത് സൈക്കോ ഹസ്ബൻഡ്സ് ചെയ്യുന്നതാണ്. ഈ അടുത്തിടെ ക്ലബ് ഹൗസിൽ വന്ന സിസ്റ്റർ റെജീന തന്റെ അനുഭവം പറഞ്ഞപ്പോൾ അവരുടെ ആദ്യ ഭർത്താവ് ആ സ്ത്രീയെ നഗ്നയാക്കി വഴി കൊണ്ട് നിർത്തി എന്ന് പറയുന്നുണ്ട് അനുഭവ സാക്ഷ്യത്തിൽ. ആ റെജീനയുടെ ആദ്യത്തെ ഹസ്ബൻഡിനെ പോലെയുള്ള ഒരു ഹസ്ബൻഡാണ് യഹോവ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അങ്ങനെയാ പറയുന്നത്. വളരെയധികം പീഡിപ്പിച്ച്, അപമാനിച്ച്, മുറിവേൽപ്പിച്ച്, വീട്ടിൽ കാണുന്ന സാധനമൊക്കെ എടുത്ത് വേസ്റ്റും മലവും ഒക്കെ എടുത്ത് അവളുടെ ദേഹത്ത് എറിഞ്ഞ് അവളെ അപമാനിച്ച് അവസാനം അവളുടെ തുണി പറിച്ച് നാട്ടുകാരെ കാണിക്കുന്നു എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. സൈക്കോ ഹസ്ബൻഡാണ്. എന്നാൽ വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ റോമാലേഖനം 7:4 ഈ ക്രൂരനായ ഹസ്ബൻഡ് പീഡിപ്പിച്ച് ഉപേക്ഷിച്ച് മനസ്സ് തകർത്ത് കളഞ്ഞ ആ ഇസ്രായേലിനെ ക്രിസ്തു എന്ന വേറെ ഒരു പുരുഷന് വിവാഹം ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. വേറെ ഒരു പുരുഷൻ, ഹെട്രോസ് എന്നാണ് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത്. അതിന് യഹോവയാണോ യഹോവയുടെ ബന്ധത്തിൽപ്പെട്ട ആളാണെന്നോ പറയാൻ പറ്റാത്ത വിധത്തിൽ പൗലുസ്ലിഹ അല്ലോസ് എന്നൊരു പദമുണ്ട് വേറെ, എന്നാൽ ഏകദേശം അതുമായിട്ട് ബന്ധമുള്ള അല്ലോസാണ്. ഓറഞ്ച് എടുത്തു, വേറൊരു ഓറഞ്ച് എടുക്കുമ്പോൾ അല്ലോസ് എന്ന് പറയുന്നത്. അതേസമയം വേറെ മാങ്ങ എടുത്തുകൊണ്ടിരുന്ന ഹെട്രോസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ യഹോവയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത തികച്ചും വ്യത്യസ്തമായ മറ്റൊരുവന് ഇവളെ വിവാഹം ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് ഇവള് മുൻ വിവാഹത്തിൽ നിന്ന് ഇവൾ ഒഴിയേണ്ടതുണ്ട്. ആ വിവാഹബന്ധം ഒഴിയണമെങ്കിൽ മരിക്കണം. മരണം വരെ നിലനിൽക്കും മുൻ വിവാഹബന്ധം. യഹോവ ഉപേക്ഷിച്ചു. യെരമ്യാ പ്രവചനം 3 യഹോവ ഉപേക്ഷണ പത്രം കൊടുത്തു, ഡിവോഴ്സ് നോട്ടീസ് കൊടുത്തു. പക്ഷെ എങ്കിലും ക്ലെയിംസ് കിടക്കും. നാളെ ഒരിക്കൽ ഈ പുതിയ ജീവിതം നയിക്കുന്ന പുതിയ ഭർത്താവിന്റെ ഭാര്യയുടെ വീടിന്റെ പുറകെ പഴയ ഭർത്താവ് യഹോവ വന്ന് മുട്ടരുത്. അതിനുവേണ്ടി മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാണ്. അതിനാണ് സ്നാനം. സ്നാനപ്പെട്ട് യഹോവയോടുള്ള ബന്ധത്തിലാണ്. ന്യായപ്രമാണത്തിന് മരിച്ചിരിക്കുന്നു, ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കുന്നു, യഹോവയെ സംബന്ധിച്ച് മരിച്ചിരിക്കുന്നു. മുൻ ഭർത്താവുമായിട്ട് ഈ കിരാതനായ, ഈ മദ്യപാനിയായ, ദിവസം എത്ര ലിറ്റർ മദ്യം യഹോവ കുടിക്കുന്നറിയോ? ബൈബിളിൽ തന്നെയുണ്ട്. എത്ര ലിറ്റർ മദ്യം വലിച്ചു കുടിക്കുന്ന, ഈ തുണി പൊക്കി സ്വന്തം ഭാര്യയുടെ തുണി പറിച്ച് നാട്ടുകാരെ കാണിക്കുന്ന, അവളുടെ ദേഹത്ത് തീട്ടം വലിച്ചെറിയുന്ന, അവളെ അപമാനിച്ച് മുറിവേൽപ്പിച്ച് നിന്ദിച്ച് എപ്പോഴും അവളെ വേശ്യ എന്ന് വിളിക്കുന്ന, അവളുടെ ലൈംഗിക വർണ്ണനകൾ നാട്ടുകാർക്കൊക്കെ നടത്തുന്ന ഈ സൈക്കോ ഹസ്ബൻഡിന് പകരം ക്രിസ്തു എന്ന വേറൊരു പുരുഷന് അവളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ആ വിവാഹമാണ് സഭയുടെ വിവാഹം. അതേക്കുറിച്ച് പൗലോസ് പറയുന്നത് എന്താണെന്നറിയാവോ? അവനോ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വിശുദ്ധീകരിച്ചു. എന്നിട്ട് പറയണം, കറാ ചുളുക്കം മാലിന്യം ഏതുമില്ലാതെ അവളെ വിശുദ്ധയായും നിഷ്കളങ്കയായും തനിക്ക് തന്നെ മുൻ നിർത്തേണ്ടതിന് അവൾക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അല്ലാതെ അവളുടെ തുണി പറിച്ച് നാട്ടുകാരെ കാണിക്കുക, അവളുടെ ദേഹത്ത് തീട്ടം വലിച്ചെറിയുക, അങ്ങനെയുള്ള യഹോവയുടെ പരിപാടിയല്ല യേശു. മറിച്ച് അവളുടെ കുറവുകളെ തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മരിച്ചുയർത്തെഴുന്നേറ്റ യേശു
യഹോവയുമായിട്ട് ഒരു ബന്ധമില്ല, ഹെട്രോസ് ആണ്, തികച്ചും വേറൊരുവനാണ്. റോമാലേഖനം 7:4 വായിക്കും. അതുകൊണ്ട് ക്രിസ്തീയ ഉപദേശത്തിന്റെ അടിസ്ഥാന തത്വം പോലും അറിയാതെ ഇവിടെ വന്ന് തർക്കിക്കാൻ ശ്രമിക്കുന്ന അജു സഹോദരനോട് എനിക്ക് സഹതാപമുണ്ട്. താങ്കൾ ആദ്യം തൊട്ട് ബാലപാഠം പഠിക്കണം. എന്താണ് ക്രിസ്ത്യാനിറ്റി, എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്, എന്തിനാണ് സ്നാനം, ഇതൊക്കെ ഒന്ന് പഠിക്കണം സഹോദരൻ. നിങ്ങൾ തികച്ചും ബാലിശമായിട്ട് ഒരു പുസ്തകത്തിനകത്ത് ഇതുണ്ടെന്ന് വെച്ച് പുസ്തക മതമായി മാറുക. അതിനെ പറയുന്ന ബിബ്ലിയോ മാനിയ എന്ന് പറഞ്ഞ രോഗമാണ്. അപ്പൊ നിങ്ങൾക്ക് ബിബ്ലിയോ മാനിയ എന്ന അസുഖമാണ്. ഞാൻ കളിയാക്കി പറയുന്നല്ല, യഥാർത്ഥത്തിലുള്ള ഒരു ഡയഗ്നോസിസ് ആണ്. അപ്പൊ ബിബ്ലിയോ മാനിയ ബാധിച്ച് അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വളരെ ദുഃഖകരമെന്ന് പറയട്ടെ, താങ്കൾക്കും ഈ ബിബ്ലിയോ മാനിയ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് താങ്കൾ അത് തിരുത്താൻ തയ്യാറാകണം. എളിമയോടെ ദൈവസന്നിധിയിൽ ഇരിക്കാൻ തയ്യാറാകണം. യഹോവ ഭാര്യയോട് ഇടപെട്ടത് എങ്ങനെയാണ്, യേശു ഭാര്യയോട് ഇടപെട്ടത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ കാണാൻ തയ്യാറാകണം. ഭാര്യയുടെ കുറവുകളെ നാട്ടുകാരോട് പറയല്ല, അവരുടെ കുറവുകൾക്ക് വേണ്ടി കൂടെ താൻ മരിച്ചു, മുറിവുകളേറ്റു, എന്നിട്ട് അവളെ ചേർത്ത് പിടിച്ചു. എന്താണ് അവളെ പറ്റി യേശുവിന് പറയാനുള്ളത്? അവൾ വിശുദ്ധയാണ്, അവൾ നിഷ്കളങ്കയാണ്, അവൾ കറയില്ലാത്തവളാണ്, അവൾ കളങ്കമില്ലാത്തവളാണ്. അല്ലാതെ അവളുടെ തുണി പറിക്കാൻ ഇനിയും വരും, അങ്ങനെയില്ല. അവളെ നിഷ്കളങ്കയായി നിർത്തേണ്ടതിന് തനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ച ഒരു യേശുവിനെയാണ് യഥാർത്ഥ ക്രിസ്തീയ സഭകൾ പിൻപറ്റുന്നത് എന്ന് താങ്കൾ ദയവായി മനസ്സിലാക്കണം. ഈ മദ്യപാനിയും ഈ മുഴുക്കുടിയനും ഈ കിരാതനായി ഉപദ്രവിക്കുന്ന തുണി പറിക്കുന്ന യഹോവയെ പോലെയുള്ള പഴയ ഭർത്താവല്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നു. ഇതാ പഴയത് കഴിഞ്ഞുപോയി. ആ പഴയ അധ്യായങ്ങൾ നീ ഓർക്കണ്ട. രാത്രി കള്ളു കുടിച്ചു വന്നിട്ട് ഇവൻ ഇടിച്ച കാര്യം, ഇവൻ നിന്നെ അപമാനിച്ച കാര്യം, അങ്ങനെ കഴിഞ്ഞ ഇരുണ്ട കാലങ്ങളിലെ കാര്യങ്ങൾ നീ ഓർക്കണ്ട. അതുകൊണ്ടാണ് പൂർവിക കാര്യങ്ങൾ നീ അനുസ്മരിക്കുകയോ അവൻ നിന്റെ മനസ്സിലേക്ക് വരികയോ ഇല്ല എന്ന് പറയുന്നത്. എന്നിട്ട് പറയാണ്, ജെറുസലേമിനെ ഒരു ആനന്ദമായും അവളുടെ ജനത്തെ ഞാൻ ഒരു ആഹ്ലാദമായി പുനഃസൃഷ്ടിക്കും. ആ ആഹ്ലാദമാണ് കുഞ്ഞാടിന്റെ കല്യാണം. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹായുടെ പ്രത്യേക പ്രയോഗം, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, എന്റെ ആനന്ദയും തന്നെ ഒരുക്കിയിരിക്കുന്നു. കുഞ്ഞാടിന്റെ കല്യാണം വന്നപ്പോ വലിയ സന്തോഷമാണ് ഉണ്ടാകുന്നത്. അപ്പം രാജാവിന്റെ മകന്റെ കല്യാണം, ഇതാണ് യേശുക്രിസ്തു ഉപമ പറഞ്ഞത്. രാജാവിന്റെ മകന്റെ കല്യാണം എല്ലാവരും വിളിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? പട്ടണവാസികൾ തിരിഞ്ഞു നിന്നു. അതുകൊണ്ട് എന്ന് പറഞ്ഞു, ആ രാജാവിന്റെ മകന്റെ കല്യാണം നടക്കുമ്പോൾ തന്നെ ആ പട്ടണം കൂടെ ചുട്ടു കളഞ്ഞേക്കാൻ പറഞ്ഞു. ഇതാണ് യേശു പറഞ്ഞ ഉപമ. അങ്ങനെ AD 70 ഈ മഹാരാജാവിന്റെ മകന്റെ വിവാഹം, ഈ യഹോവയാൽ പീഡിപ്പിക്കപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ട് നടന്ന ആ പഴയ നിയമത്തിലെ ആ വൈധവ്യം ബാധിച്ച മുറിവുകളേറ്റ ആ സ്ത്രീയുമായിട്ടുള്ള വിവാഹം, അവളെ സ്നാനപ്പെടുത്തി അവളെ പുതിയ സൃഷ്ടിയാക്കി ആ വിവാഹം നടക്കുമ്പോൾ തന്നെ അവന്മാരുടെ പട്ടണം ചുട്ടു കളഞ്ഞു. ഇത് യേശുക്രിസ്തു പറഞ്ഞതാണ്. അതുകൊണ്ട് താങ്കൾ സുവിശേഷം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം, എന്നിട്ട് തർക്കിക്കാൻ ഇറങ്ങണമെന്ന് വളരെ താഴ്മയോടെ വിനയത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. ഇത് യേശുക്രിസ്തു പറഞ്ഞതാണ്. അതുകൊണ്ട് താങ്കൾ സുവിശേഷം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം, എന്നിട്ട് തർക്കിക്കാൻ ഇറങ്ങണമെന്ന് വളരെ താഴ്മയോടെ വിനയത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. ഓക്കെ, അപ്പം ബ്രദർ ഷിബു പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായിട്ട് ഞാൻ മറുപടി പറയാം. അദ്ദേഹം പറഞ്ഞിരുന്നു, അതായത് ഇതിന്റെ ട്രാൻസ്ലേഷൻ, ഇത് ഞാൻ എണ്ണി നോക്കി, ആ സ്ട്രോങ്സിൽ തന്നെയുണ്ട്, നിങ്ങൾ നോക്കുക. ഈ വാക്ക് 28 പ്രാവശ്യമാണ് ഹീബ്രുവിൽ ഉപയോഗിച്ചിരിക്കുന്നത്, ബൈബിളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സെക്രിസ്റ്റം എന്ന് പറഞ്ഞ വേർഡ്, അത് 28 പ്രാവശ്യം യൂസ് ചെയ്തിരിക്കുന്ന സാധനം നിങ്ങൾ തന്നെ അതിനകത്ത് നോക്കുക. അത് ഇങ്ങനെയാണ് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഇദ്ദേഹം പറഞ്ഞ രീതിയിൽ 28 പ്രാവശ്യം യൂസ് ചെയ്തതിൻ്റെ അകത്ത് ഒരു പ്രാവശ്യമാണ് ഫിൽത്ത് എന്ന് എഴുതിയിരിക്കുന്നത്, ഒരു പ്രാവശ്യം. 27 പ്രാവശ്യം എന്താണെന്ന് എഴുതിയിരിക്കുന്നത്, അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ തന്നെ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഫസ്റ്റ് ഉദാഹരണം ഞാൻ പറയാം. ഒന്ന് ഇതേ വാക്ക് ഫസ്റ്റ് കിങ്സ് 11:15 എഴുതിയിട്ടുണ്ട്, ഡിറ്റസ്റ്റബിൾ ഐഡൽ ഓഫ് ദ അമോനൈറ്റ്സ്. ഐഡൽസുമായിട്ട് ബന്ധപ്പെടുത്തി ഫസ്റ്റ് കിങ്സ് 11:7 ഡിറ്റസ്റ്റബിൾ ഐഡൽ ഓഫ് മോവാബ്. അപ്പൊ ഈ കാര്യം, അതായത് മോലേക്കിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് കുഞ്ഞുങ്ങളെ ഈ മോലേക്കിന്റെ ഐഡലിന് അവര് സ്വന്തം മക്കളെ അർപ്പിക്കുമായിരുന്നു. അത് ദൈവത്തിന്റെ മുമ്പിൽ അബോമിനേഷൻ, ഡിറ്റസ്റ്റബിൾ ആയിരുന്നു. അപ്പൊ 28 പ്രാവശ്യം ഇത് യൂസ് ചെയ്തതിന്റെ അകത്ത് ഇദ്ദേഹം പറയുന്ന രീതിയിൽ ഏകദേശം അർത്ഥം നമുക്ക് ഉപയോഗിക്കാമോ എന്ന് പറ്റുന്ന ഒറ്റ ലൊക്കേഷൻ, 28 സ്ഥലങ്ങളിൽ ഒറ്റ ലൊക്കേഷനിൽ മാത്രമേ ഫിൽത്ത് എന്നുള്ള വാക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇദ്ദേഹം പറയുന്ന മലം എന്ന് ഒരു കാരണവശാലും ഒരിടത്ത് പോലും അത് ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഇത് നിങ്ങൾക്ക് തന്നെ വെരിഫൈ ആവുന്നതാണ്. ഡിറ്റസ്റ്റബിൾ ഐഡൽ എന്നാണ് ഈ 28 സ്ഥലത്ത് 26 സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ അത് വെരിഫൈ ആവുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അത് അദ്ദേഹത്തിന്റെ മിസ്റെപ്രസെന്റേഷൻ ആയിരുന്നു. രണ്ടാമത്, ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം, അതായത് യഹോവയുടെ ഒരു സൈക്കോ ദൈവമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് ഓർമ്മിപ്പിക്കാനുള്ളത്, ആവർത്തന പുസ്തകം 28-ന്റെ 1 മുതൽ 14 വരെ, നമ്മൾ 1 മുതൽ 14 വരെ നമ്മൾ നോക്കുമ്പോൾ അതെന്താണ്? അനുഗ്രഹങ്ങളും. 14-ന് ശേഷം, അതായത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹമെന്നും, അതായത് ഇങ്ങനെയാണ് ആവർത്തന പുസ്തകം 28-ന്റെ 1 മുതൽ, അതായത് രണ്ടാമത്തെ വാക്യം, ഞാൻ ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളെയും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും ഇത് ഉന്നതമാക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ ഗർഭഫലവും കൃഷിഫലവും ഇതെല്ലാം അനുഗ്രഹിക്കപ്പെടും. നിന്നെ എതിർക്കുന്ന ശത്രുക്കളുടെ നിന്റെ മുമ്പിൽ തോക്കുമാറാക്കും. ഇങ്ങനെയെല്ലാം പറഞ്ഞ അനുഗ്രഹങ്ങളുടെ ഒരു പട്ടിക പറഞ്ഞതിന് ശേഷം 15-ാം വാക്യം മുതലാണ്, നീ ഇത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, നീ തെറ്റ് ചെയ്താൽ, നീ യഹോവയുടെ പ്രമാണങ്ങളെ പ്രയോഗിക്കാതെ രക്തപാതകവും തെറ്റും ചെയ്താൽ. അപ്പൊ ഷിബു സഹോദരൻ പറയുന്ന ഒരു ദൈവത്തിന് ഇസ്രായേൽ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇസ്രായേലിനെ ശിക്ഷിക്കാൻ പാടില്ല. അപ്പൊ അതാണ് ഒരു ബയസ്ഡ് ആയിട്ടുള്ള ഗോഡ്. പക്ഷേ യഹോവ അങ്ങനത്തെ ദൈവമല്ല. യഹോവ വളരെ ക്ലിയർ ആയിട്ട് അവിടെ നീതിയുള്ള ന്യായാധിപതിയാണ്. അതാണ് അവിടെ പൗലോസ് പറയുന്നത്, യാതൊരു മുഖപക്ഷവും കാണിക്കാതെ ഏത് സ്വന്തം ജനതയാണെങ്കിൽ പോലും ബ്ലസ് ചെയ്യുകയും അതുപോലെ വിധിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അപ്പം സഹോദരൻ ഈ സൈക്കോ ദൈവം എന്ന് പറയുന്നിടത്ത് അദ്ദേഹം ഈ ശാപം അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രമേ കണ്ടുള്ളൂ. 15-ന് താഴെയുള്ള വാക്യങ്ങൾ മാത്രമേ കണ്ടുള്ളൂ. 28-ന്റെ 1 മുതൽ 15 വരെ
ഉള്ള അനുഗ്രഹങ്ങളൊന്നും അദ്ദേഹം കണ്ടില്ല. അതെ, ഈ യഹോവ പറഞ്ഞിരിക്കുന്ന, അതെ, നീ നല്ല ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ഇന്ന അനുഗ്രഹം ഉണ്ടാവും, നീ നന്മ ചെയ്തില്ലെങ്കിൽ നിനക്ക് ഇന്ന ദോഷം ഉണ്ടാവും എന്ന് പറഞ്ഞതാണ്, പ്രൊണൗൺസ് ചെയ്താണ്. അതനുസരിച്ച് ചെയ്തില്ലെങ്കിൽ ആണ് ആ യഹോവ നീതിയുള്ള ന്യായാധിപതി ആവാതിരിക്കുന്നത്. അതാണ് പാപത്തെയാണ് ദൈവം ജഡ്ജ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ്. പിന്നെ ഈ സഹോദരൻ പറഞ്ഞത് യേശുവിനെ കുറിച്ച്, ഒരു പുതിയ ആൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നതിനെ കുറിച്ച് ആണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ പറയുന്ന 1 കൊരിന്ത്യർ 10:8 ഈ ക്രിസ്തുവിനെതിരെ ഡിസബേ ചെയ്തവരെ, ക്രിസ്തുവിന്റെ ആത്മാവിനെതിരെ ഡിസബേ ചെയ്തവരെ പഴയ നിയമത്തിൽ അവരെ പാമ്പുകളെ വിട്ട് കടിപ്പിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. ക്രിസ്തുവിന്റെ ആത്മാവിനെതിരെ സംസാരിച്ച് യൂദയുടെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഡിസബേ ചെയ്ത യൂദയുടെ ലേഖനം 5-ാം വാക്യത്തിൽ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ഡിസബേ ചെയ്തവരെ കർത്താവ് നശിപ്പിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം വളരെ കൃത്യമായിട്ട് വെളിപ്പാട് പുസ്തകം യോഹന്നാൻ സ്നേഹമുള്ള ആ സ്നേഹത്തിന്റെ അദ്ദേഹം അല്ല എഴുതിയെന്ന് നമ്മുടെ ഷിബു ബ്രദർ പറയുന്നുണ്ട്. ഞാൻ വാദത്തിന് ആ ഒരു കാര്യം ഞാൻ അക്സെപ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. എന്നാൽ പോലും എഴുതിയ ആൾ ആരാണെങ്കിലും വളരെ ക്ലിയർ ആയിട്ട് യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വം നടക്കുന്ന സമയത്ത്, ഞാൻ പറയുന്നത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലാണ്. അതായത് 1000 ആണ്ട് അവർ ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് കഴിഞ്ഞു. അതിനുശേഷം അടുത്തത് എഴുതിയിരിക്കുന്നത് 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം പിശാചിനെ തുറന്നു വിടുന്നു. അവൻ ചുറ്റുമുള്ള ജനതകളിൽ നിന്ന് അസംഖ്യം ജനത്തെ, അതിന്റെ അവിടെ എഴുതിയിട്ടുണ്ട്, കടലിലെ തിരകളുടെ അത്രയും തിരകളെ അത്രയും അസംഖ്യം ജനതയെ കൂട്ടി വിശുദ്ധ നഗരത്തിന് നേരെ കൊണ്ടുവന്നു. എന്നിട്ട് ഒറ്റ ഒരു വാക്യമാണ് അടുത്ത് എഴുതിയിരിക്കുന്നത്, സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി അവരെ എല്ലാം നശിപ്പിച്ചു. അതായത് എത്ര അസംഖ്യം ആളുകളെ. അപ്പോ ഇത് ഈ യേശുക്രിസ്തു ആരാണ്? ഈ യേശുക്രിസ്തു വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന യേശുക്രിസ്തു ആരാണ്? അപ്പോൾ സഹോദരൻ റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നുണ്ട്, ഇത് സുപ്രസാദ കാലം, ഇത് രക്ഷാദിവസം, ഇത് കൃപയുടെ യുഗം. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് കർത്താവ് ഇരിക്കുന്നത് കൃപാസനത്തിലാണ് ഇരിക്കുന്നത്. നമുക്കറിയാം, അതിനുശേഷം ന്യായാസനത്തിലേക്ക് കർത്താവ് പോകുന്ന ഒരു സമയമുണ്ട്. ഇപ്പോൾ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന, ഇപ്പൊ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും, ഈ ഗ്ലോറിയസ് ഗോസ്പലിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ദൈവവചനത്തിന്റെ നല്ല കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അതായത് കർത്താവ് ഈ സമയത്ത് ആരെയും ക്ഷമിക്കും, ആരോടും അവരുടെ പാവങ്ങൾ കണക്കെടുത്തില്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ വേറൊരു സമയം വരുന്നത്, അതിന്റെ കാരണം എന്താ, അതിന്റെ റീസൺ ഉണ്ട്. ബിക്കോസ് ജഡ്ജ്മെന്റ് ഇസ് റിസർവ്ഡ്. വി ആർ അണ്ടർ ദ ഏജ് ഓഫ് ഗ്രേസ്. ഇപ്പോൾ ആണ് സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇതാണ് ഏജ് ഓഫ് ഗ്രേസ്. അത് വളരെ ക്ലിയർ ആയിട്ട് റോമലേഖനത്തിൽ പറയുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ വാക്യവും റെഫറൻസും തരാം. അപ്പോ ഈ സമയത്ത്, അതിനുശേഷം ഈ ക്രിസ്തു ന്യായാസനത്തിൽ ഇരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്താണ് ജഡ്ജ്മെന്റിനെ കുറിച്ച് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ സുവിശേഷങ്ങളിൽ കർത്താവ് മനുഷ്യനെ രക്ഷിക്കാൻ വന്ന സമയത്ത്, കൃപായുഗത്തിന്റെ തുടക്കത്തിലുള്ള കർത്താവിനെ വെച്ച്, കർത്താവിന്റെ പഴയ നിയമത്തിലെ തെറ്റായിട്ടുള്ള കാര്യങ്ങളെ മാത്രം കണ്ടുകൊണ്ട്, തെറ്റായിട്ട് അതിനെ വ്യാഖ്യാനിച്ച്, നന്മകളൊന്നും കാണാതെ പഴയ നിയമം, അതുപോലെ ഫ്യൂച്ചറിൽ, അതായത് യൂദയുടെ ലേഖനവും, അതായത് കൊരിന്ത്യ ലേഖനത്തിലും, അതുപോലെ വെളിപ്പാട് പുസ്തകത്തിലും, ഇനി ക്രിസ്തുവിന്റെ സമയത്ത്, ക്രിസ്തുവിന്റെ കർത്തൃത്വം നടക്കുന്ന സമയത്ത്, ഇപ്പം നമ്മുടെ ഷിബു ബ്രദർ പറഞ്ഞുകൊണ്ടിരുന്ന AD 70-ന് ശേഷം ക്രിസ്തുവിന്റെ കർത്തൃത്വം ഏറ്റെടുത്ത യേശു ക്രിസ്തു കർത്തൃത്വം ഏറ്റെടുത്തു. ഈ സമയത്താണ്. എന്നിട്ട് പഴയ നിയമത്തിലുള്ള എല്ലാ കൊലകളെയും യഹോവയുടെ തലയിലാണ് വെച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ AD 70-ന് ശേഷം ക്രിസ്തു കർത്തൃത്വം എടുത്തതിന് ശേഷമാണ് ലോകത്തിൽ ഏറ്റവും അധികം മനുഷ്യക്കുരുതി നടന്നിട്ടുള്ളത്. കഴിഞ്ഞ 1900 ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാറിൽ മില്യൻസ് ആണ് മരിച്ചു വീണിട്ടുള്ളത്. അപ്പോൾ പഴയ നിയമത്തിലുള്ള എല്ലാ കൊലകളും, എല്ലാ മരണവും, എല്ലാ ആളുകൾ കൊന്നതിനെ എല്ലാം യഹോവയുടെ തലയിൽ വെച്ചിരുന്ന ഇതേ ശിവ സഹോദരന്റെ അതേ ക്രൈറ്റീരിയ വെച്ചിട്ട് പുതിയ നിയമത്തിൽ ഈ AD 70-ന് ശേഷം യേശുക്രിസ്തു കർത്തൃത്വം ഏറ്റെടുത്തുന്ന ഇദ്ദേഹം തന്നെ ഈ പറയുന്ന സമയത്തിന് ശേഷമുള്ള എല്ലാ കൊലകളും യേശുക്രിസ്തുവിന്റെ തലയിൽ വെക്കേണ്ടി വരും. അതേ ക്രൈറ്റീരിയ എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. ഞാൻ പറയുന്നത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അത് യഹോവയുടെ തലയിലും, പുതിയ നിയമത്തിൽ ഇപ്പോഴത്തെ സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ യേശുവിന്റെ തലയിലും വെക്കേണ്ട കാര്യമില്ല. അതാണ് നമുക്ക് തെറ്റ്. നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യേശുവിന്റെ സമയത്ത് നടന്നിരിക്കുന്ന യേശുവിന്റെ കർത്തൃത്വത്തിന്റെ സമയത്ത് നടന്നിരിക്കുന്ന വേൾഡ് വാറുകളുടെ ഉള്ളിൽ മില്യൻസ് ആണ് മരിച്ചിട്ടുള്ളത്. അതിനെല്ലാം യേശു ക്രിസ്തുവിന് ഉത്തരവാദിയാക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതുപോലെ പക്ഷേ വളരെ ക്ലിയർ ആയിട്ട് ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ അവിടെ സംഭവിക്കാൻ പോകുന്ന എന്താ കാര്യം, 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം സംഭവിക്കുന്ന കാര്യമാണ്. അതിൽ യേശുവിന് വളരെ ക്ലിയർ ആയിട്ടുള്ള കർത്തൃത്വമുണ്ട്. അതിൽ സ്വർഗത്തിന് കർത്തൃത്വമുണ്ട്. സ്വർഗത്തിൽ നിന്നാണ് തീരുന്നത്. അപ്പോൾ അപ്പൊ നമുക്ക് എന്താ പറ്റുന്ന പറഞ്ഞാൽ, ദൈവത്തെ കുറിച്ചുള്ള ഒരു റോങ് കൺസെപ്റ്റിൽ നിന്നാണ് ഇത് വരുന്നത്. അതായത് ദൈവത്തിന് ഒറ്റ ആട്രിബ്യൂട്ടേ ഉള്ളൂ. ഷിബു സഹോദരന്റെ ദൈവം സർവശക്തനല്ല. ശിബു സഹോദരന്റെ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. ഒരു ചെറിയൊരു മൃഗത്തെ പോലും കൊല്ലാൻ ആ ദൈവത്തിന് കഴിവില്ല. മനസ്സിലായി? പക്ഷെ അങ്ങനെയുള്ള ഒരു ദൈവത്തിനെ അല്ല നമ്മൾ കാണുന്നത്. ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ആ ദൈവം സർവശക്തനല്ല. അപ്പോൾ ശിബു സഹോദരന്റെ ദൈവം സർവശക്തനല്ല എന്ന് ഞാൻ ഡിക്ലെയർ ചെയ്യുന്ന എന്താ കാര്യം, ആ ദൈവത്തിന് ഒരു മനുഷ്യനെ വിധിക്കാൻ പറ്റത്തില്ല, ഒരു മനുഷ്യനെ ശിക്ഷിക്കാൻ പറ്റില്ല, എല്ലാ മനുഷ്യനെ സ്നേഹിക്കാൻ മാത്രം. അപ്പൊ സൽഗുണ സമ്പൂർണ്ണനല്ല ശിബു സഹോദരന്റെ ദൈവത്തിന്. എല്ലാ ഗുണങ്ങളും ഇല്ല, ഒറ്റ ഗുണമേ ഉള്ളൂ. ഏതാ? സ്നേഹം മാത്രം. അപ്പൊ നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് സ്നേഹമുണ്ട്. അപ്പൊ ഈ സ്നേഹമുള്ള നിങ്ങൾ മക്കൾ പറയുന്ന എല്ലാം മേടിച്ചു കൊടുക്കുമോ? അവർ പറയുന്ന എല്ലാത്തിനും നിങ്ങൾ വകവെച്ച് കൊടുക്കുമോ? അവർ ഡിസിപ്ലിൻ ചെയ്യില്ലേ? അവരെ അടിക്കത്തില്ലേ? അങ്ങനെ അതല്ലേ റിയലിസ്റ്റിക്, അതല്ലേ റിയാലിറ്റി. ഇതല്ലാതെ എന്ത് ചെയ്താലും കണ്ണടച്ച് ചിരിച്ച് മാത്രം കാണിക്കുന്ന, അതുപോലെ പഴയ നിയമത്തിൽ ഒളിച്ചിരിക്കുന്ന യഹോവനെ ഈ തോന്നിയാസം എല്ലാം കാണിക്കാൻ വേണ്ടി കയർ ഉരുവിട്ട, ഒരിടത്തും സംസാരിക്കാത്ത ഒരു അത്യുന്നതനെ പോർട്രേ ചെയ്യുന്ന ദൈവത്തിൽ അങ്ങനത്തെ ഒരു ദൈവം ഇല്ല. അദ്ദേഹത്തിന്റെ ഇമാജിനറി ദൈവമാണ്, ശിബു സഹോദരന്റെ ഇമാജിനറി ദൈവമാണ് ഈ അത്യുന്നതൻ. അല്ലാതെ ഈ കൃപായുഗത്തിന്റെ പുറത്ത്, അതായത് പാസ്റ്റിലോ ഫ്യൂച്ചറിലോ ഈ ശിബു ബ്രദർ പറയുന്ന പോലെ ഒരു ദൈവം ഇല്ല. അത് നമുക്ക് വളരെ, ശിബു ബ്രദർ ഈ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ ക്രിസ്തുവിന്റെ സന്നിധിയിൽ നടക്കുന്ന ആ കൊലയെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ തന്നാൽ കൊള്ളായിരുന്നു. വാക്യം വേണേ ഞാൻ പറയാം. ഓക്കെ, ഇതിനകത്ത് അജി സഹോദരൻ സൈക്കോ ദൈവം എന്ന് ഞാൻ പറഞ്ഞില്ല, സൈക്കോ ഹസ്ബൻഡ് എന്നാ പറഞ്ഞത്. അയാളെ ദൈവമായിട്ടൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല. സൈക്കോ ഹസ്ബൻഡ്, അത് വളരെ കൃത്യമായിട്ട് ഈ സൈക്കോ ഹസ്ബൻഡിന്റെ പ്രവൃത്തി എന്താണ്? സ്വന്തം ഭാര്യയുടെ തുണി അഴിച്ച് നാട്ടുകാരെ കാണിക്കുന്നു, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കള്ളു കുടിക്കുന്നു. മഹാകുടിയനാണ്, അയാൾക്ക് കുടിക്കാൻ വേണ്ടി അളവൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്.
എത്ര ലിറ്റർ വെച്ചാൽ ഓരോ ദിവസം കുടിക്കുന്നത്. വീക്കെൻഡിൽ ഭയങ്കര കൂടിയ, വീക്കെൻഡിൽ 7 ഇരട്ടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാസത്തിന്റെ ആദ്യം അമാവാസിയിലും പൂര കൂടിയാണ്. ഇങ്ങനെ മഹാമദ്യപാനിയും ഭാര്യ ഉപദ്രവിക്കുന്നവരുമായ ഈ ഭർത്താവ് എറിഞ്ഞത് അമേദ്യമല്ല, വേറെ എന്തോ പാത്രമോ, കിണ്ടിയോ മൊന്തയോ, എന്തായാലും ഭാര്യയുടെ മോന്തയ്ക്ക് എറിഞ്ഞല്ലോ. കിണ്ടിയോ മൊന്തയോ ഏതാണ്ടാണ് ഹീബ്രു വായിച്ചിട്ട് അജു ബ്രദർ വ്യാഖ്യാനിച്ചത്. ഉണ്ടെന്നോ ബക്കറ്റല്ല, കിണ്ടിയോ മൊന്തയോ ആയിരിക്കും, മനസ്സിലായോ? കിണ്ടിയോ മൊന്തയോ എടുത്ത് എറിയാണ്. അജു ബ്രദറിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. കാരണം കുരുപൊട്ടുക എന്നുള്ളൊരു അവസ്ഥയിൽ അങ്ങേയറ്റത്താണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് താങ്കൾ 22 മിനിറ്റ് സംസാരിച്ചിട്ട് ഞാൻ ഒരക്ഷരം മിണ്ടിയില്ല. ഞാൻ വാ തുറന്നപ്പോഴേ താങ്കൾക്ക് കുരു പൊട്ടാൻ തുടങ്ങി. അത് കുഴപ്പമില്ല, അസ്വസ്ഥത ഉണ്ടാവും. ഈ യഹോവ ഒരു സൈക്കോ ഹസ്ബൻഡാണ്. സൈക്കോ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ മഹാമാനസിക രോഗമാണ് അദ്ദേഹത്തിന്. എന്നാൽ യേശുക്രിസ്തുവിന് അത്തരത്തിലുള്ള മാനസിക രോഗം ഇല്ല, ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ല. വളരെ സൗമ്യനായി ശാന്തനായി നിൽക്കുന്ന ഹസ്ബൻഡ്. പിന്നെ ഇദ്ദേഹം പറയുന്നത് അനുഗ്രഹം പറഞ്ഞായിരുന്നു, ഏത് സൈക്കോ ഹസ്ബൻഡും ഭാര്യയോട് ചാടുവാക്കുകൾ പറയും. മുഴുവൻ സമയം തെറിയല്ല, മുഴുവൻ സമയം ഇടിയല്ല. അവളോട് ലോകം പറയും, ചക്കരെ പൊന്നെ മുത്തേ പഞ്ചാരെ എന്നൊക്കെ പറയും, കാര്യം സാധിക്കാൻ വേണ്ടി. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും പറയും. പിന്നെ അവന്റെ സ്വഭാവം വെളിപ്പെടും. അവന്റെ സ്വഭാവത്തിന് സ്ഥായി ഭാവമില്ല, മനസ്സിലായോ? നിങ്ങൾ ഈ സൈക്കോ ഹസ്ബൻഡ് ഫുൾ ടൈം അങ്ങ് വിച്ചാത്തി എടുത്ത് കുത്താന്നാണ് അവിടുത്തെ. അപ്പൊ ഞാൻ നിനക്ക് അത് തരാം, നിനക്ക് ഇത് തരാം, സാരി മേടിച്ച് തരാം, സിനിമയ്ക്ക് കൊണ്ടുപോകാം, ബീച്ചിൽ കൊണ്ടുപോകാം, നമുക്ക് ടൂർ പോകാം, സ്വിറ്റ്സർലൻഡിൽ പോകാം, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ അവന്റെ തനിക്കോണം മനസ്സിലാകുന്ന എപ്പോഴാണ്? അതാണ് നിങ്ങൾ വായിച്ചത് നിങ്ങളുടെ കാല വെടിവെക്കാരൻ ആവർത്തനം 28 1 മുതൽ 14 വരെ. ഈ പറഞ്ഞ അനുഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഇസ്രായേൽ എന്ന ഭാര്യയ്ക്ക് യഹോവ എന്ന കിരാതനായ ഭർത്താവ് ചെയ്തു കൊടുത്തതിന്റെ ഒരു തെളിവ് അജു ബ്രദറിന് വെക്കാൻ പറ്റുമോ? ഇയാൾ 14 വാക്യങ്ങളിൽ മുഴുത്ത അനുഗ്രഹം ഉണ്ടാക്കുന്നു പറഞ്ഞു, ഓരനുഗ്രഹം കൊടുത്തില്ല. അത് കഴിഞ്ഞ് മുഴുവൻ ശാപവും പ്രാക്കും തന്നെ. കുടിയനായ ഒരു ഭർത്താവിന് അത് കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കള്ളുകുടിയനായ ഭർത്താവായിട്ടാണ് യഹോവയെ ബൈബിളിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഫുൾ ടൈം കള്ളും കുടിച്ച് ഇങ്ങനെ ചീത്ത വിളിച്ച് ഭാര്യയെ പറ്റി അപവാദം നാട്ടുകാരോട് പറയുകയാണ്. നീ നോക്ക്, ഇത് കണ്ടോ, നാട്ടുകാരെ കണ്ടോ, ഇവള് മഹാവേശിയാണ്, ഇവളെല്ലാ പച്ചമരത്തിന് കീഴിൽ നഗ്നയായി കാലുകൾ അകത്തി മലർന്നു കിടന്ന്. എന്തുവാണ് അജു ബ്രദറിന്റെ ദൈവം പറയുന്ന? അജുവിന്റെ യഹോവ ദൈവം പറയുന്നതാണ് ഇവൾ നഗ്നയായി കാലുകൾ അകത്തി മലർന്നു കിടന്നെന്ന്. എന്നിട്ട് അത് എഴുതി വെച്ചിരിക്കുക ആ പുസ്തകത്തിൽ. അപ്പൊ അങ്ങനെ സ്വന്തം ഭാര്യ ആക്ഷേപിക്കുന്ന, സ്വന്തം ഭാര്യ അപമാനിക്കുന്ന, അവസാനം സ്വന്തം ഭാര്യ ഉപദ്രവിച്ച് മോന്തയിൽ കിണ്ടി മൊന്ത എറിഞ്ഞെന്നാണ്. ഞങ്ങളത് തീട്ട എറിഞ്ഞെന്നാണ് വായിച്ചത്. അദ്ദേഹം ഹീബ്രുവിലൂടെ കുഴിഞ്ഞിറങ്ങി ചെന്നത് കിണ്ടി മൊന്തയൊക്കെയാണെന്ന് പറഞ്ഞു. ഓക്കെ, കിണ്ടി മൊന്ത പാത്രം എല്ലാം ഭാര്യയുടെ നേരെ വലിച്ചെറിഞ്ഞു. അവസാനം അവിടെ തുണി പറിച്ച് നാട്ടുകാരെ കാണിച്ചു. അവസാനം അവളെ ഉപേക്ഷിച്ചു. ഇങ്ങനെ മാനസികമായും ശാരീരികമായും സാമൂഹികമായും വൈകാരികമായും ചൂഷണം ചെയ്യപ്പെട്ടും പീഡിപ്പിക്കപ്പെട്ടും അപമാനിക്കപ്പെട്ടും ഉപേക്ഷിക്കപ്പെട്ടും കിടന്ന വൈദവ്യം ബാധിച്ച ഈ സ്ത്രീയെ തേടി ദൈവത്തിന്റെ പുത്രൻ വന്നു, രാജകുമാരൻ. അങ്ങനെയാ പറയുന്നത്, രാജകുമാരൻ ഈസ് ദ പ്രിൻസ്. അപ്പൊ ദൈവം തന്റെ രാജകുമാരനെ അയച്ചു ആരെ വിവാഹം കഴിക്കാൻ? ഈ ക്രൂരനായ, ഈ വസൂരിക്കലകളുള്ള കൊമ്പം മീശക്കാരനായ, കള്ളരിച്ചു കുടിക്കുന്ന മീശയുള്ള, മുഴുക്കുടിയനായ ഈ ഭർത്താവിന്റെ പീഡനവും താടനവും ഏറ്റ് ശരീരവും മനസ്സും തളർന്ന ഈ പെൺകുട്ടിയെ തിരക്കി ദൈവം തന്റെ പുത്രനെ അയച്ചു. ഇതാണ് സ്നേഹഗാഥ ബൈബിളിന്റെ ക്രക്സ് എന്താണെന്ന് മനസ്സിലാക്കാതെ ഇറങ്ങി നടക്കുന്ന നിങ്ങളെ പോലെയുള്ളവരോട് എനിക്ക് ഒരു ലോഡ് പുച്ഛമാണ് സഹോദര, സഹതാപം. കാരണം എന്താണ് ദൈവത്തിന്റെ സ്നേഹം? ഫോർ ഗോഡ് സോ ലവ്ഡ് ആൻഡ് ഹി സെന്റ് ഹിസ് സൺ. ആരെ സ്നേഹിക്കാനാണ് വിട്ടെന്നറിയാമോ? ഇതുപോലെ ഒരു കിരാതനായ ഭർത്താവിനാൽ കന്യകാത്വം നഷ്ടപ്പെട്ട്, മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ട്, ശാരീരികമായും മാനസികമായും എല്ലാ തരത്തിലും ചൂഷണം ചെയ്യപ്പെട്ട് തകർന്നടിഞ്ഞ് അവസാനം ഒരു നുഖത്തിന്റെ കീഴിലിരിക്കുന്ന ഈ പെൺകുട്ടിയെ തിരക്കി അവളെ സ്നേഹിക്കാൻ, ഒരു കന്യകയെ പോലെ അല്ലെ, അവളെ സ്നേഹിക്കാൻ വേണ്ടി ഈ വൈദവ്യം ബാധിച്ച് ഈ മനസ്സ് തകർന്നിരിക്കുന്ന ഈ ഇസ്രായേലിനെ സ്നേഹിക്കാൻ വേണ്ടി ദൈവത്തിന്റെ പുത്രൻ രാജകുമാരൻ വന്നു. എന്നാൽ ആ രാജകുമാരൻ വന്ന് കല്യാണം കഴിക്കുമ്പോൾ ഈ പഴയ കുടിയെ വീണ്ടും ശല്യം ഉണ്ടാക്കിക്കൊണ്ട്, അതിനാണ് ലെറ്റസ് ഡൈ ടുഗദർ, നമുക്ക് ഒരുമിച്ച് മരിക്കാം. അപ്പൊ പിന്നെ എല്ലാ തെളിവും നഷ്ടപ്പെട്ടു, ഒരു ലീനും ഇല്ല, ഒരു ക്ലെയിമും പിന്നെ യഹോവയ്ക്ക് വെക്കാൻ പറ്റില്ല. അതിനാണ് സ്നാനം. ഇതിനല്ലാതെ നിങ്ങൾ നടത്തുന്ന ബന്ധക്കോസുകാർ പോയി പോത്തുകുളത്തിൽ മുങ്ങുന്ന അല്ല സ്നാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞങ്ങളുടെ പരിശുദ്ധനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ക്രിസ്തുവിനോട് ചേരുവാൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുക. 6-ാം അധ്യായത്തിൽ അത് വിവരിച്ചിട്ട് റോമാലേഖനം 7-ാം അധ്യായത്തിൽ വരെ പറയാണ്, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് മറ്റൊരുവനായി തീരേണ്ടതിനാണ് ഇത് നടത്തുന്നത്. ഈ വിശുദ്ധ കൂദാശ നടത്തുന്നതിന്റെ കാരണം യഹോവയുടെ ക്ലെയിംസ് മുഴുവൻ മാറി വിശുദ്ധീകരിക്കപ്പെട്ടു. ശുഭ്രവും ശുദ്ധവുമായ നിർമ്മല വസ്ത്രം ധരിച്ചുകൊണ്ട് ആ നവോഢയായിട്ട്, മണവാട്ടിയായിട്ട് അവൾ ക്രിസ്തുവിന്റെ വലതുഭാഗത്ത് നിൽക്കുകയാണ്. ആ ക്രിസ്തു അവളെ പരിഹസിക്കുന്നില്ല, അവളെ നിന്ദിക്കുന്നില്ല. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടു കൊണ്ടുവന്ന സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ള റിട്ടേൺ നിയമം നിൽക്കുക യേശു അവളെ നോക്കി പറഞ്ഞു, ഞാൻ നിന്നെ വിധിക്കുന്നില്ല, പോയിക്കൊള്ളുക. അപ്പൊ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പുതപ്പ് സഭയുടെ മേൽ എന്നേക്കുമായി വീണിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കുന്നില്ല, അത് കുറച്ച് കഴിയുമ്പോൾ മാറ്റിച്ച് വീണ്ടും അവൾക്ക് പഴയ പോലെ ഇടിക്കുന്ന യഹോവ വെളിപ്പെട്ട് വരുമെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ സ്വപ്നം മാത്രമാണ്. യേശു ക്രിസ്തു യഹോവ വെളിപ്പെടുന്ന കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന അജുവൊക്കെ കാത്തിരുന്ന് കണ്ണു കളിക്കാന്നുള്ളതല്ലാതെ അത് വെളിപ്പെടാൻ പോകുന്നില്ല എന്ന് മാത്രം പറയുകയാണ്. താങ്ക് യു ബ്രദറെ. ബാക്കിയുള്ളവർക്കും ഈ അജുവിനോടുള്ള ചർച്ചയിൽ പങ്കെടുക്കാം. യഹോവയെ സപ്പോർട്ട് ചെയ്യുകയോ പെയിന്റ് അടിക്കുകയോ ഒക്കെ ചെയ്യാം. താങ്ക് യു ശുഭ ബ്രദറെ. എനിക്ക് ഒന്നാമത് അദ്ദേഹം പറഞ്ഞത് ആ വീഞ്ഞിന്റെ കാര്യം, മദ്യം, അതൊരു മിസ്റെപ്രസെന്റേഷൻ ആണ്. ഞാൻ എന്റെ വാക്യങ്ങൾ നേരിട്ട് വായിക്കാം.
ഒന്നാമത് നമ്മൾ കാണുന്ന ആവർത്തനം 14:26 നിന്റെ ഇഷ്ടം പോലെ മാടോ ആടോ വീഞ്ഞോ മദ്യമോ ഇങ്ങനെ നീ ആഗ്രഹിക്കുന്ന ഏതിനെയും ആ പണം കൊടുത്തു വാങ്ങി നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് തിന്ന് നീയും നിന്റെ കുടുംബവും സന്തോഷിക്കണം. അപ്പോ അത് യഹോവയല്ല അവിടെ കുടിക്കാൻ പറയുന്നത്, അതായത് അവരുടെ കുടുംബം, നീയും നിന്റെ കുടുംബവും സന്തോഷിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്, അല്ലാണ്ട് യഹോവ കുടിക്കുന്നല്ല അവിടെ പറഞ്ഞേക്കുന്നത്. പിന്നെ അടുത്തത് സംഖ്യാപുസ്തകം 28:7 അതിന്റെ അടുത്ത വാക്യം കൂടെ അതിന്റെ അടുത്ത വാക്യം കൂടെ 26 കഴിഞ്ഞിട്ടുള്ള അടുത്തത് 27 നിന്റെ പട്ടണങ്ങളിലുള്ള ലേവിനെ മറന്നു കളയരുത്. ശരിയാ, കറക്റ്റാ പറഞ്ഞത്, ബ്രദർ പറഞ്ഞ കറക്റ്റാ, വളരെ സ്നേഹമുള്ള യഹോവ. ഓക്കെ, എന്നാ ശരി. അപ്പൊ നിന്റെ പ്രവൃത്തികൾ പട്ടണങ്ങളിലുള്ള ലേവിനെ മറന്നു കളയരുത്, അവന് നിന്നോട് കൂടെ ഓഹരിയും അവകാശവും ഇല്ലല്ലോ. അതുകൊണ്ടോ വളരെ സ്നേഹിക്കുന്ന ദൈവം കർത്താവ്. ഇനി വായിക്കണോ? എന്നാ ശരി. നീ ചെയ്യുന്ന സകല പ്രവൃത്തികളിലും അതെ, നിന്നോട് കൂടെ അവിടെ പറഞ്ഞിരിക്കുന്നത് യഹോവ നിന്നെ അനുഗ്രഹിക്കേണ്ടത് നിന്നോട് കൂടെ ഓഹരിയും അവകാശവും ഇല്ലാത്ത ലേവ്യനും നിന്റെ പട്ടണങ്ങളിലുള്ള പരദേശിയും അനാഥനും വിധവയും വന്ന് നമ്മുടെ അല്ല ഇത് തിന്ന് തൃപ്തരാവണമെന്നാ സൗര പറയുന്നത്. അതായത് യഹോവ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ? ബ്രദറെ, അപ്പൊ ഇവിടെ വളരെ ക്ലാരിഫൈ ചെയ്ത് കാണുന്നുണ്ട് അവിടെ ആരാണ് ഇത് കുടിക്കണമെന്നോ, യഹോവയാണോ കുടിക്കണമെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ കുടുംബം. പിന്നെ അടുത്ത വാക്യം സംഖ്യാപുസ്തകം 28:7 അതിന്റെ പാനീയാഹാരം കുഞ്ഞാടൊന്നിന് 1/4 ഹീൻ മദ്യം ആയിരിക്കണം, അത് യഹോവയ്ക്ക് പാനീയയാഗമായി വിശുദ്ധ മന്ദിരത്തിൽ ഒഴിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ എവിടെയാണ് യഹോവ ഇതെല്ലാം വന്ന് കുടിക്കും? അതാണല്ലോ പറയുന്നത്. അതായത് ഇവർ പറയുന്ന കേട്ട് നോക്കി കഴിയുകയാണെങ്കിൽ, ഇമാജിൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ, യഹോവ എന്ന് പറയുന്ന ഒരു ദുർമൂർത്തി അവിടെ ഇരിക്കുന്നു, എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് നിങ്ങൾ എന്റെ അടുത്തോട്ട് കൊണ്ടുപോവാ, എന്റെ അടുത്ത് കൊണ്ടുവന്ന് ഇവിടെ വെക്ക്, എനിക്ക് കുടിക്കണം എന്നുള്ള രീതിയിലാണ് ഇവർ അവതരിപ്പിക്കുന്നത്. പക്ഷെ അവിടെ എന്താണ് ശരിക്കും എഴുതിയിരിക്കുന്നത്? അവിടെ ഒരു ചെറിയ സംഭവം ഉണ്ട്. 6 വയസ്സുള്ള കൊച്ചിന് മോശമല്ലേ പറയുന്നത്? ഇസ്ലാമിസ്റ്റുകൾ മോശമല്ലേ? 9 വയസ്സുള്ളതിനല്ലേ? ഇതിനൊരു ഉത്തരം പറയണം. അതായത് യഹോവ കുടിക്കാൻ വേണ്ടി ഇവരുടെ നിന്ന് മേടിച്ചെന്ന് പറയുന്നത്. പക്ഷെ അങ്ങനല്ല ദൈവവചനം പറയുന്നത്. അപ്പൊ ദൈവവചനത്തിനെ കോട്ടി മാറ്റുന്ന ആളുകളെ നിങ്ങൾ വിശ്വസിക്കണം. ഞാൻ ഇതിനു മുമ്പ് വായിച്ച ഒന്നുകൂടെ വായിക്കാം. ആദ്യത്തെ വാക്യം ആവർത്തനം 14:26 വായിക്കണോ? നിന്റെ ഇഷ്ടം പോലെ മാടോ ആടോ വീഞ്ഞോ മദ്യമോ ഇങ്ങനെ നീ ആഗ്രഹിക്കുന്ന ഏതിനെയും ആ പണം കൊടുത്തു വാങ്ങി നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് തിന്ന് നീയും നിന്റെ കുടുംബവും സന്തോഷിക്കണം. കേട്ടല്ലോ, അതാണ് ആവർത്തനം 14:26. അടുത്തത് സന്തോഷമല്ലേ, പിന്നെ പുതിയ നിയമത്തിൽ മാറ്റി മദ്യപിക്കുന്ന സന്തോഷം യഹോവ പറഞ്ഞല്ലോ. പുതിയ നിയമത്തിൽ പറയുന്നുണ്ടല്ലോ നിന്റെ അജീർണ നിമിത്തം കുറച്ച് വീഞ്ഞ് കഴിക്കാൻ പറയുന്നുണ്ട്. ഇത് മദ്യം എന്നല്ലേ പറയുന്നത്? അത് പഴയ നിയമത്തിലെ സൗകര്യം. സഹോദരി എന്താണെങ്കിലും അല്ല, അതൊക്കെ ശരി. എന്താ കാര്യം പറഞ്ഞാൽ അത് വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള വീഞ്ഞ് അവിടെ കിട്ടിയത്. അപ്പം അത് നമ്മൾ മെയിൻ പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. യഹോവ കുടിക്കാൻ വേണം, ഇയാൾ മേടിച്ചോണ്ട് വരണം എന്ന് പറയുന്നു എന്നാണ് നാളുകളായിട്ട് നമ്മുടെ ശിവു ബ്രദറും ജിജിയും ക്ലെയിം വെക്കുന്നത്. പക്ഷേ യഹോവ കുടിയനാണ്. യഹോവ രാവിലെ വൈകിട്ട് മദ്യം കൊടുക്കണമെന്നും ശബത്തിൽ 7 ഇരട്ടി കൊടുക്കണമെന്നും മാസത്തിന്റെ ആദ്യം 30 ഇരട്ടി കൊടുക്കണമെന്നും എഴുതി വെച്ചിട്ടുണ്ട്. യഹോവയ്ക്ക് ദൈവാലയത്തിൽ കൊണ്ട് പറയട്ടെ, യഹോവയ്ക്ക് ദൈവാലയത്തിൽ കൊണ്ട് നിവേദിക്കണം. ഇടയ്ക്ക് കയറാതെ യഹോവയ്ക്ക് നിവേദിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദേവന് നിവേദിക്കുന്ന നിവേദ്യം ആ ദേവന്റെ ആഹാരമാണ്. അവിടെ കൊണ്ട് ഒഴിക്കണം എന്ന് പറഞ്ഞേ. യഹോവയുടെ സന്നിധിയിൽ മദ്യം ഒഴിക്കണം. എന്തിന്? ഞാൻ ചാത്തൻ സേവയൊക്കെ കണ്ടിട്ടുണ്ട്. ചാത്തൻ സേവ നടത്തുന്നവർ ചാത്തന്റെ മുമ്പിൽ മദ്യം ഒഴിക്കും. ആ മദ്യം അപ്രത്യക്ഷമാകുകയും ചെയ്യും. നിങ്ങൾക്ക് വേണം, ഞാൻ അഡ്രസ് പറഞ്ഞാൽ നിങ്ങൾ നേരിട്ട് പോയി കണ്ടുബോധ്യപ്പെടും. ഒരു ചാത്തനായിരുന്നു നിന്റെ യഹോവ. നിന്റെ യഹോവ ലക്ഷണമൊത്ത ചാത്തനായിരുന്നു. മദ്യം ഒഴിച്ച് ചാത്തൻ സേവ അവർ നടത്തി. നിനക്ക് അല്ലെങ്കിൽ തെളിയിക്കാൻ നീ തെളിയിക്കേ. ചുമ്മാ അത് ബാക്കി അതല്ല. സംഖ്യ 28 വായിച്ചില്ല, 28 കൊണ്ട് വായിക്കേ. നിങ്ങൾ വായിച്ച വാക്യം തന്നെ വായില്ല. എന്നിട്ട് അവന്റെ സന്നിധിയിൽ ഒഴിക്കണമെന്നല്ലേ പറഞ്ഞേ? വേറെ ആരെ കുറിച്ച് വായിച്ചിട്ട് പറ. അല്ലല്ല, സംഖ്യ 28:6, 7. അപ്പൊ അതിനു മുമ്പ് ഇനി സ്കിപ്പ് ചെയ്തൊന്നും പറയണ്ട. 5 മുതൽ ഞാൻ വായിക്കുകയാണ്. ഇടിച്ചെടുത്ത എണ്ണ 1/4 ഹീൻ ചേർത്ത് ഒരിടങ്ങഴി മാവ് ഭോജനയാഗമായും അർപ്പിക്കണം. ഇത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി സീനായി പർവ്വതത്തിൽ വെച്ച് നിയമിക്കപ്പെട്ട നിരന്തര ഹോമയാഗം. അതിന്റെ പാനീയയാഗം കുഞ്ഞാടൊന്നിന് 1/4 ഹീൻ മദ്യം ആയിരിക്കണം. അത് യഹോവയ്ക്ക് പാനീയയാഗമായി വിശുദ്ധ മന്ദിരത്തിൽ ഒഴിക്കണം. അടുത്ത വാക്യം മറ്റേ കുഞ്ഞാടിനെ വൈകുന്നേരത്ത് യാഗം കഴിക്കണം. അതിനെ രാവിലത്തെ ഭോജനയാഗവും അതിന്റെ പാനീയയാഗവും പോലെ യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി അർപ്പിക്കണം. ഇവിടെ എവിടെയാണ് യഹോവ ഈ മദ്യം എടുത്ത് കുടിക്കുന്നതായിട്ട് ഇവിടെ എവിടെയെങ്കിലും ഓൾഡ് ടെസ്റ്റമെന്റിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ സൗര? നിങ്ങൾ ഇത്രയും പൊട്ടത്തരം പറയുമ്പോൾ ഇരിക്കണം. യഹോവയ്ക്ക് ഒഴിക്കണം, യഹോവയുടെ തന്നെ ഒഴിക്കണം പറഞ്ഞാൽ നിങ്ങൾക്ക് പുരാതന മതങ്ങളുടെ ആരാധന സമ്പ്രദായങ്ങൾ, ചാത്തൻ സേവ, ഇതിനെപ്പറ്റി ഒന്നും ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു ചാത്തൻ സേവ കാണാം. ഞാൻ വേണ്ടി അഡ്രസ് പറഞ്ഞുതരാം. നിങ്ങൾ പോയി നേരിട്ട് ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിൽ പോയി ഈ ചാത്തൻ സേവ കണ്ടിട്ട് അവർ മദ്യം ഒഴിക്കുമ്പോൾ ചാത്തൻ കുടിക്കുന്നുണ്ടോ നോക്ക്. ചാത്തന്റെ സന്നിധിയിലോട്ട് ഒഴിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ തന്നെ ഇത് വലിച്ചോണ്ട് പോകുന്നതും കാണാം.
കാണുന്നത്. അപ്പൊ സഹോദരൻ പറയുന്നത് ആ ദാവീദും ചാത്തനാണ്, നിന്റെ യഹോവ ചാത്തനാണ്, ചാത്തനാണ്, അല്ല ചാത്തനാണ്. അപ്പൊ ആ ദാവീദും ശലോമോനും ഓൾഡ് ടെസ്റ്റമെന്റിലുള്ള എല്ലാവരും, എല്ലാ പ്രവാചകന്മാരും, യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവചനങ്ങൾ എഴുതിയിരിക്കുന്ന പ്രവാചകന്മാരും എല്ലാവരും ഈ പറയുന്ന യാഗങ്ങളെല്ലാം അർപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ചാത്തന് വേണ്ടി എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അത്യുന്നതൻ എവിടെ സഹോദര? അങ്ങനെ നിങ്ങളുടെ അത്യുന്നതൻ എവിടെ ഒളിച്ചിരിക്കുന്നു? ദാവീദ് പറഞ്ഞാൽ അനന്യാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു, ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല, എന്റെ ദൈവം എന്റെ ഹൃദയം തകർന്നിരിക്കുമ്പോൾ ആ പറയരുത് അവരാ, ഇടയ്ക്ക് കയറി ഉണ്ടാക്കാതെ. നിങ്ങൾ എന്തിനാ കിടന്ന് ബഹളം വെക്കുന്നേ? എടോ, ഇസ്രായേൽ ഒരു ചാത്തൻ സേവയിൽ പെട്ടുപോയി. അവർ പെട്ടത് അവരെ പെടുത്തില്ല, അവർ പെട്ടു. അതിൽ നിന്ന് അവരെ രക്ഷിക്കാനാണ് യേശു ക്രിസ്തു വന്നത്. ക്ലിയർ ആയിട്ട് യേശു വന്ന ചാത്തൻ സേവ അവരെ രക്ഷിച്ചു. ഇവന്മാർ ചാത്തൻ സേവ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി വേറെ അതിലെ ഓടാതെ ഈ യഹോവയുടെ സന്നിധിയിൽ ഒഴിക്കുന്ന മദ്യം യഹോവയ്ക്കല്ലായിരുന്നു എന്ന് അജു ബ്രദർ തെളിയിക്ക്. അവിടെ നിന്ന് ആൺകുട്ടിയായിട്ട് അവിടെ നിന്ന് തെളിയിക്ക്. യഹോവയുടെ സന്നിധി മദ്യം ഒഴിക്കുന്നത് എന്തിനാണ്? അത് യഹോവയ്ക്കാണോ അല്ലയോ? പറഞ്ഞു, യഹോവയ്ക്കാണോ അല്ലയോ? വേറെ ആൾക്കാണ്, അത് ആർക്കാന്ന് പറ. നമ്മൾ അവിടെ വരുന്ന സാധനങ്ങൾ ആർക്കാണ് എന്ന് അവിടെ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് നമ്മൾ യാഗങ്ങളെ കുറിച്ച് കാണുമ്പോൾ അതിൽ ഇത്ര പോർഷൻ അത് ദഹിപ്പിക്കണമെന്ന്, ഇത്ര പോർഷൻ അവിടെ സെർവ് ചെയ്യുന്ന ലേവ്യ പുരോഹിതന്മാർക്ക് അവരുടെ അവകാശമാണെന്ന് എഴുതിയിട്ടുണ്ട്. അല്ലാണ്ട് യഹോവ അവിടെ ഫിസിക്കലായിട്ട് വന്നിട്ട് ഒരിടത്തും ഒന്നും കുടിക്കുന്നുമില്ല, ഒന്നും എടുക്കുന്നുമില്ല. അതെല്ലാം നിങ്ങളുടെ മിസ്റെപ്രസെന്റേഷൻ ആണ്. ഇതേ യഹോവയുടെ പ്രവാചകന്മാരായിട്ടും ഈ പുസ്തകങ്ങളിൽ ഇതേ യഹോവയുടെ പുസ്തകം, ആ പ്രവാചകന്മാർ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളിൽ വന്ന് എഴുതിയിരിക്കുന്ന യേശുവാണ് ഇവിടെ റിവീൽഡ് ആയിരിക്കുന്നത്. അവരെല്ലാം ചാത്തൻ സേവ ചെയ്തു. പഴയ നിയമത്തിലുള്ള വിശുദ്ധന്മാരെല്ലാം ചാത്തൻ സേവ ചെയ്തെന്നാണോ താങ്കൾ പറയുന്നത്? അതിനൊന്നും ഒരു ജസ്റ്റിഫിക്കേഷനും ഇല്ല സാർ. എന്നാൽ പിന്നെ ഈ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ യേശു അത് യഹോവയ്ക്ക് തന്നെ ഡെലിവർ ഇട്ടിട്ടുണ്ട്. എല്ലായിടത്തും യഹോവയ്ക്ക് തന്നെ. അപ്പം അജു പറഞ്ഞു ഫിസിക്കലി വരുന്നില്ലെന്നോ? അപ്പൊ ഫിസിക്കലി വരത്തില്ല. അല്ല, അജു പറയുന്ന നിങ്ങൾ ഓടാതെ വരാ. നിങ്ങൾ വേറെ വിഷയത്തിലൊക്കെ യേശുവിലേക്ക് ഒക്കെ ഒത്തിരി ഓടുന്നത്. യേശുവൊക്കെ അവിടെ നിന്നോട്ട് തികച്ചും വ്യത്യസ്തനാണെന്ന് പൗലോസ് എഴുതി ഞാൻ വായിച്ച അട്രോസാണ്. നിങ്ങൾ ഇവിടെ നിൽക്കുക. ഈ യഹോവയ്ക്കുള്ള സന്നിധിയിൽ ഈ പറഞ്ഞ മദ്യം പുരോഹിതന്മാരെ അവിടെ ഈ ദൈവസന്നിധിയിൽ ഒഴിക്കണം എന്ന് എഴുതിയിരിക്കുകയാണ്. ഈ ഒഴിക്കുന്ന ഇവർ കുടിച്ചെന്നാണോ? അവർക്ക് യഹോവയ്ക്കുള്ള ഓഹരിയുണ്ട്, പുരോഹിതന്മാർക്ക് ഓഹരിയുണ്ട്. പെണ്ണിനെ പിടിക്കുമ്പോഴേ പുരോഹിതന്മാർക്ക് 310 പെണ്ണുങ്ങളെ കൊടുത്ത് 32 പെണ്ണുങ്ങളെ എനിക്ക് തരണമെന്ന് പറഞ്ഞാൽ അത് പുരുഷൻ തൊടാത്ത വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ മാല കെട്ടാണ് കഴിഞ്ഞ ദിവസം ഒരാളെന്ന് പറഞ്ഞു, യഹോവയുടെ സന്നിധി മാല കെട്ടാൻ പെണ്ണുങ്ങളെ വേണം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിഷമം അറിയാം സഹോദര. ഈ യഹോവ എന്ന് പറഞ്ഞ ഒരു ദുർമൂർത്തിയാണ്. നിങ്ങൾ ഇനിയല്ല ആ യഹോവ ആരാധന വിട്. നിങ്ങൾ സത്യദൈവത്തിലേക്ക് മടങ്ങുക, അവന്റെ പുത്രനായ യേശു ക്രിസ്തു വിശ്വസിക്കുക, സുവിശേഷം വിശ്വസിക്കുക. നിങ്ങൾ ഇത് കേക്ക്. ഇത് അവിടെ മദ്യം ഒഴിക്കണമെന്ന് പറഞ്ഞാൽ യഹോവയ്ക്കാണ് ഒഴിക്കുന്നത്. നിങ്ങൾ അതിനെ എങ്ങനെ ന്യായീകരിച്ചാലും നിങ്ങൾക്ക് ഈ പറഞ്ഞ ആരാധനകളെ പറ്റി അറിയത്തില്ല. നിങ്ങൾ പറയുകയാണ് യഹോവ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളൊന്നും ഇല്ല, അതൊരു സങ്കല്പമാണ്, അത് പുരോഹിതന്മാരൊക്കെ എല്ലാം കൂടെ ഇറച്ചി തിന്നാനും കള്ളു കുടിക്കാനും നടത്തിയ ഒരു സെറ്റപ്പാണ്. യഹോവ അവരുടെ മനസ്സിലുള്ളതാണ്. അങ്ങനെ യഹോവ ഇല്ലെന്ന് പറഞ്ഞത്. യഹോവ എന്ന് പറഞ്ഞാൽ ശരിക്കും ഫിസിക്കലി ഇടപെടുന്ന ആളായിരുന്നു. യഹോവ എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഇടപെടുന്ന ആളായിരുന്നു. അല്ലാതെ ഫിസിക്കലി ഒരു ബന്ധമില്ലാതെ പുള്ളി ഇങ്ങനെ നടക്കുന്നില്ല. പുള്ളി കഴിക്കുമായിരുന്നു, പുള്ളി കുടിക്കുമായിരുന്നു. മോശയും മൂപ്പന്മാരുടെ യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് യഹോവയുടെ വർത്തമാനം പറഞ്ഞ് ഭക്ഷണം കഴിച്ചെന്ന് നിങ്ങളുടെ ബൈബിളിലുണ്ട്. നിങ്ങൾ വായിച്ചിട്ടില്ലേ? എന്തിനാ ഇത് ചോദ്യം? യഹോവ കഴിച്ചു എന്ന് അവിടെ എഴുതിയിട്ടുണ്ടോ? ഞാൻ അജുവിന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാൽ ഇല്ല, നിർബന്ധമില്ല. ഞാൻ അന്ന് ഉപവാസമായിരുന്നു, ഞാൻ കഴിച്ചില്ല. താങ്കൾ എന്റെ വീട്ടിൽ വന്നു ഭക്ഷണം കഴിച്ചു. അവിടെ യഹോവ ഭക്ഷണം കഴിച്ചു എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? കേക്ക്, നിങ്ങൾ അന്ന് ഉപവാസമായിരുന്നു. നിങ്ങൾ ഒരിക്കലും ഭക്ഷിക്കാത്ത ഒരാളാണ് നിങ്ങളുടെ വീട്ടിൽ വന്ന് കഴിക്കാൻ പറ്റുമോ? വ്യത്യാസം കഴിക്കുമല്ലോ. ഞാൻ മനുഷ്യനായതുകൊണ്ട് കഴിക്കും. പക്ഷെ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ സഹോദര? സഹോദരൻ ഞാൻ ചോദിക്കട്ടെ, ഈ അബ്രഹാമിന്റെ വീട്ടിൽ 3 ദൂതന്മാർ വന്നു. ഈ 3 ദൂതന്മാർക്ക് കാളെ കൊന്ന് ഇറച്ചി കറി വെച്ച് അപ്പവും കൂടെ കൊടുത്തു. ദൂതന്മാർ കഴിച്ചോ ഇല്ലയോ? അതെ, കഴിച്ചു. അതുപോലെ ഒരു ദൂതനായിരുന്നു യഹോവ. ഇയാൾ കഴിക്കുകയും ചെയ്യുമായിരുന്നു, കുടിക്കുകയും ചെയ്യുമായിരുന്നു. നല്ല കുടിയായിരുന്നു. ഇനി അല്ലെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ തെളിയിച്ചു. പെണ്ണും പിടിക്കുമായിരുന്നല്ലോ അതുകൊണ്ടല്ലോ. അല്ല, എവിടെ ഇത് എവിടെ നിന്ന് ഈ പറയുന്നത്? അതായത് നിങ്ങൾ പറഞ്ഞത് ഈ മദ്യം യഹോവ കുടിക്കുമെന്ന്. പക്ഷേ യഹോവ തിന്നുകയും കുടിക്കുകയും ചെയ്യുമെന്നുള്ളതിന് ഒരു വാക്യവും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റത്തില്ല. അത് ദൈവവചനത്തിലില്ല. അപ്പോൾ ഇതൊരു സ്പെക്കുലേഷൻ നിങ്ങൾ ആളുകളുടെ തലയിൽ വെക്കുന്നതാണ്. അത് കേട്ട് വിശ്വസിക്കുന്ന ആരോ അവരൊന്ന് ചിന്തിക്കുക. ഇതിനുള്ള ഇവർ ഈ പറയുന്നതിനുള്ള എക്സ്പ്ലനേഷൻ വാക്യ പ്രതിവാക്യമായിട്ട് ഒരിടത്തും എഴുതിയിട്ടില്ല. ഒരിടത്ത് സൗദരി ഇടപെടരുത്. ഞാൻ ശിവബ്രദറിന്റെ സംസാരിക്കുകയാണ്. അദ്ദേഹം ഞങ്ങൾ മാന്യമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു ഹെൽപ്പും വേണ്ട. നാളുകളായിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇതിനൊന്നും ഹെൽപ്പിന്റെ ആവശ്യമില്ല. സംഖ്യാപുസ്തകത്തിൽ അപ്പൊ ഞാൻ ആദ്യം കാണിച്ചു സംഖ്യാപുസ്തകത്തിലെ കുടുംബമായിട്ട് ഇരുന്ന് കഴിക്കുന്നതിനെയും കുടിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ആവർത്തനത്തിൽ അതിനുശേഷം സംഖ്യാപുസ്തകത്തിൽ അവിടെ ചെന്ന് ദൈവസന്നിധിയിൽ ഒഴിക്കുന്നു. അത് ഇദ്ദേഹം പറഞ്ഞു അത് അപ്രത്യക്ഷമാവും, അത് യഹോവ കുടിക്കുന്നുണ്ട്. പക്ഷെ അതിനുള്ള വാക്യമുണ്ടോ? വാക്യമില്ല. ഇനിയും വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ 1000 ആണ്ട് കാലഘട്ടത്തിന് ശേഷം ഞാൻ പറഞ്ഞത് ഇത് കൃപായുഗമാണ്. അതിന് മുമ്പും പിൻപും ഉള്ളത് വെച്ചിട്ട് ഇപ്പോഴത്തെ കൃപായുഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി വെച്ചിട്ട് അതിന് മുമ്പും പിൻപും ഉള്ളത് വിധിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ യേശു കർത്താവായി അവിടെ നടന്നതിന്റെ അകത്ത് ഈ സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ആളുകളെ ആകാശത്ത് നിന്ന് സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി നശിപ്പിക്കുന്നതിനെ സഹോദരൻ ഈ പറഞ്ഞ ഇപ്പൊ സൽഗുണ സമ്പൂർണനായ പിതാവും പുത്രനും അത് യേശു ക്രിസ്തുവിനെ കുറിച്ച് അവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. സംഖ്യാപുസ്തകം വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. ഇതിനെ സഹോദരൻ എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഒന്ന് അറിഞ്ഞാൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ സഹോദരൻ. അതിനുവേണ്ടി നമുക്കൊരു സെഷൻ വെക്കുമ്പോൾ ഇന്റർപ്രറ്റ് ചെയ്യും. ഇപ്പൊ ആ വിഷയത്തിൽ നിന്ന് അങ്ങോട്ട് ഓടുന്നില്ല. സഹോദരൻ ഒരു പരാജയമാണ് ഇങ്ങനെ ഓട്ടം. നിങ്ങൾക്ക് അല്ലല്ല ഇവിടെ പറഞ്ഞ് തീർത്തിട്ട് അങ്ങോട്ട് പോകാമല്ലോ. ഇപ്പൊ അതിലല്ല ഓടുന്നത്. യഹോവ കുടിയനാണുള്ളത് ഞാൻ കൃത്യമായിട്ട് ബൈബിളിൽ നിന്ന് കാണിച്ചു. അത് ദുർമൂർത്തിയാണ്. നിങ്ങളുടെ പെന്തക്കോസ് ഹോളിൽ
നിങ്ങൾക്ക് ഒരു ബൈറ്റ് തൊട്ട് ചോദിക്കാൻ പറ്റുമോ? യഹോവ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ചോദിച്ചാൽ പെന്തക്കോസ് നിങ്ങളുടെ യഹോവ നിങ്ങളുടെ ദൈവമല്ലേ, ചോദിക്കാൻ പുള്ളിക്ക് പറ്റും. തൊണ്ട നനക്കട്ടെ, പുള്ളി ഒഴിക്കട്ടെ, നിങ്ങൾ ഒഴിക്കും. അല്ല അത് സൗര ഓർത്തഡോക്സ് പള്ളിയിൽ യാക്കോബ പള്ളിയിലാണ് ചെയ്യുമോ? അടിച്ച് ഓടിക്കും അവനെ. യാക്കോബായ പള്ളിയുടെ മതബായിൽ നിങ്ങൾക്കറിയോ ലെതർ സ്ട്രാപ്പ് ഉള്ള വാച്ച് പോലും കെട്ടിക്കൊണ്ട് കയറാമല്ല. ലെതർ സ്ട്രാപ്പ് ഉള്ള വാച്ച് പോലും കെട്ടി ഞങ്ങളുടെ സുറിയാനി സഭയുടെ പ്രമാണത്തിൽ എഴുതിയിട്ടുണ്ട്. രക്തവുമായിട്ട് ഒരു ബന്ധമില്ല, യഹോവയായിട്ട് ഒരു ബന്ധമില്ല. ലെതർ സ്ട്രാപ്പ് ഉള്ള വാച്ച് കെട്ടി അച്ഛന് ആ വാച്ച് ഒരു പുറത്തു വെച്ചിട്ട് മതമായി കയറാൻ പറ്റുള്ളൂ. അവിടെയൊന്നും നിങ്ങളുടെ ഈ പരിപാടി ചോരയും കള്ളൊന്നുമില്ല. അതൊക്കെ നിങ്ങൾ എന്നെ കൊല്ലം യഹോവ ആരാധിക്കല്ലേ, ഒഴിച്ചോ. അല്ല ഞങ്ങൾക്കും അലൗഡല്ല. അപ്പൊ ഞാൻ 20-ാം വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം എടുക്കാൻ കാരണം എന്താണ്? എന്റെ ആർഗ്യുമെന്റ് ഇതായിരുന്നു, കൃപായുഗത്തിൽ ഡ്രംസ് എങ്ങനെയാ? ഡ്രംസ് അത് ഇതല്ലേ, ലെതർ അല്ലയോ അതിന്റെ ഇത്? ഡ്രംസ് ഇപ്പൊ ഡ്രംസ് ഇല്ലല്ലോ സാർ, ഇപ്പം എല്ലാം വളരെ മോഡേൺ അല്ലേ, മോഡേൺ ആയിട്ടുള്ള സിസ്റ്റം. ഡ്രംസ് ഒന്നും ഇല്ല, അതെ ഇപ്പം ലെതർ ഒന്നും ഇല്ല. അല്ല അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്. അതിന് മുമ്പ് ഞാൻ ലെതർ ഒന്നും വലിയ കാര്യമായിട്ടൊന്നും കണ്ടില്ല. അതല്ല ഫേക്ക് ലെതറാണ്, ഇതൊന്നും ഒറിജിനൽ ഒന്നും ആണെന്ന് തോന്നുന്നില്ല. അതിൽ വലിയ വിഷയമൊന്നും ഇല്ലായിരുന്നു. അതിന് പെന്തക്കോസ്തി പഴയ പോലെ അത്ഭുതം ഇല്ലാത്ത എന്തുകൊണ്ടാണ്? ഒറിജിനൽ ലെതറുള്ള ഡ്രം വെച്ച് നിങ്ങൾ കൊട്ടിയപ്പം ആഫ്രിക്കൻ വേദാളങ്ങളെല്ലാം വന്നു, നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ സിന്തറ്റിക് ലെതറിന്റെ ഡ്രം അടിക്കാൻ തുടങ്ങി, ഒരു കോപ്പ് നടക്കുന്നില്ല. പഴയ പോലെ ഉണർവില്ലല്ലോ നിങ്ങൾ. ശരിയാ, നിങ്ങൾ ആ ലെതറിന്റെ നിങ്ങൾ ഒരു കോഴിയൊക്കെ ഒന്ന് ഒഴിക്കണോ? നിങ്ങൾ യഹോവയല്ലേ ആരാധിക്കുന്നത്? ശക്തി വെളിപ്പെടണേ. ഒരു കോഴിയുടെ കഴുത്ത് വിരിച്ച് അവിടെ ഒഴിച്ച് കള്ളും കൂടി ഒഴിച്ച് നിങ്ങൾ അടുത്ത ഞായറാഴ്ച പണിമാരി സെറ്റപ്പ് ആക്ക്. പഴയ പോലെ ശക്തി വരുന്നു. ഇവിടെ നിൽക്കേ എന്റെ പോയിന്റ് അല്ല സൗര എന്താ കാര്യം നിങ്ങളുടെ അവിടെ കേട്ടില്ല, നിങ്ങൾക്ക് ഈ മധുവ പോലെ വല്ല വാങ്ങാതെ ഉണ്ടോ? കേട്ടില്ല എന്ന് പറയാം, ഇങ്ങനെ വല്ലതും ഉണ്ടോ? അല്ല ചർച്ചിൽ അങ്ങനെ കേട്ടാറില്ല. ഞാൻ കേട്ടിട്ടില്ല. അല്ല താങ്കൾ കുപ്പിയും കൊണ്ട്, അതായത് മദ്യത്തിന്റെ കുപ്പിയും കൊണ്ട് ലെതർ ബെൽറ്റിന്റെ കാര്യമല്ലോ നമ്മൾ ഇത് അല്ല. പക്ഷേ മെയിൻ പോയിന്റിലേക്ക് വരാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ ഞാൻ കാണിച്ചത് യേശു ക്രിസ്തുവിന്റെ സ്വഭാവം, താങ്കൾ പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ സ്വഭാവവും വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ കാണുന്ന യേശു ക്രിസ്തുവിന്റെ സ്വഭാവം തമ്മിൽ വ്യത്യാസമുണ്ട്. അതിന്റെ അർത്ഥം ഇപ്പോൾ ക്രിസ്തു ന്യായാസനത്തിലല്ല ഇരിക്കുന്നത്, ഇപ്പോൾ ക്രിസ്തു ഇരിക്കുന്ന കൃപാസനത്തിലാണ് ഇരിക്കുന്നത്. അതിന് മുമ്പ് ഉണ്ടായിരുന്നത്, അതായത് പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നതും ഫ്യൂച്ചറിൽ വരാൻ പോകുന്നതുമായ ദൈവത്തിന്റെ പ്രവൃത്തികളോ നമുക്ക് വിധിക്കാം. ഇപ്പോഴത്തെ നിങ്ങൾ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ അല്ലേ സവര? ഒരു ഡിബേറ്റ് നടത്തുമ്പോൾ ആ വിഷയത്തിൽ നിൽക്കേണ്ട എങ്ങനെയാണെന്നുള്ള മിനിമം അണ്ടർസ്റ്റാൻഡിംഗ് വളരെ ദയനീയമായ സുഹൃത്ത് നിങ്ങൾ അതിൽ ഓടുന്നത് പറഞ്ഞോണ്ടിരിക്കുന്നത്. അല്ല ബ്രദർ പറഞ്ഞ വിഷയത്തിൽ ബ്രദറിന് തെളിവ് തരാൻ പറ്റിയില്ല. അതായത് യഹോവ തിന്നു അല്ലെങ്കിൽ യഹോവ കുടിച്ചെന്നുള്ളതിന് തെളിവൊന്നുമില്ല. യഹോവ കുടിച്ചെന്നുള്ളത് പാനീയമായിട്ട് ഒഴിച്ചാൽ പറ്റാതെ കുടിക്കാനല്ലേ? യഹോവയ്ക്ക് പാനീയമായിട്ട് സൗരി ഞാൻ പറയുന്നത് നമ്മൾ ദൈവവചനം വെച്ചാണ് പറയുന്നത്. ഇത്രയും നാളും ശിബു സൗരം പറഞ്ഞുകൊണ്ടിരുന്നത് യഹോവ കുടിച്ചോണ്ടിരുന്നു, യഹോവയ്ക്ക് വേണമായിരുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ യഹോവ അവിടെ വന്ന് കുടിച്ചു എന്നുള്ളതിന് എന്തെങ്കിലും തെളിവ് നിങ്ങൾ ഈ പറയുന്ന ക്ലെയിം വെക്കുന്ന ആളുകൾ വേണം തെളിവ് തരാൻ. ഞാൻ പറയുന്നു അങ്ങനെ ഒരു തെളിവില്ല. അപ്പൊ ഈ ക്ലെയിം വെക്കാത്ത ആൾക്കാർക്ക് തെളിവ് തരേണ്ട ആവശ്യമില്ല. ഞാൻ തന്നിരിക്കുന്ന 2 വാക്യങ്ങളിലും ആദ്യത്തേതിന്റെ അകത്ത് കുടുംബത്തിന്റെ അടുത്ത് കുടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, രണ്ടാമത്തേത് അവിടെ കൊണ്ടുവന്ന് ഒഴിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും മലയാളം വായിച്ചിട്ട് സൗരൻ എവിടെ ഉരുളുന്നത്? ഞാൻ പെന്തക്കോസ്തരിയാ. ഞാൻ ഇത്ര തെളിവില്ല ഇത് വായിച്ചിട്ട് മനസ്സിൽ നാണക്കേടാ ബ്രദറെ. മലയാളം വായിക്കും ഞങ്ങൾക്ക് മനസ്സിലായി. അന്ന് റെജിന സിസ്റ്റർ ഒന്ന് വായിച്ചൊന്ന് കുടുംബം കുടിച്ചോട്ടെ എന്ന് നിങ്ങൾക്ക് നാണമില്ല സഹോദര? എനിക്ക് ഐ ഫീൽ ഷെയിം ഓൺ യു. ദൈവം പറഞ്ഞില്ല കുടുംബത്തിൽ കുടിച്ചോളാൻ പറഞ്ഞത്. എന്ത് നാണക്കേടാ സഹോദര? 26 വായിച്ചേ സൗരി, ഞാൻ വായിക്കാം. നിന്റെ ഇഷ്ടം പോലെ മാടോ ആടോ വീഞ്ഞോ മദ്യമോ ഇങ്ങനെ നീ ആഗ്രഹിക്കുന്ന ഏതിനെയും ആ പണം കൊടുത്തു വാങ്ങി നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് തിന്ന് നീയും നിന്റെ കുടുംബവും സന്തോഷിക്കണം. ഇവിടെ യഹോവ എവിടെയാണ് കുടിച്ചതെന്നാണ് ഞാൻ ചോദിച്ചത്. ഈ കുടുംബം അല്ലെങ്കിൽ തിന്നുന്നതോ വെച്ചിട്ട് ആണോ നിങ്ങൾ യഹോവയുടെ വില കൊണ്ട് വെക്കുക? അതിനൊരു തെളിവില്ല. തെളിവില്ലാത്ത കാര്യങ്ങള് നിങ്ങൾ പറയുന്ന ആളുകൾ, ആരോപണം വെക്കുന്നവർ വേണം തെളിവ് തരാൻ. അതല്ലേ പറഞ്ഞ ഈ കുടുംബത്തെ പേരെ കുടിപ്പിക്കുന്ന കുട്ടികളെ വരെ കള്ളുടിയന്മാരാക്കുന്ന നികൃഷ്ട പരിപാടി ഇല്ലാതെ അതൊന്ന്. മറ്റത് രണ്ടെന്ന് പറയാൻ പാനീയമായിട്ട് ഒഴിക്കുന്ന രണ്ടാമത്തെ കാര്യം. ആ പാനീയമായിട്ട് ഞാൻ പറയാം, എന്റെ പല സുഹൃത്തുക്കളും കാത്തലിക്സ് ആയിട്ടുള്ളവരുണ്ട്. അവരുടെ ഇടയിൽ ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ അവരുടെ ഇടയിൽ അത് ഒരു തെറ്റായിട്ട് കാണുന്നില്ല. ഉത്തരം പറയാൻ വേണ്ടിയിട്ട് കേപ്പബിൾ ആണ്. എല്ലാവരുടെയും 10 വയസ്സ് ഇവിടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ദയവായി സഹകരിക്കുക. ഞാൻ വാക്യം തരാം. പുതിയ നിയമത്തിൽ പൗലോസ് പറയുന്നുണ്ട് തിമോത്തിയോസിനോട്, അതായത് വീഞ്ഞു കുടിക്കാമെന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം അത് ജനറലൈസ് ചെയ്ത് എല്ലാവരുടെയും കാര്യത്തിലാണോ എന്ന് നമുക്കറിയത്തില്ല, പക്ഷേ അതിനുള്ള പെർമിഷൻ ഉണ്ട്, അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊന്നും ഒരു തെറ്റായിട്ട് ഈ പറഞ്ഞ വാക്യത്തിൽ അനുസരിച്ച് നമ്മൾ അതിന്റെ ആ വാക്യത്തെ ആവർത്തനം 14:26 പറഞ്ഞിരിക്കുന്ന ഞാനിപ്പോ ഈ വായിച്ച വാക്യത്തിനെ അതിന്റെ ആകത്തുകയിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം ഒരുമിച്ച് കൂടി കഴിച്ച് സന്തോഷിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് യഹോവ. അല്ലാതെ യഹോവ ഒരു സാഡിസ്റ്റ് ആയിട്ടൊന്നും അത് എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരണമെന്ന് പറഞ്ഞ ദുർമൂർത്തി അല്ല. അങ്ങനെയാണ് ആ വാക്യം അവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിനെ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യുന്നവർ അങ്ങനെയാണോ പഠിപ്പിച്ചിരിക്കുന്നത്? അങ്ങനെയാണോ പറയുന്നത് യഹോവയ്ക്ക് അവിടെ കൊണ്ടുവന്ന് കൊടുക്കണം, അതായത് ഏതോ ദുർമൂർത്തി പോലെ, എന്നിട്ട് യഹോവ ഇത് കുടിക്കും? അതിന് എന്തെങ്കിലും ഒരു വാക്യം ചോദിച്ചിട്ട് അതിന് തെളിവില്ല.
വാക്യമില്ല. അപ്പൊ വാക്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അത് നിങ്ങൾ, അപ്പൊ എനിക്ക് പറയാനുള്ളത് ബെരോബയിലുള്ള ആളുകളെ കുറിച്ച് ദൈവവചനത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർ ഈ പറഞ്ഞത് അങ്ങനെ തന്നെയോ എന്ന് പോയി ദൈവവചനം തിരുവെഴുത്തുകളെ പരിശോധിക്കുമായിരുന്നു എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ദയവായിട്ട് ബ്രദർ ഷിബു ദൈവവചനം പഠിച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ അത് വളച്ചൊടിക്കലാണോ യഥാർത്ഥമായി അങ്ങനെയാണോ എന്ന് ദയവായി എക്സാമിൻ ചെയ്യുക. ഈ കാര്യങ്ങൾ ചോദ്യങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന വാക്യത്തിൽ ഇന്ന കാര്യം ഇപ്പൊ അജുബാർ പറഞ്ഞു ദുർമൂർത്തി. ഈ ദുർമൂർത്തിയെ പറ്റി എങ്ങനെയാണ് അജുബാറിന് അറിവുള്ളത്? ഈ ദുർമൂർത്തികൾക്ക് മദ്യം നിവേദിക്കുമ്പോൾ എങ്ങനെയാണ് ദുർമൂർത്തിക്ക് അത് കൊടുക്കുന്നത്? ഞാൻ ദുർമൂർത്തികളെ പറ്റി പഠിച്ചിട്ടുണ്ട്. പല ദുർമൂർത്തികളുടെ ആരാധനയിൽ പോയി നേരിട്ട് കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാനാണ് യഹോവൻ പറഞ്ഞിരിക്കുന്നത്. യഹോവയുടെ സന്നിധിയിൽ മദ്യം ഒഴിക്കണം. ഈ ദുർമൂർത്തികളുടെ സന്നിധിയിൽ എങ്ങനെയാണ് മദ്യം അർപ്പിക്കുന്നതെന്ന് അജുബാർ പറ. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദുർമൂർത്തിക്ക് മദ്യം കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കൊടുക്കുന്നത്, യഹോവയ്ക്ക് കൊടുക്കുമ്പോൾ കൊടുക്കുന്ന വ്യത്യാസം എന്താണ് ഒന്ന് പറഞ്ഞാട്ടെ. ഞങ്ങൾ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്തേ. ഞാൻ ദുർമൂർത്തിക്ക് എങ്ങനെ കൊടുക്കുന്നത് എനിക്ക് അറിയത്തില്ല. അത് ബ്രദർ തന്നെ പറയണം. ബ്രദറിന് അതിനെ കുറിച്ച് അറിയാമെന്ന് പറഞ്ഞു. അതാ പറഞ്ഞേ, ആ ദുർമൂർത്തിയുടെ ആരാധനയ്ക്ക് ഒരുക്കുന്ന ഒന്നീ കളം വരയ്ക്കും, അല്ലെങ്കിൽ ഹോമം കൊണ്ട് ഉണ്ടാക്കും, അവിടെ ഒഴിക്കുകയാണ്. അത് തന്നെയാണ് യഹോവൻ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞ ദുർമൂർത്തിക്ക് എങ്ങനെ കൊടുക്കുന്നു? ഞാൻ ചോദിച്ചത് ഇതാ ബ്രദറെ, യഹോവ കുടിച്ചെന്നുള്ളതിന് വാക്യം തെളിവ് എന്താ ബ്രദറെ? എടോ രാവിലെയും വൈകിട്ടും ഇത് ഒഴിക്കണമെന്ന് യഹോവ പറഞ്ഞു, പിന്നെ കുടിക്കാനല്ല കുണ്ടി ഇടാനാണോ ഇയാൾ പറയുന്നത്? മദ്യം ദുർമൂർത്തിക്കാണെങ്കിൽ മദ്യം ആൾക്കാർ കുടിക്കുകയും ചെയ്യും. മഠത്തിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു, ജോസ് മഠത്തിനകത്ത് വേറെ ആരുടെയും 10 വയസ്സ് പിരി വേണ്ട, ഇവർ രണ്ടുപേരും കേപ്പബിൾ ആണ് ഡിസ്കഷൻ നടത്താൻ. ഓക്കെ, ഞാൻ എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ സഹോദര. താങ്കൾക്ക് അങ്ങനെ ഒരു ആരോപണം വെക്കാൻ സാധിക്കും, പക്ഷേ അതിനുള്ള തെളിവില്ല. അതായത് പഴയ നിയമത്തിൽ വളരെ ക്ലിയർ ആയിട്ട് ലേവ്യ പുസ്തകത്തിൽ പല വാക്യങ്ങളുണ്ട്. അതായത് ഇന്ന പോർഷൻ, ഇന്ന ഭാഗങ്ങൾ അത് ഹന്യാഗം ഹോമയാഗമായിട്ട് അർപ്പിക്കണം, ബാക്കിയുള്ളതിനെ എന്ത് ചെയ്യണം, അതിനെ ഏത് ഭാഗങ്ങളിൽ ലേവ്യ പുരോഹിതന്മാർക്ക് കൊടുക്കണം എന്നുള്ളതൊക്കെ വളരെ ക്ലിയർ ആയിട്ടുണ്ട്. അവിടെ ഒരിടത്ത് പോലും യഹോവ ബാക്കിയുള്ളത് എടുത്ത് കുടിക്കും എന്നുള്ള രീതിയിലുള്ള ലേവ്യ പുസ്തകത്തിൽ ഒറ്റ പരാമർശവും ഇല്ല, മറ്റുള്ള പുസ്തകങ്ങളിലും ഇല്ല, ഒരിടത്ത് പോലും. അതായത് ആത്മാവായ ദൈവം വന്ന് അവിടെ നിന്ന് കുടിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ദുർമൂർത്തി യഹോവ ആത്മാവല്ല, അത് നിങ്ങൾ യഹോവ ദൂതനാണ്, അവൻ തിന്നെ കുടിക്കാൻ ചെയ്യും, ചാത്തനല്ലേ. ഇനി ഏലിയുടെ മക്കളെ എന്തിനാ യഹോവ കൊന്നേ? യഹോവയുടെ പോർഷൻ ഓഫ് മീറ്റ് എടുത്ത് തിന്നേന. കാരണം മേധസ് യഹോവയ്ക്ക് യഹോവയ്ക്കുള്ളതാണ്. അത് പറഞ്ഞിട്ട് ഞാൻ പറയട്ടില്ല, അത് യഹോവയുടെ മേധസ് യഹോവയ്ക്കുള്ള ഓഹരി ഇവന്മാർ കുത്തിയെടുത്ത് തിന്നേനാണ് പുള്ളി കോപിച്ച അവരെ കൊന്നത്. മനസ്സിലായോ? ഭയങ്കര ക്ഷിപ്രകോപിയാണ്. പുള്ളിയുടെ ഇറച്ചി കൊത്തിക്കൊണ്ട് പോയതിന് 2 ചെറുപ്പക്കാരെ കൊന്നു. ഉത്തരം പറയട്ടെ. നിങ്ങൾ എന്നാ വേണം പറഞ്ഞു? ഇത് നിങ്ങൾക്ക് തെളിവില്ല, എന്ത് കാണിച്ചാലും തെളിവില്ല. തെളിവില്ല. ഈ പറഞ്ഞ കാര്യം ഞാൻ ഇപ്പൊ തന്നെ അതേ വാക്യം ഞാൻ എടുത്ത് കാണിക്കാം. അതായത് വളരെ ഷോർട്ടായിട്ട് പറയാം, അതിനുശേഷം വാക്യം എടുത്ത് കാണിക്കാം. വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ആനിമലിന്റെ ശരീരത്തെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അതിന്റെ ഫാറ്റ് ഉരുകത്തക്ക രീതിയിൽ അതിനെ അവിടെ വെച്ച് അതിനെ ആ സമയം ഇത്ര സമയം കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അതിന് പകരം അതിനെ ഫുള്ളായിട്ട് ഫാറ്റ് ഉരുകി അതിന്റെ അർപ്പണം തീരാൻ സമ്മതിക്കാതെ അതിന് മുമ്പ് ഇവർ വന്ന് മുപ്പല്ലി കൊണ്ട് കുത്തിയെടുത്ത്, അതായത് ഇന്ന പോർഷൻ ഇവർക്ക് എടുക്കാവുന്നുണ്ട്. പക്ഷെ അത് ആദ്യം അവിടെ നിന്ന് ഫാറ്റ് ഉരുകി അതിന്റെ അർപ്പണം കഴിഞ്ഞതിന് ശേഷം വേണം ഇവരത് എടുക്കാൻ. അതിന് അവർ കാത്തിരിക്കാതെ വെയിറ്റ് ചെയ്യാതെ അവിടെ ചെന്ന് അവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ അതിനെ എടുത്തത് കൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായത്. ഒരിടത്ത് പോലും യഹോവയ്ക്കല്ലത്. അത് അവിടെ പഴയ നിയമത്തിൽ വളരെ ക്ലിയർ ആയിട്ടുണ്ട്. അത് ലേവ്യ പുരോഹിതന്മാർക്കാണ് അതിന്റെ പോർഷൻ. ഇവര് ഇതിനെ ഫുള്ളായിട്ട് ആ ബേൺ ആവാൻ സമ്മതിക്കാതെ അതിന് മുമ്പ് ആർത്തി പൂണ്ട് ആളുകൾ അവിടെ നോക്കി നിൽക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ആളുകൾ കുറെ കാശൊക്കെ മുടക്കി അവർ കൊണ്ടുവന്ന് അവർ വന്ന് അർപ്പിക്കുകയാണ്. പക്ഷെ അവരുടെ അർപ്പണം തീരുന്നതിന് മുമ്പ് തന്നെ ആർത്തിയോടുകൂടി ഇവന്മാർ ചെയ്യുന്നത് തോന്നിയാസത്തിനാണ് അവന്മാരെ ശിക്ഷിച്ചത്. ആ വാക്യം ഒന്ന് എടുത്ത് ഞാൻ സമ്മതിച്ചു. സഹോദര, നിങ്ങൾ ഇത്ര പാവമായി പോയല്ലോ. ഞാൻ നിങ്ങളുള്ള ചർച്ച വിടുന്നതാണ്. നിങ്ങൾ ഇത്രയും ശുദ്ധനും ഇത്ര പാവമായി പോയാൽ എനിക്ക് നിങ്ങളോട് വലിയൊരു വാത്സല്യം തോന്നി. ഇപ്പൊ പാവം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യഹോവ ഈ മേധസ് മുഴുവൻ ഉരുകി കഴിഞ്ഞാൽ പിന്നെ ഇറച്ചിക്ക് ടേസ്റ്റ് ഇല്ല. അപ്പൊ ഈ കൊഴുപ്പ് അവശേഷിക്കുമ്പോഴാണ് നിങ്ങൾ ബാർബിക്യൂ ചെയ്യുന്നിടത്ത് നോക്ക്, ആ ഫാറ്റി പോർഷൻ ബാർബിക്യൂ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ്. അതാണ് യഹോവയ്ക്ക് വേണ്ടത്. യഹോവ അല്ലാതെ ഇവന്മാർ വേഗം മുമ്പ് കുത്തി ഇവർക്ക് ദഹനക്കേട് പിടിക്കില്ല എന്നോർത്ത് അവന്മാരെ കൊന്നു കളഞ്ഞാ അത് വ്യാഖ്യാനിക്കുന്നത്. അതുപോലെ അങ്ങനെയല്ല, അത് ആത്മീയ നാവാക്കിയിട്ടാണ് ഈ ദുർമൂർത്തികൾ അതിനെ നക്കി കുടിക്കുകയാണ്. ഇത് എന്തിനാ യഹോവയ്ക്ക് ഇതിനെ കഴിക്കുന്നത്? ഈ മട്ടൻ ബാർബിക്യൂ എന്തിനാ യഹോവയ്ക്ക് രാവിലെ വൈകിട്ടും? അതിന് വല്ല ന്യായീകരണം ഉണ്ടോ? ഇയാളിത് തിന്നുകയാണ്. അതാണ് പറഞ്ഞ അയാൾ തിന്ന് തീരുന്നതിന് മുമ്പ് ചെന്ന് മുപ്പല്ലിക്ക് കുത്തി ഇവന്മാർ എടുത്തോണ്ട് പോയി. അതിനാ കൊന്നത്. നിങ്ങളൊരു പാവാണ് സൗര. ഞാൻ നിങ്ങൾക്ക് ആർക്കും ഇത് ബാക്കി പറയാൻ കേട്ടോ, ഞാൻ വിട്ടു. അതിന്റെ ഞാൻ പാവമാണെന്ന് സൗരന് തോന്നിയാൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ 1 ശമൂവേൽ ആ വാക്യം ഞാൻ എടുക്കുകയാണ്. 1 ശമൂവേൽ 2:12 മുതലാണ് ഇതുള്ളത്. എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. ഈ പുരോഹിതന്മാർ ജനത്തോട് ആചരിച്ച വിധം എങ്ങനെയെന്നാൽ വല്ലവരും ഒരു യാഗം കഴിക്കുമ്പോൾ മാംസം വേവിക്കുന്ന സമയത്ത് പുരോഹിതന്റെ ബാല്യക്കാരൻ കയ്യിൽ മുപ്പല്ലിയുമായി വന്നു. കലത്തിലോ ഉരുളിയിലോ കുട്ടകത്തിലോ ചട്ടിയിലോ കുത്തും. മുപ്പല്ലിയിൽ പിടിച്ചതൊക്കെയും പുരോഹിതൻ എടുത്തുകൊള്ളും. ശീലോവിൽ വരുന്ന എല്ലാ ഇസ്രായേലിയന്മാരോടും അവർ അങ്ങനെ ചെയ്യും. മേധസ് ദഹിപ്പിക്കും മുമ്പേ, അതായത് ഫാറ്റ് ഉരുകുന്നതിന് മുമ്പേ, മേധസ് ദഹിപ്പിക്കും മുമ്പേ പുരോഹിതന്റെ ബാല്യക്കാരൻ വന്ന് യാഗം കഴിക്കുന്നതിനോട് പുരോഹിതന് വറപ്പാൻ മാംസം തരിക. അപ്പൊ ആരാ അവിടെ കഴിച്ചോണ്ടിരുന്നത്? പുരോഹിതനാണ്, അല്ലാണ്ട് യഹോവയൊന്നും അല്ല കഴിച്ചോണ്ടിരുന്നത്. പുരോഹിതന് വറപ്പാൻ മാംസം തരിക. പച്ച മാംസം അല്ലാതെ വേവിച്ചത് അവൻ വാങ്ങുകയില്ല എന്ന് പറയും. ആര്? പുരോഹിതൻ.
മേധസ്, അടുത്ത വാക്യം, മേധസ് ദഹിപ്പിച്ച് കഴിയട്ടെ, അതിന്റെ ശേഷം നീ ആഗ്രഹിക്കുന്നിടത്തോളം എടുത്തുകൊള്ളുക എന്ന് അവനോട് പറഞ്ഞാൽ അവൻ അവനോട് അല്ല, ഇപ്പോൾ തന്നെ തരണം, അല്ലെങ്കിൽ ഞാൻ ബലാൽക്കാരേണ എടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? 15-ാം വാക്യത്തിൽ വളരെ ക്ലിയർ ആയിട്ട് കണ്ടു. എന്ത്? അവിടുത്തെ മേധസ്, അതായത് അവിടുത്തെ ഫാറ്റ് ഉരുകുന്ന എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ലേവ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. ഫാറ്റ് ഇത് അതിന് ഒരു മെഡിക്കൽ റീസൺ ഉണ്ട്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അൺനെസറി ഫാറ്റ് ഇവർ കൺസ്യൂം ചെയ്യാതിരിക്കണം. ഏത് പുരോഹിതന്മാർ കൺസ്യൂം ചെയ്യാതിരിക്കാൻ വേണ്ടി അതിന്റെ ഫാറ്റ് തീർന്നതിന് ശേഷം വേണം, അത് ഉരുകി അതിന് മാറിയതിന് ശേഷം വേണം അവർ എടുത്ത് തിന്നാൻ. അപ്പൊ അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മേധസ് ശരിയാണ്. നിങ്ങൾ പറഞ്ഞ അങ്ങനെ അന്നസറി ഫാറ്റ് തിന്നാതിരിക്കാൻ വേണ്ടി അവരെ കൊന്നു കളഞ്ഞു. അങ്ങനല്ല അവിടെ എഴുതിയിരിക്കുന്നത്. മേധസ് ദഹിപ്പിച്ച് കളയട്ടെ, അതിനുശേഷം നീ ആഗ്രഹിക്കുന്നിടത്തോളം എടുത്തുകൊള്ളുക എന്ന് അവനോട് പറഞ്ഞാൽ അവൻ അവനോട് അല്ല, ഇപ്പോൾ തന്നെ തരണം, അല്ലെങ്കിൽ ഞാൻ ബലാൽക്കാരേണ എടുക്കും എന്ന് പറഞ്ഞു. ഇങ്ങനെ ആ യൗവനക്കാർ യഹോവയുടെ വഴിപാട് നിന്ദിച്ചതുകൊണ്ട് അവരുടെ പാപം യഹോവയുടെ സന്നിധിയിൽ ഏറ്റവും വലുതായിരുന്നു. അപ്പോൾ ആളുകളെ പറ്റിച്ച് ദൈവവചനത്തിൽ ഇന്ന രീതിയിൽ വേണം ഇതിന്റെ അർപ്പണം നടത്താൻ എന്നുള്ള വ്യവസ്ഥ ലംഘിച്ച് അതിന്റെ മുകളിൽ ഇരിക്കുന്ന, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഏറ്റവും വചനം അറിയാവുന്ന, പ്രമാണം ഏൽപ്പിക്കപ്പെട്ട ആളുകൾ കാര്യങ്ങളെ വളച്ചൊടിക്കുമ്പോഴാണ് ഇതിൽ ഏറ്റവും തെറ്റ്, ഏറ്റവും ഡേഞ്ചർ, ആൾക്കാരെ വഴിതെറ്റിക്കുമ്പോഴാണ്. അതാണ് ശുഭപ്രദാജ് സൗറിനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അറിയാത്തവർക്ക് പറ്റുന്ന മിസ്റ്റേക്ക് പോലെയല്ല, താങ്കൾ അറിഞ്ഞുകൊണ്ടാണ് ആളുകളെ തെറ്റിയിരിക്കുന്നത്. ഇവിടെ എന്താണ് അവർ ചെയ്തത്? നിയമലംഘനമാണ് അവർ ചെയ്തത്. വളരെ ക്ലിയർ ആയിട്ട് ഏത് രീതിയിൽ വേണം കഴിക്കാൻ അവകാശം. അപ്പൊ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ഈ വാക്യം നിങ്ങളെ കാണിച്ചു. അതായത് ആ വാക്യത്തിൽ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് എന്താണ് അവിടെ സംഭവിച്ചത്. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത്? അതായത് നിയമലംഘനത്തിന്റെ പേരിലാണ് അവർ, അത് വളരെ ക്ലിയർ ആണ്. അതായത് നിയമം ഇന്നടുത്ത് പറയുന്നുണ്ട്, ആ നിയമം ലംഘിച്ച ആൾക്കാർക്ക് ശിക്ഷയുണ്ട്. അത് കർത്താവ് വളരെ ക്ലിയർ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇവരാണ് അത് മറ്റുള്ളവരെ നിയമം പഠിപ്പിക്കേണ്ട ഏലി പുരോഹിതൻ, അവിടുത്തെ മഹാപുരോഹിതന്റെ മക്കളാണ് ഇവർ. അവരെന്ത് ചെയ്യുന്നു? അവരുടെ ഗ്രീഡ്, അവരുടെ ആർത്തി മൂലം അത് അവർക്ക് പെർമിഷൻ ഉണ്ട്. അതായത് അവിടുത്തെ ഈ ഫാറ്റ് മുഴുവൻ ഉരുകി തീർന്ന് അവരുടെ അർപ്പണം കഴിഞ്ഞതിന് ശേഷം, ആ ആളുകൾ ആ സാധനം അർപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അവർക്ക് അത് എടുക്കാനുള്ള പെർമിഷൻ ഉണ്ട്. അതിന് വെയിറ്റ് ചെയ്യാതെ, അതിനെ മുഴുവനായിട്ട് അർപ്പണം അത് മുഴുപ്പിക്കാൻ അനുവദിക്കാതെ തോന്നിയാസം കാണിച്ചതിന്റെ പേരിൽ അവര് 1-2 പ്രാവശ്യമല്ല, അനേകം നാളുകളായിട്ട് ഇവർ ചെയ്യുന്നത്. അത് മാത്രമല്ല, അവര് ഒരു സെർവന്റിനെ വിടുകയാണ്. അവരാണ് അവിടെ സെർവ് ചെയ്യേണ്ട ആൾക്കാർ. അവർ ഒരു സെർവന്റിനെ വിട്ടിട്ട് അതിനെ എടുപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തോന്നിയാസം ചെയ്തിരുന്ന ആളിനെ ദൈവം ശിക്ഷിച്ചതിനെയാണ്, കർത്താവ് ശിക്ഷിച്ചതിനെയാണ് ഇദ്ദേഹം വേറെ രീതിയിൽ പറയുന്നത്. അപ്പൊ ഞാൻ ഓരോ വാക്യങ്ങളും ഞാൻ പറയാം, സത്യമായിട്ട് പറയാം, ഇദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും അപ്പം ഇദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്നായിട്ട് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അദ്ദേഹം മിസ് റെപ്രസെന്റ് ചെയ്യുകയാണ്, മിസ് കോട്ട് ചെയ്യുകയാണ്, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മാത്രമല്ല പഴയ നിയമത്തിലും ഇനിയും യേശുക്രിസ്തു ഇനിയും ഭാവിയിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും ഇപ്പോഴത്തെ കൃപായുഗത്തിനെ വെച്ച് നമ്മൾ ജഡ്ജ് ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയൊരു മണ്ടത്തരമായിരിക്കും നമ്മൾ കാണിക്കുന്നത്. അത് വെച്ച് ക്രിസ്തു ഇപ്പോൾ കൃപായുഗത്തിൽ ന്യായാസനത്തിലല്ല ഇരിക്കുന്നത്, കൃപാസനത്തിലാണ്. അപ്പൊ അത് വെച്ചിട്ട് പഴയ നിയമത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തികളെയോ ഇനിയും വരുന്ന കാലത്തിൽ യേശുക്രിസ്തുവിന്റെ പ്രവൃത്തികളെയോ നമ്മൾ വിധിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു മണ്ടത്തരത്തിൽ ചെന്ന് വീഴും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അയ്യോ വേണ്ട അതുകൊണ്ടല്ല ശിവ് പാസ്റ്റർ ഉണ്ടോ ഇതിനെടുക്കാൻ? ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എല്ലാവരെയും ക്വസ്റ്റ്യനിലോട്ട് പോകാന്ന് വിചാരിച്ചോണ്ടാണ്. പറഞ്ഞല്ലോ ഞാൻ നിർത്തുവാണ്. രണ്ട് ചോദ്യമുള്ളൂ. രണ്ട് ചോദ്യം, സിമ്പിൾ ചോദ്യമാണ്, ചോദ്യമാണ് കേട്ടോ. അജുബ്രദറിന്റെ ഒരു ഇത് വെച്ചിട്ട് ഈ ദൈവം ഗതിഭേദങ്ങളുടെ ആച്ഛാദനത്തിന് വിധേയനാണോ? ബ്രദർ പറയുന്ന വാക്യം, യാക്കോബിന്റെ ലേഖനത്തിലുള്ള വാക്യം നമുക്കൊന്ന് എക്സാമിൻ ചെയ്യാം. ഞാൻ അതല്ല ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ ആണോ അല്ലയോ എന്നുള്ളത് ഒരു ചോദ്യം. വാക്യമല്ല, നമുക്ക് ആ വാക്യം എടുത്ത് നമുക്ക് നോക്കാം. 5 മിനിറ്റേ ഉള്ളൂ. വാക്യം ഇവനൊന്നും മിണ്ടായിരുന്നു, ഇവനെ ഞാൻ താഴെ ഇടേണ്ടി വരും. ഒരു സെക്കൻഡ് അജുബ്രദർ എടുത്തോളൂ, കാരണം അജുബ്രദറിന് 5 മിനിറ്റേ ഉള്ളൂ. അനുമോൻചാന്റെ 2 ചോദ്യം, റെജീന എന്റെ പൊന്നെ, ഇവനെവിടെ പറഞ്ഞു അജുബ്രദർ പറഞ്ഞു. സൗരന്മാരെ നിങ്ങൾ താഴോട്ട് ഇടണ്ട, കൂടുതൽ പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ എടുക്കാൻ പറ്റില്ല. അജുബ്രദറിന് സ്പേസ് ഉണ്ട്, അജുബ്രദറിന് സംസാരിക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, ഒന്നും പേടിക്കണ്ട. അതായത് ഞാൻ ആ വാക്യം പെട്ടെന്ന് ഞാൻ പറയാം. അതായത് സകല ദാനവും എന്റെ ഓർമ്മയെന്നാണ്, മുഴുവൻ എല്ലാ ഗുണങ്ങളും വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു, അവന് ഗതിവേദത്താലുള്ള ആച്ഛാദനമില്ല. ഈ വാക്യമാണോ അനുമോൻ ബ്രദർ ഉദ്ദേശിച്ചത്? അതായത് ദൈവത്തിന് വികാര വിചാരങ്ങൾക്ക് അടിമപ്പെടുന്ന ആളാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. കാലവിവേകം വിചാരങ്ങൾക്ക്, കാലം, വിവേകം, സമയം, വിചാരങ്ങൾ ഇവയ്ക്ക് അടിമയാണോ? അല്ല, ഞാൻ അതുകൊണ്ടാണ് ആ വാക്യം എടുക്കണമെന്ന് പറഞ്ഞത്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ അകത്ത് വേറെ എന്റെ ചോദ്യം ഞാൻ വാക്യത്തിൽ നിന്നല്ല എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ വാക്യം എടുക്കണ്ടെന്നല്ലേ പറഞ്ഞത്. എന്റെ ചോദ്യം വാക്യത്തിൽ നിന്നല്ല സുഹൃത്ത് അജിബ്രദർ, എന്റെ വാക്യമല്ല. എന്റെ ചോദ്യം ദൈവം സമയ കാല ഗതി ഭേദ വികാര വിചാരങ്ങൾക്ക് അടിമയാണോ എന്നാണ് എന്റെ ചോദ്യം. ആണെങ്കിലാണ്, അല്ലെങ്കിൽ അല്ല. ദൈവം ഒരു കാര്യത്തിനും അടിമയല്ല.
ഓക്കെ. അപ്പൊ ദൈവത്തിന്റെ നിയമങ്ങൾക്ക് മാറ്റമില്ലല്ലോ. ദൈവത്തിന്റെ നിയമത്തിന് മാറ്റം ഇല്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നിയമത്തിന് പൂർണ്ണത വരും. അതായത് അപൂർണമായ നിയമങ്ങളെ ഇപ്പം കർത്താവ് പൂർണ്ണത വരുത്തി, മനസ്സിലായോ? നീക്കിക്കളയുകയല്ല, അതിനെ നിവർത്തിക്കുകയും അതിന് പൂർണ്ണത വരുത്തുകയുമാണ് ചെയ്തത്. ശരി, അങ്ങനെയാണെങ്കിൽ താങ്കൾ എന്തുകൊണ്ട് പാനീയയാഗം യഹോവയ്ക്ക് കഴിക്കുന്നില്ല? പാനീയയാഗം ഈ ന്യൂ ടെസ്റ്റ്മെന്റ് ബിലീവേഴ്സിന് ആപ്ലിക്കബിൾ അല്ല. നമ്മളാരും പരിശോധന കഴിക്കുന്നില്ലല്ലോ, അതുപോലെ അത് അപ്പൊ പിന്നെ അത് എങ്ങനെ ആചാരണത്തിന് വിധേയമായി? കാരണം ദൈവത്തിന്റെ നിയമം എന്നേക്ക് നിലനിൽക്കുന്ന നിയമങ്ങളാണ്, അതിനൊരു മാറ്റമില്ല. അല്ലെങ്കിൽ ദൈവം മാറണം. അപ്പൊ ഇത് യഹോവ എന്ന് പറയുന്നത് ഒരു നിത്യദൈവമാണെങ്കിൽ ചോദ്യം ഫ്രൈ ചെയ്തിട്ട് യഹോവ എന്ന് പറയുന്ന ദൈവം എക്കാലത്തേക്ക് തന്നിരിക്കുന്ന നിയമമാണെങ്കിൽ പുതിയ നിയമത്തിൽ ഇതിനെപ്പറ്റി പിന്നെ യേശുക്രിസ്തു ഇതിനെ നിരോധിച്ചുകൊണ്ടും പറഞ്ഞിട്ടില്ല, നീ വിഞ്ഞു കുടിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോ യഹോവ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന എന്നേക്കുമുള്ള നിയമം പറഞ്ഞിട്ടുള്ളത്, എന്നാൽ യേശുക്രിസ്തു നിഷേധിക്കാത്തതുമായ ഈ കാര്യം നിങ്ങൾ ജോലി ചെയ്യുന്നില്ല. ഉത്തരം പറയട്ടെ? ഹലോ, ഉത്തരം പറയാമോ? ഞാൻ മൈക്ക് മ്യൂട്ട് ചെയ്തു. ഓക്കെ. അപ്പോ സഹോദരൻ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ വാക്കൊന്ന് ഓർക്കുക. അതായത് കർത്താവ് പൂർത്തീകരിക്കുകയാണ് ചെയ്തത്, മാറ്റിയിട്ടില്ല, പൂർത്തീകരിക്കുകയാണ് ചെയ്തത്. എല്ലാ യാഗങ്ങളും വരാനിരിക്കുന്ന ഒരു യാഗത്തിന് നിഴലായിരുന്നു. പൊരുളായുള്ള യാഗം ഏതായിരുന്നു? യേശു ക്രിസ്തുവിന്റെ യാഗമായിരുന്നു. പഴയ നിയമത്തിൽ സിന്നിനെ കവർ ചെയ്യുകയായിരുന്നു. ഈ യാഗങ്ങൾക്ക് എല്ലാം ചെയ്തുകൊണ്ടിരുന്നു പറഞ്ഞാൽ ഒരുത്തൻ ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ അവന് ഓരോ പാപം അനുസരിച്ച് അവന്റെ കപ്പാസിറ്റി അനുസരിച്ച് ഇന്ന മൃഗത്തിനെ കൊണ്ടുവരും. അതിന്റെ തലയിൽ അവന്റെ കൈ എടുത്ത് അത് തലയിൽ വെക്കും. എന്നിട്ട് അവന്റെ സിൻ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ ഒരു ആക്ഷൻ ആണ്. അതിനുശേഷം അതിനെ അറക്കും. അത് അറക്കുമ്പോൾ അതിന്റെ രക്തം കൊണ്ട് അവന്റെ പാപം കവർ ചെയ്ത് വെക്കുന്ന പോലെയാണ്. അതായത് ഒരു നിങ്ങളുടെ ഒരു ഫർണിച്ചർ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു സ്റ്റെയിൻ വന്നു, ആ സ്റ്റെയിനെ ഒരു വെള്ള തുണി കൊണ്ട് കവർ ചെയ്ത് വെക്കുന്നുള്ളൂ. ആ സ്റ്റെയിൻ അവിടെ ഉണ്ട്, പക്ഷേ ആ വെള്ള തുണി കാരണം ആളുകൾക്ക് കാണാൻ പറ്റത്തില്ല. അതുപോലെ സിന്നിനെ കവർ ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ഈ പറയുന്ന യാഗങ്ങളെല്ലാം വരാൻ പോകുന്ന ഒരു സിംഗിൾ വലിയ ഒരു പാപപരിഹാര യാഗത്തിന്റെ നിഴലുകളായിരുന്നു. ആ പാപപരിഹാര യാഗം ആരുടേതാണെന്ന് വളരെ ക്ലിയർ ആയിട്ടുണ്ട്. ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു ക്രിസ്തുവിന്റെ യാഗത്തിന്റെ നിഴലുകളായിരുന്നു ഈ പറഞ്ഞ എല്ലാ യാഗങ്ങളും. ആ വലിയ യാഗം കുരിശിൽ നടന്നതിന് ശേഷം എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇനിയും നമ്മുടെ പാവങ്ങളെ കവർ ചെയ്യുകയല്ല, നമ്മുടെ പാവങ്ങളെ മായിച്ച് കളയുകയാണ്. ഇറ്റ് ഇസ് as if it was never there before. ഒരിക്കലും അത് സംഭവിക്കാത്തത് പോലെ അതിനെ മായിച്ച് കളയുന്ന, അതിലും പഴയതിനേക്കാളും അതിന് പൂർത്തി വരുത്തി, അതിന് പെർഫെക്ഷൻ വരുത്തുകയാണ് യേശു ക്രിസ്തുവിലൂടെ ചെയ്തത്. പിന്നെ അപ്പോൾ ആ പഴയ യാഗങ്ങളെല്ലാം എന്തിലോട്ടാണ് വിരൽ ചൂണ്ടിയിരിക്കുന്നത്? വരാൻ പോകുന്ന പെർഫെക്റ്റ് യാഗമായ യേശു ക്രിസ്തുവിന്റെ യാഗത്തിലേക്ക്. അത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തു അവിടെ പൂർണ്ണത വരുത്തി. ഇനി ഒരു യാഗവും ശേഷിക്കുന്നില്ല. ക്രിസ്തുവിന്റെ ഏറ്റവും മഹോന്നതമായ യാഗം നടന്നതുകൊണ്ട്, അതുകൊണ്ടാണ് നമുക്ക് യാഗം കഴിക്കേണ്ട ആവശ്യമില്ലാത്തത്. മനസ്സിലായോ സാർ? ഇവിടെ വന്ന് എന്റെ വേണ്ടുന്ന ചോദ്യത്തിന് ഉത്തരം ഇവിടെ വന്ന് യേശുക്രിസ്തു പഴയ നിയമത്തിലെ ഏത് യാഗമാണ് നടത്തിയത് എന്നൊന്ന് പറഞ്ഞാട്ടെ. അത് സഹോദരൻ, ഏത് യാഗം ആണ് യേശുക്രിസ്തു കുരിശിൽ നടത്തിയത് എന്ന് പറഞ്ഞു തന്നാട്ടെ. ഓൾഡ് ടെസ്റ്റ്മെന്റിലുള്ള എല്ലാ യാഗവും ഓക്കെ എല്ലാ യാഗവും. അപ്പൊ നമ്മൾ ഇനി യാഗങ്ങളെല്ലാം നമ്മൾ എടുക്കുവാണ്. പഴയ നിയമത്തിലെ യാഗങ്ങളെല്ലാം എടുക്കാൻ നമ്മളതിന്റെ ക്രൈറ്റീരിയ നമ്മൾ പരിശോധിക്കും. അപ്പൊ ഇത് എന്ന് നമ്മൾ സംസാരിക്കും. നമ്മൾ ഇതെന്ന് സംസാരിക്കും. താങ്കൾ നാളെ വരുമോ? അല്ലല്ല ഒരു മിനിറ്റ് അല്ല ഒരു സെക്കൻഡ് നിങ്ങൾ എല്ലാവരും വേളം പറ്റില്ലേ? നിങ്ങൾ വേളം പറ്റില്ല. ഒരു കാര്യം ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ. അജു സഹോദരൻ ഒരു കാര്യം ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ. അതായത് അത് തന്നെ ഞാനത് അങ്ങോട്ട് വരാം. അതായത് ഇവിടെ പലരും പറയുന്നുണ്ട് യേശുക്രിസ്തു യാഗമായി എന്ന്. അപ്പൊ നമ്മൾ അത് പരിശോധിക്കാൻ താങ്കൾ തയ്യാറാണോ? അതായത് യേശുക്രിസ്തുവിന്റെ യാഗം പഴയ നിയമത്തിൽ ഏതൊക്കെ യാഗമാണ് പൂർത്തിയായത്? അപ്പൊ ഏതൊക്കെ യാഗത്തിന്റെ നിയമപ്രകാരമാണ് യേശുക്രിസ്തുവിന്റെ യാഗം നടന്നത് കുരിശില്? അതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യുന്നു. നിങ്ങൾക്ക് സമയമില്ല, ഓക്കെ വിട്ടു. നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകും, അതിനകത്തൊന്നും പ്രശ്നമില്ല. മനുഷ്യന് സമയം പറയാൻ പറ്റത്തില്ല. അപ്പൊ അത് ഒരു മിനിറ്റ്, അത് കഴിഞ്ഞോട്ടെ. ഒരു സെക്കൻഡ് ഞാൻ ചോദിച്ചോട്ടെ. അല്ലല്ല, പുള്ളിക്ക് സമ്മതിച്ചു. എന്റെ പുള്ളി സുഹൃത്തെ, ഞാൻ സമ്മതിച്ചു. മനുഷ്യന് സമയം കുറവ് വരും. അപ്പൊ അന്നേരം അദ്ദേഹത്തിന് ഒരു സെക്കൻഡ് അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാനിതൊന്ന് പറഞ്ഞു നിർത്തിക്കോട്ടെ. എന്റെ സരിമോച്ച, ആ ഒരു ചർച്ച അജു ബ്രദറിന് അനുമോചാനുമായിട്ട് നടത്താൻ താല്പര്യമുണ്ടോ? അത് എവിടെയെങ്കിലും വെച്ച് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അത്രേ ഉള്ളൂ. ഞാൻ അതിന് ഒരു ഉത്തരം പറയാണ്. അതായത് ഇനി ഒരു യാഗവും ബാക്കിയില്ലെന്ന് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ഇനി ഒരു യാഗവും ബാക്കിയില്ല. അതായത് ക്രിസ്തുവിന്റെ യാഗത്തോടു കൂടി എല്ലാ യാഗവും നിവൃത്തിയായിരുന്നു എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ എഴുതി. സാധാരണ അത് വായിച്ചാൽ അജുബ്രാനോട് സ്നേഹം കൊണ്ട് പറയാണ്, പഴയ നിയമത്തിൽ ഒരു യാഗവും ക്രിസ്തുവിൽ നിറവേറിയിട്ടില്ല. അതിന് തർക്കിക്കാൻ പോയി അജുബ്രാൻ തേഞ്ഞ ഒട്ടും കേട്ടോ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, അറിയിക്കുന്നതേ ഉള്ളൂ. ഞാനിവിടെ വന്നത് യഹോവനെ ഞാൻ ഒരു കാര്യം ഞാൻ അജുബാനോട് ഒരു കാര്യം പറഞ്ഞു. അജുബാറെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഏഷതായി ഗോഡ് വിത്ത് മെനി ബ്രസ്റ്റ് എന്നാണ് കേട്ടോ. അത് ഓർമ്മിച്ചോളൂ, അത് പറയാൻ വിട്ടുപോയി. ഗോഡ് വിത്ത് മെനി ബ്രസ്റ്റ് നിങ്ങളവിടെ പറഞ്ഞൊരു കാര്യം. ഈ കാര്യം പറഞ്ഞോട്ടെ. അതുകൊണ്ട് ആ വാക്കിന്റെ അർത്ഥം ഗോഡ് വിത്ത് മെനി ബ്രസ്റ്റ് ആണ്. നിങ്ങൾ പറഞ്ഞ ആ ഒരു മറ്റേ ദൈവം ഇവിടെ യഹോവയെ ആരോപിച്ചാൽ മോശമായി പോകും കേട്ടോ. അത് പഠിക്കണം. മനസ്സിലായി. അജു ബ്രദർ ഒരു സെക്കൻഡ്.
റജീന സാർക്ക് ഒരു ചോദ്യം ഉണ്ടെന്ന് പറഞ്ഞു. ഒറ്റ ചോദ്യം പെട്ടെന്ന് ചോദിക്കാം. ഒറ്റ ചോദ്യമേ ഉള്ളൂ. അപ്പൊ ഞാൻ നമ്മൾ ഇത്രയും കൺഫ്യൂഷൻ വരുമ്പോഴത്തേക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അജുബർ. ഇപ്പം മദ്യം പോട്ടെ, അല്ലെങ്കിൽ പെണ്ണ് പിടിക്കുന്നത് പോട്ടെ, ഇതെല്ലാം പോട്ടെ. എന്റെ ഒരു ചോദ്യം, നമ്മുടെ ദൈവത്തിന്റെ ഒരു സങ്കല്പത്തിൽ യഹോവയെ നമ്മൾ തിരികെ കയറ്റി നോക്കിയ പിതാവായ ദൈവത്തിന്റെ സ്നേഹം കാരണമാണ് ഇത്. ഇപ്പൊ ബ്രദർ ഇതിനകത്ത് പറഞ്ഞതെല്ലാം നമ്മളെല്ലാം ഉള്ളിച്ചിരിക്കാനേ പറ്റുള്ളൂ അജുബർ. ഐ എം സോ സോറി ടു സേ ദാറ്റ്. കാരണം പോയിന്റിലേക്ക് വരാമോ? ചോദ്യത്തിലേക്ക് വരൂ. അല്ല ചോദ്യത്തിലോട്ട് അല്ല പറയുന്നത് ചിരിക്കാൻ ഒരു സെക്കൻഡ് കാരണം ചോദ്യം അതാണ്, ദൈവത്തെ നമ്മൾ ഇതിനകത്ത് ഫിക്സ് ചെയ്തു. ചിരിക്കാൻ ഉള്ളത് ചോദ്യമല്ല, അത് കളിയാക്കലാണ്. കാര്യം മറ്റുള്ള സൗരം ഞാൻ മാത്രമല്ല മറ്റുള്ള അതൊന്നും പ്രശ്നമല്ല. നമ്മളിപ്പോ ചോദ്യമല്ല ദൈവം അതിനകത്ത് ഫിക്സ് ചെയ്തു. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, അപ്പൊ പുതിയ നിയമത്തിൽ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ നല്ല പ്രവൃത്തികൾ ചെയ്ത ആ ദൈവമാണോ താങ്കൾ പറയുന്ന യഥാർത്ഥ ദൈവം? ഈ പറയുന്ന സ്നേഹവാനായ യോഹന്നാൻ പറഞ്ഞതും നമ്മളിപ്പോ ഇത്രയും വായിച്ചു കേട്ട ഇത്ര മാത്രമല്ല, ഒരുപാടുണ്ട്. ഇതാണ് താങ്കൾ പറയുന്ന ദൈവസങ്കല്പം. ഇനി പുതിയ നിയമത്തിൽ അതെ, അപ്പൊ ഈ പുതിയ നിയമത്തിൽ അപ്പൊ എല്ലാം കേൾക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ ഇദ്ദേഹമാണ് പാവം പോലെ ചെന്നായി എന്ന് പറഞ്ഞാൽ മുഖം മാറി, അല്ലെങ്കിൽ ക്രൗരമായ ഒരു ചെറിയ വെന്താൽ പോലും ഉസിയാവ് തൊട്ടപ്പോ തന്നെ അത്രയും പവർഫുൾ ആയിട്ടുള്ള ദൈവം, ഭയങ്കര വീരപ്രവൃത്തിയുള്ള ദൈവം അടപടലം വീണ് താഴെ വന്നത് നമുക്ക് വേണ്ടി അങ്ങ് കുനിഞ്ഞു തന്നെന്നാണോ? നമുക്ക് വേണ്ടി പാവമായതാണോ? ഇതേ ദൈവം തന്നെ. അതേ ദൈവം അത് ആ ഓൾഡ് ലോസ് റിവീൽ ചെയ്ത ദൈവം. അതായത് സംഭവം ഇത്രേ ഉള്ളൂ. അതായത് മനുഷ്യന്റെ പ്രവർത്തികൾ ആദ്യം അതായത് അവന് കൊടുത്തു, നീ ഒന്നെങ്കിൽ അനുസരിച്ച് കഴിഞ്ഞാൽ നിനക്ക് നന്മ വരും, അനുസരിച്ചില്ലെങ്കിൽ ശാപം വരും. അതെന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ലോ കൊടുക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ മക്കൾ പറയുന്നുണ്ട്, ഈ മോശയോട് പറയുന്നുണ്ട്, നീ ഞങ്ങളോട് എന്ത് പറയുന്നു അത് ഞങ്ങൾ നിവർത്തിക്കും. അത് സെൽഫ് റൈച്ചസ്നെസിന്റെ വാക്കുകളായിരുന്നു. അപ്പൊ ഞാൻ സോറി മറുപടി പറയട്ടെ. അപ്പൊ ഈ നിയമം കൊടുക്കുന്നതിന് മുമ്പ് മോശയോട് ഇസ്രായേൽ മക്കൾ പറയുന്നുണ്ട്, നീ ഞങ്ങളോട് പറയുന്നത് എന്ത് ഞങ്ങൾ നിവർത്തിക്കും എന്ന് സെൽഫ് റൈച്ചസിന്റെ വാക്കുകൾ പറഞ്ഞു. എന്നിട്ട് അതിനുശേഷമാണ് ലോ കൊടുക്കുന്നത്. അതിന് മുമ്പ് നിങ്ങൾ ആ ലോ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ നോക്കുക, ആ ലോ കൊടുക്കുന്നതിന് മുമ്പ് ഇതേ കാര്യങ്ങൾ ചെയ്ത ആളുകൾ പിറുവിറുത്തു, പക്ഷെ ഒറ്റൊരുത്തം മരിച്ചില്ല. ലോ കൊടുത്തതിന് ശേഷമാണ് നേച്ചർ മാറിയത്. അത് നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾ നോക്കുക, ലോ കൊടുക്കുന്നതിന് മുമ്പ് വരെ അതേ കാര്യം ചെയ്ത അതേ യഹോവ ഇവരെ കൊല്ലാതിരുന്നപ്പോൾ, ലോ കൊടുത്തതിന് തൊട്ട് മുമ്പ് ഇവരൊരു കാര്യം മോശയോട് പറയുന്നുണ്ട്, നീ ഞങ്ങളോട് പറയുന്നതെല്ലാം ഞങ്ങൾ നിവർത്തിക്കും. അതായത് പോരട്ടെ, എന്ത് കാര്യം വേണമെങ്കിൽ പോരട്ടെ, ഞങ്ങൾ ചെയ്തു. അവരുടെ സ്വന്തം റൈച്ചസ്നെസ്സിൽ ആശ്രയിച്ചപ്പോൾ ദൈവം അവർക്ക് ലോ കൊടുത്തു. അത് പാലിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹം, പാലിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ശാപം. പക്ഷേ ഇവർക്ക് കഴിഞ്ഞ അതിനുശേഷമുള്ള 2000 വർഷങ്ങൾ ആർക്കും പാലിക്കാൻ പറ്റാതിരുന്നപ്പോൾ, ന്യായപ്രമാണത്തിൽ നിവർത്തിക്കാൻ കഴിയാതിരുന്നതിനെ നിവർത്തിക്കാൻ, അതിന്റെ എല്ലാ റൈച്ചസ് റിക്വയർമെന്റും നിവർത്തിക്കുവാൻ ഒരുവൻ വന്ന് അത് നിവർത്തിച്ചു കൊടുത്തപ്പോഴാണ് ഈ പുതിയ എന്തിലേക്ക് വന്നത്, പുതിയ ഡിസ്പെൻസേഷനിലേക്ക് വന്നത്, കൃപായുഗത്തിലേക്ക് വന്ന് അതേ പാപം ചെയ്തവൻ ന്യായപ്രമാണം കൊടുക്കുന്നതിന് മുമ്പ് മരിക്കാത്തതുപോലെ ഇപ്പോൾ അവൻ അതേ പാപം ചെയ്തു കഴിഞ്ഞാൽ അവൻ മരിക്കുന്നില്ല. ബിക്കോസ് ഹിസ് സിൻ അതിന്റെ ജഡ്ജ്മെന്റ് റിസർവ്ഡ് ആണ്. പക്ഷെ അതിനുശേഷം അടുത്ത ഡിസ്പെൻസേഷനിൽ വരുമ്പോൾ, അതാണ് ഞാൻ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ പുതിയ നിയമത്തിൽ ഇതേ ദൈവം തന്നെ ചോദ്യം ഇതായിരുന്നു, ഇതേ ദൈവം തന്നെ ഇപ്പം ന്യായപ്രമാണം കൊടുത്തു, അവരനുസരിച്ചില്ല, അവരെല്ലാം ആ ന്യായപ്രമാണം വെച്ച് തന്നെ കശാപ്പാക്കി അല്ലെങ്കിൽ നശിപ്പിച്ചു, അതെല്ലാം ദൈവത്തിന്റെ വീരപ്രവൃത്തിയായിരുന്നു. പുതിയ നിയമത്തിൽ വന്നപ്പം ഇതേ ന്യായപ്രമാണത്തിന് അണ്ടറിൽ വളരെ പാവം പോലെ വന്നു. ഇനി സ്നേഹഭാവം എടുത്തു നോക്കാം, രൗദ്രഭാവം ശരിയായില്ല. അപ്പൊ സ്നേഹഭാവത്തിൽ വന്നു, ന്യായപ്രമാണത്തിന്റെ അണ്ടറിൽ തന്നെ പുള്ളി ന്യായപ്രമാണം ചെയ്തില്ലല്ലോ, ന്യായപ്രമാണത്തെ എതിരായിട്ടല്ലേ പുള്ളി ചെയ്തത്. അപ്പം അല്ല സാറ് വാക്യം അവിടെ നിൽക്കട്ടെ സൗര, എനിക്ക് എന്റെ ബൈബിൾ വെള്ളത്തിൽ ഒഴിച്ചു പോയി, ഇനി വായിച്ചു മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പൊ അതിനകത്ത് പുതിയ നിയമത്തിൽ സ്നേഹം അല്ല അതാ പറഞ്ഞ സൗര, എനിക്ക് വായിച്ചോണ്ടിരിക്കണ്ട, ഞാൻ പറയുന്ന കേൾക്കാദ്യം. അപ്പൊ പുതിയ നിയമത്തിൽ പാവം പോലെ വന്നു, ന്യായപ്രമാണം കുറച്ച് നാൾ നിന്നു, പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ന്യായപ്രമാണം എല്ലാം ബാക്കി, അവർ മോശമായിട്ടെന്ന് പറഞ്ഞ് ഇവരെ കുറ്റം പറഞ്ഞ് പണ്ട് യഹോവയുടെ അടി, പിന്നെ കുറച്ച് യേശുവിന്റെ അടി, പിന്നെ അവരെല്ലാം കൂടെ ന്യായപ്രമാണം വെച്ച് ഈ പുള്ളിയെ തൂക്കിക്കൊന്നു, അല്ലെങ്കിൽ കുത്തിക്കൊന്നു. എന്താ പുള്ളി ചത്തു. അത് കഴിഞ്ഞ് യഹോവ തന്നെ പുള്ളി എഴുന്നേപ്പിച്ചു. ഇനി അടുത്തത് ഈ പുള്ളി യഹോവയുടെ സ്പിരിറ്റ്, യഹോവ പോലെ ഇരിക്കുന്നു. ഇതാണോ ക്രിസ്ത്യാനിറ്റി? ഇതാണോ പറഞ്ഞു വരുന്നത് സുവിശേഷം? അല്ല എനിക്ക് ഒന്ന് പറഞ്ഞുതരാം, ചുരുക്കത്തിൽ പറഞ്ഞാൽ മതി. ഞാൻ പെട്ടെന്ന് പറയാം. റോമലേഖനത്തിൽ ഇവിടെ പറയുന്നത് എന്താണ്? അതായത് ഒരു മനുഷ്യനും അവന്റെ സ്വന്തം പ്രവൃത്തിയാൽ അവനെ നീതീകരിക്കപ്പെടാൻ സാധിക്കത്തില്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് സംഭവിച്ചത്, പഴയ നിയമം കൊടുത്തത്. അതായത് അവന്റെ സ്വന്തം ശക്തിയിൽ ഒരു മനുഷ്യനും ദൈവത്തിന്റെ മുമ്പിൽ റൈച്ചസ് നീതീകരിക്കപ്പെടാൻ സാധിക്കത്തില്ല. അങ്ങനെ സാധിക്കപ്പെടത്തില്ലെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി, 100% പ്രൂവ് ആവാൻ വേണ്ടിയാണ് ഇത് 2000 വർഷം കൊടുത്തു. ഒരു മനുഷ്യനും ആദാമല്ല അതിനുശേഷം ഈ മോശ മുതൽ ആർക്കും അതിനെ ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ഒരുത്തൻ വന്നു, അത് നിവർത്തിച്ചു. ആ നിവർത്തിച്ചവന്റെ പിന്നെ ആ പ്രവൃത്തിയിൽ വിശ്വസിച്ച് ആ പ്രവൃത്തിയെ ഏറ്റെടുക്കുന്നതിലൂടെ കൃപയാലുള്ള രക്ഷയാണ്. ന്യായപ്രമാണത്തിന്റെ സകല റിക്വയർമെന്റും ക്രിസ്തു നിവർത്തിച്ചു തന്റെ ജീവനിലൂടെ മരണത്തിലൂടെ. ഞാനൊരു വാക്യം ഞാൻ നേരത്തെ പറഞ്ഞതിന് ഒരു ഉത്തരമായിട്ടാണ് എബ്രായർ 10:9 മുതൽ, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. ആ ഇഷ്ടത്തിൽ നാം യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച
ശരീരയാഗത്താൽ അല്ല ഇപ്പൊ എനിക്ക് മനസ്സിലായി. വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. പുതിയ ഒരു മിനിറ്റ് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അല്ല താങ്കൾ പറഞ്ഞു മനസ്സിലായി. അല്ല, ഇതും കൂടെ അപ്പൊ പുള്ളി അല്ലല്ല ഇതും കൂടെ കേൾക്കണം. സൗരി ഒരു സെക്കൻഡ് ഇടപെടരുത്. അപ്പോൾ പറയുന്ന വാക്യം കംപ്ലീറ്റ് ചെയ്തിട്ട് ചോദിക്കും. അതെ, ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നുകൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠം ആഗോളം കാത്തിരിക്കുന്നു. അപ്പൊ നേരത്തെ അനുമോൻ ബ്രദർ ചോദിച്ചതിന് കൂടെ ഒരു ഉത്തരമാണ്. അദ്ദേഹം ചോദിച്ചിരുന്നു യേശു യാഗം വല്ലതും കഴിച്ചിരുന്നു വളരെ വ്യക്തമായി കഴിച്ചിരുന്നു. ആ കഴിച്ചതിനെ നിവർത്തിച്ചു ഒറ്റ യാഗത്താൽ, ഏകയാഗത്താൽ. ആ ഒറ്റ യാഗത്താൽ പഴയ നിയമത്തിലുള്ള എല്ലാ യാഗങ്ങളെയും അവൻ നീക്കിക്കളഞ്ഞു. എന്താ കാര്യം? അതെല്ലാം നിഴലായിരുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കുക, നിഴലായിട്ടുള്ള ഒരു സാധനം, ഒരു ഒബ്ജക്ട് ഉണ്ട്. ആ ഒബ്ജക്റ്റിന്റെ മുമ്പിൽ നിന്ന് അല്ല, അത് വേണ്ട. അല്ലാതെ അതെ 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 കേരള പുള്ളി പറയട്ടെ, പുള്ളി ഒന്ന് പറഞ്ഞു തീർക്കാനുള്ള സമയം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇതിനെ റെസ്പോണ്ട് ചെയ്യാണ്ട് എന്നോട് എന്നെ പറഞ്ഞതുകൊണ്ട് ഞാനത് പറയും. പറഞ്ഞത്. അപ്പൊ വേറെ കാര്യം, സൗരന്മാരെ ഞാൻ എന്റെ ടൈം എല്ലാം കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതിനും കൂടെ ഉത്തരവായിരുന്നു. പക്ഷേ റെജിന സിസ്റ്ററിന്റെ ഇങ്ങനത്തെ പരിഹാസമുള്ള സംസാരം നിർത്തണം കേട്ടോ. അതായത് ഞാൻ അങ്ങനെ വിഷമിക്കുന്നു എന്ന് സഹോദരി തീരുമാനിക്കണ്ട. സഹോദരി അത് തീരുമാനിക്കണ്ട. ഞാൻ വിഷമിക്കുന്നു, ഞാൻ പറയുന്നത് കേട്ടിട്ട് ചിരി വരുന്നു എന്ന് സഹോദരിക്ക് വേണമെങ്കിൽ ചിരിച്ചോ. പക്ഷെ ഈ പരിഹാസം ഒന്നും ബാക്കിയുള്ളവർക്ക് മനസ്സിലാവത്തില്ലെന്ന് സഹോദരി വിചാരിക്കുന്നത് മണ്ടന്മാരാണ്. സൗരന്മാരെ ഒരു സെക്കൻഡ് ഞാനേ പ്രദീപ് ബ്രോ ഇവിടെ ഉണ്ടോ? പ്രദീപ് ഇല്ല പ്രദീപ് ബ്രദർ ഇവിടെ ഇല്ല. അജു ബ്രദറെ, നിങ്ങൾ ഒരു കാരണവശാലും ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളെ കൊണ്ട് ഇത് തെളിയിക്കാൻ പറ്റത്തില്ല. പഴയ നിയമത്തിലെ ഒരു യാഗവും യേശു ക്രിസ്തു ഇവിടെ പൂർത്തിയാക്കിയിട്ടില്ല. നിങ്ങളൊരു വാക്യത്തിന്റെ അറ്റത്ത് പിടിച്ച് ആ വാക്യം തന്നെ ആ കോണ്ടക്സ്റ്റിൽ നിന്ന് നിങ്ങൾ അടർത്തി പറയുകയാണ്. ആ വാക്യം പോലും നിലനിൽക്കുന്നതല്ല. എനിക്ക് ഇത്രേ ഉള്ളൂ പറയാൻ. താങ്കൾക്ക് ടൈം ഉണ്ടെങ്കിൽ വരൂ, നമുക്കിത് വിശദമായിട്ട് ചർച്ച ചെയ്യാം. പഴയ നിയമത്തിലെ ഒരു യാഗവും യേശു ക്രിസ്തു അവിടെ നിയമപ്രകാരം പഴയ നിയമപ്രകാരമുള്ള ഒരു യാഗം അവിടെ പൂർത്തിയാക്കിയിട്ടില്ല. അതിന്റെ ഒരു ക്രൈറ്റീരിയം പൂർത്തിയാക്കിയിട്ടില്ല. നമുക്ക് പരിശോധിക്കാം. താങ്കൾക്ക് സമയമുള്ളതും വരും. എനിക്ക് സംശയം എടുക്കാൻ എനിക്ക് ടൈമില്ല. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 18-ാമത്തെ വാക്യത്തില് ഭൂമിയിൽ 1/3 വെന്തുപോയി പറയുന്നുണ്ട്. ഭൂമിയിൽ 1/3 വെന്തുപോയി പറയുന്നുണ്ട്. അത് വലിയൊരു നിഗ്രഹമല്ല യേശു ചെയ്തത്. അല്ല, അത് കറക്റ്റാണ്. അത് ഞാൻ യോജിക്കുന്നു. അതായത് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, കൃപായുഗം കഴിഞ്ഞു. കൃപായുഗത്തിന് ശേഷം, അതാണ് ഞാൻ പറഞ്ഞത്, കൃപായുഗത്തിന് ശേഷം വരുന്ന കാര്യങ്ങളും കൃപായുഗത്തിന് മുമ്പുള്ള കാര്യങ്ങളും വെച്ചിട്ടല്ല നിങ്ങൾ ദൈവത്തെ വിധിക്കേണ്ടത്. അല്ലെങ്കിൽ ഈ കൃപായുഗത്തിൽ യേശു ക്രിസ്തു കൃപാസനത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത കാര്യം അല്ലെങ്കിൽ പ്രവർത്തിച്ചത് വെച്ചിട്ടല്ല അതിന് മുമ്പുള്ളതും ഇനിയും വരാൻ പോകുന്നതും വിധിക്കേണ്ടത്. ഇത്രയുമാണ് നമ്മുടെ ഒറ്റ സെക്കൻഡ് ഒന്നും നിർത്തിക്കുന്നു മ്യൂട്ട് ചെയ്ത്. കൃപായുഗം എന്നും പിന്നെ എന്താണ് ഇനി വരാനുള്ള യുഗം എവിടെങ്കിലും കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? താങ്കൾക്ക് ഒരു വാക്യം കാണിക്കാമോ ബൈബിളിൽ നിന്ന്? താങ്കൾ ഇവിടെ ഡാർബിയുടെ സിദ്ധാന്തം കൊണ്ടുവരുന്നത് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കർത്താവ് പറഞ്ഞത് ദിസ് ഏജ് ആൻഡ് ഏജ് ടു കം. താങ്കൾക്ക് ഞാൻ വെല്ലുവിളിക്കുന്നു. കർത്താവ് എവിടെങ്കിലും കൃപായുഗം പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് ആജുബദനെ തെളിയിക്കാമോ? താങ്കൾ എന്താണ് ഇവിടെ ഫാൾസ് നരേഷൻ വെക്കുന്നത്? എന്നേ കർത്താവ് പറഞ്ഞിട്ടുള്ളൂ. അല്ലല്ല, ദാവിയുടെ ഡിസ്പെൻസേഷൻ ലിസ്റ്റ് ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് ദൈവവചനം വെച്ചിട്ടാണ്. റോമാലേഖനം 6:15 വായിക്കുന്നത്. വി ആർ നോട്ട് അണ്ടർ ദ ലോ ബട്ട് അണ്ടർ ഗ്രേസ്. ലോ നീങ്ങിപ്പോയെന്ന് ഞാൻ നേരത്തെ വായിച്ചു. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ വായിച്ചു. താങ്കൾ അത് കേട്ടില്ല? ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിക്കാൻ ഒന്നാമത്തേതിനെ നീക്കി. ബൈബിൾ ഒലിച്ചു പോയവർക്ക് വാക്കിയില്ല. നിങ്ങൾ ഈ അപൂർവമായ പൂർണ്ണമായ സാധനം നീങ്ങിപ്പോയി. പൂർണ്ണമായ സാധനം പൂർണ്ണമായ സാധനത്തിൽ നിങ്ങൾ എടുക്കാത്ത അപൂർവമായ സാധനം എപ്പോഴും വാക്യം തന്നിട്ടുണ്ട് ബ്രദറെ. ബ്രദർ ചോദിച്ചു, അതായത് മാറ്റി പറയരുത്. ഞാൻ വാക്യം വെച്ചിട്ടാണ് കർത്താവ് യഹൂദന്മാർക്ക് വേണ്ടി മാത്രമാണ് വന്നത്. താങ്കൾ ഇവിടെ ഈ പറഞ്ഞ ലേവ്യ പുസ്തകം പറഞ്ഞു ആർക്ക് കൊടുത്തത്? താങ്കളോ ഞാനോ ലേവ്യരാണോ? താങ്കൾ എന്താണ് ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകം? ഈ പുസ്തകം കൊടുത്തത് ആർക്കാണ്? 12 ഗോത്രങ്ങൾക്കാണ് കൊടുത്തത്. താങ്കളെ ഒരു സാധാരണ വിശ്വാസിക്ക് പോലും അറിയാം. സൗര യഹോവയെ കുറ്റം പറഞ്ഞ വാക്യങ്ങളാണ് ഞാൻ ഡിസ്പ്രൂവ് ചെയ്തത്. താങ്കൾ ഞാൻ എന്തിനാ വെറുതെ ആണോ ഞാൻ ആവർത്തനത്തോട് ലേവ്യ പുസ്തകത്തിലോട്ട് പോയത്? എനിക്ക് അങ്ങോട്ട് പരിഭവമൊന്നുമില്ല. ലേവ്യ പുസ്തകത്തിലെ, ആവർത്തന പുസ്തകത്തിലെ, നഹൂമിന്റെ പുസ്തകത്തിലെ ഒക്കെയുള്ള വാക്യങ്ങൾ
സഹോദര ജാതികൾക്ക് എഴുതിയാണെങ്കിൽ എന്നാൽ പിന്നെ ഈ ഷിബു ബ്രദർ ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് താങ്കൾ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടോ? അതായത് നിങ്ങൾ ഇത് യഹോവ ഇസ്രായേലിന് ചെയ്തതാണെന്ന് നിങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കേണ്ട കാര്യമില്ല, ജാതികൾക്ക് ചെയ്താണെന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ അവിടെ നിന്ന് കൈകൊട്ടി കൊടുത്തോണ്ടിരിക്കല്ലേ? എന്നിട്ട് ഞാൻ അദ്ദേഹം പറഞ്ഞ അതേ വാക്യങ്ങൾ എങ്ങനെയാണ് അത് അസലായിട്ട് എഴുതിയിരിക്കുന്നത് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അപ്പം വന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് കൊണ്ടുപോകും. അപ്പൊ നിങ്ങൾ എന്താ നിങ്ങൾ താങ്കൾ ചക്കക്കോടി മാറണം, താങ്കൾ ചക്കക്കോടി അല്ല, താങ്കൾ അത്രേ ഉള്ളൂ. അത്രയാണ് താങ്കൾ ചെയ്യേണ്ടത്. അല്ല താങ്കൾക്ക് ഇങ്ങനെയുള്ള പറയണമെങ്കിൽ താങ്കൾ അവിടെ തന്നെ അല്ല, ഈ സോപ്പാസ് പറഞ്ഞാൽ നമുക്ക് യോജിക്കുന്നില്ല കേട്ടോ. അത് സോപ്പാസിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. രണ്ടുപേരോട് ഒരു സെക്കൻഡ് ഒന്ന് ദയവ് ചെയ്ത് നമ്മൾ ഞാൻ പറഞ്ഞോളാം അത് പൊന്ന് സോയിപ്പാസ ഞാനല്ലേ ഉത്തരം പറയുന്നത്. ഞാൻ പറഞ്ഞോളാം, ഞാൻ പറഞ്ഞില്ലേ എന്തിനാ ഇത് ഇടയിൽ കയറുന്നത് 10 പേര്. എനിക്ക് പറയാൻ അറിയില്ല. അജു ബ്രദർ എന്റെ പൊന്ന് സോയിപ്പാസ എനിക്ക് ദേഷ്യം വരും കേട്ടോ. ഞാൻ അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. ഇയാൾ എന്തുകൊണ്ട് മറ്റേ ഒരാളോട് ചോദിച്ചു എന്നുള്ളതല്ല അജു ബ്രദർ ഇവിടെ ക്വസ്റ്റ്യൻ. ഇപ്പൊ അജു ബ്രദറിനോട് ഒരു ചോദ്യം ചോദിച്ചു, അജു ബ്രദർ ആൻസർ ഉണ്ട്, അജു ബ്രദർ ആൻസർ പറഞ്ഞു. അജു ബ്രദർ തിരക്കായി പോകുന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എല്ലാവരോടും 2-3 ചോദ്യങ്ങൾ ആർക്ക് ചോദിക്കാനുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് പോകുന്നത് കേട്ടോ. എനിക്കുണ്ട് കേട്ടോ, എനിക്കുണ്ട്. എനിക്ക് ജോഷ് ബ്രദർ ഉണ്ടോ ഇവിടെ? ജോഷ് ബ്രദർ ഉണ്ടോ? ജോഷ് ബ്രദറെ ഒരു സെക്കൻഡ് ഞാൻ തരാം. ജോഷ് ബ്രദർ ഉണ്ട് ഇവിടെ. അതിന് മുമ്പ് അൺമ്യൂട്ട് ചെയ്ത ജോഷ് ബ്രദർ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ എനിക്ക് ജോസ് ബ്രദർ എനിക്ക് അത്യാവശ്യം 8 മണിക്ക് പോകേണ്ടതായിരുന്നു. വണ്ടി വെയിറ്റിംഗ് ആണ്, അത്യാവശ്യമാണ്. ചാണക്യ പെട്ടെന്ന് ചോദിക്കാം. എന്റെ സമയ അതായത് അജു ബ്രദർ ഒറ്റ ക്വസ്റ്റ്യൻ. ഈ ഇപ്പൊ ഏതാണ്ട് ആട്ടർച്ചി ഈ മദ്യമൊക്കെ ഉണ്ടല്ലോ, ഇതെന്തിനാണ് യഹോവയ്ക്ക്? ഇതെന്തിനാണ് ഇതുകൊണ്ട് എന്ത് ആത്മീയ അനുഗ്രഹമാണ് മനുഷ്യർക്ക് ഉണ്ടാവുന്നത്? അതായത് ഇപ്പൊ താങ്കൾ പറഞ്ഞത് പുരോഹിതരെ ഭക്ഷിക്കുന്നതെന്ന് പറഞ്ഞു. ഈ പുരോഹിതരെ ഈ ആട്ടർച്ചയും കള്ളും കൊടുത്തിട്ട് വിശ്വാസികൾക്ക് എന്ത് മേന്മ, എന്ത് ആത്മീയമായ നേട്ടമാണ് ഉണ്ടാകുക? ഞാൻ വളരെ ഷോർട്ടായിട്ട് പറയാം. അതായത് പെന്തക്കോസുകാർ സാധാരണ ഗതിയിൽ ഈ ഇന്നത്തെ കാലത്ത് പറയുന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടല്ലായിരുന്നു അന്നുണ്ടായിരുന്നത്. അതായത് വൈൻ അല്ലെങ്കിൽ മദ്യം, അതായത് ഈ ഫ്രൂട്ട് ഓഫ് ദ വൈൻ എന്നുള്ളത് ആളുകൾക്ക്, അത് ഈവൻ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നുണ്ട്, നിന്റെ വയറിന്റെ അജീർണത നിമിത്തം വൈൻ കഴിക്കാമെന്നുള്ളതിന് പെർമിഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള, അതായത് അവർക്ക് സന്തോഷിക്കാൻ വേണ്ടിയുള്ള ഒരു സാധനമായിരുന്നു വൈനും അതുപോലെ ഭക്ഷണമല്ല. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ സന്നിധിയിൽ, അതായത് അവരെല്ലാം ചെയ്യുന്നതെല്ലാം ദൈവത്തിന്റെ മുമ്പിലാണ്, അല്ലാതെ വേറെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എല്ലാം തുറന്നിരിക്കുന്നു. അപ്പോൾ ദൈവം എല്ലാം കാണുന്നു. അപ്പോൾ അവർ ചെയ്യുന്ന ഇതെല്ലാം നിങ്ങൾ കഴിക്കുക, നിങ്ങൾ കുടിക്കുക, നിങ്ങൾ സന്തോഷിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് കത്തോലിക്ക സഭ, എനിക്ക് ഇഷ്ടം പോലെ കത്തോലിക്ക സൗരന്മാർ എന്റെ ഫ്രണ്ട്സ് ആയിട്ടുണ്ട്, ലത്തീൻ കത്തോലിക്കരും അല്ലാത്തവരും. അവരുടെ എല്ലാ മാരേജസിനും എല്ലാത്തിനും അവർ പരസ്യമായിട്ട് അവരുടെ ഫാമിലിയിൽ ഇരുന്നുകൊണ്ട് ആണ് അവർ കുടിക്കുന്നത്. അതിന് ഒരു പ്രശ്നമുള്ളതായിട്ട് ഞാൻ ഇത്രയും നാളായിട്ട് കണ്ടിട്ടില്ല. അത് ഈ മദ്യം അത് വളരെ മിതമായിട്ട് ആളുകൾ കഴിക്കുന്ന, അതായത് കത്തോലിക്ക സഭമാർ കഴിക്കുന്നതിൽ അവർ അത് ഒരു തെറ്റായിട്ട് അച്ഛന്മാർ ഉൾപ്പെടെ ഇരുന്ന് കഴിക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ ഇത് പറഞ്ഞിരിക്കുന്ന, യഹോവ പറഞ്ഞിരിക്കുന്നത് തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നും എന്ന് എനിക്ക് തോന്നുന്നില്ല. പെന്തക്കോസുകാരായിട്ടുള്ള ഞങ്ങൾക്ക് ചിലപ്പോൾ തെറ്റായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അത് യാതൊരു കാരണവശാലും തെറ്റായിട്ട് തോന്നും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതോടുകൂടി ഞാൻ നിർത്തുന്നു. സഹോദരന് ക്ലിയർ ആയി. അല്ല, എന്റെ ചോദ്യം എന്ത് സ്പിരിച്വൽ ബെനിഫിറ്റ് ആയിരുന്നു എന്നാണ് സാർ അത് പറഞ്ഞില്ല. എന്ത് സ്പിരിച്വൽ ബെനിഫിറ്റ് ആണെന്നാണ് അവിടെ സ്പിരിച്വൽ ബെനിഫിറ്റ് അല്ലായിരുന്നു സാർ. അതെന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബം ഒരുമിച്ച് അവർ ഭക്ഷിക്കുക, പാനം ചെയ്യുക, അവർ സന്തോഷിക്കുക, ഒരു ഫെസ്റ്റീവ് സ്പിരിറ്റ്. ഇപ്പൊ നിങ്ങൾ ഒരു കല്യാണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിന് വരുമ്പോഴാണല്ലോ ഭക്ഷണവും പാനീയവും എല്ലാം കൂടെ കുടിക്കുന്നത്. അതുപോലെ അവർ സന്തോഷിക്കണം, അവർ ഫാമിലി ആയിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷിക്കണം എന്നുള്ള രീതിയിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന് ഈ സ്പിരിച്വൽ ബ്ലെസ്സിങ്ങിനെ, ആ ബെനിഫിറ്റിനേക്കാളും കൂടുതൽ ഇമോഷണൽ ഫാമിലി ബോണ്ടിങ് ഇങ്ങനെയുള്ള ബെനിഫിറ്റുകളാണ് അവിടെ കാണുന്നത്. ഒരു സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ മാത്രമല്ല. എനിക്ക് താങ്ക്സ് പറയാനാണ് അജു ബ്രദറിന്റെ അടുത്ത്. കാരണം നമ്മുടെ താഴെ ഒത്തിരി പാതും പതിങ്ങൊക്കെ കള്ളു കുടിക്കുന്ന ബന്ധുക്കാരുണ്ട്. അവരുടെ അടുത്തൊക്കെ ഇത് ശിവപാസോട് പറഞ്ഞപ്പം വ്യക്തമായിട്ട് പറഞ്ഞു, ഈ കള്ളു കുടിക്കുന്നൊന്നും അത് അലൗഡാ, പെർമിഷൻ കൊടുത്തിട്ടുള്ള കാര്യമാണ്. അപ്പം ഇവർക്ക് ഈ വലിയ കോൺഷ്യസ്നെസ് മുറിവ് കൊള്ളാതെ അവർക്ക് കുടിക്കാനൊക്കെ ഓപ്പണായിട്ട് കുടിക്കാൻ നോക്കും. അങ്ങനെ ഒരു ഫ്രീഡം അവർക്ക് അനുവദിച്ച് കൊടുത്തിട്ടുള്ള ബൈബിളിനെ താങ്കൾ പ്രൂവ് ചെയ്തു. അതിന് എല്ലാ ബന്ധുക്കാരുടെ സൈഡിൽ നിന്ന് താങ്കൾക്ക് താങ്ക് യു പറയുന്നു. താങ്ക് യു. അതിനൊരു ക്ലാരിഫിക്കേഷൻ ഞാൻ പറയാനുണ്ട്. അതായത് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ആദം ബ്രദറിനോടാണ് ഞാൻ പറഞ്ഞത്, കത്തോലിക്കരായിട്ടുള്ള സഹോദരന്മാർക്ക് അതിൽ തെറ്റുണ്ട്, യഹോവ ചെയ്തതിൽ തെറ്റുണ്ടെന്ന് തോന്നേണ്ട കാര്യമില്ല. പക്ഷേ പെന്തക്കോസുകാരായിട്ടുള്ള ഞങ്ങൾക്ക് ചിലപ്പോൾ അതിൽ തെറ്റുണ്ടെന്ന് തോന്നാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ. അത് ഞാൻ യഹോവ കുടുംബമായിട്ട് കുടിക്കുന്ന പ്രശ്നമില്ല. ഓക്കെ, ശരി ബ്രദറെ, എന്റെ ടൈം കഴിഞ്ഞു. ഡ്യൂസ് ബ്രദറെ, താങ്ക് യു ഫോർ മോഡറേറ്റിംഗ്. ഞാൻ ഇറങ്ങാണ് കേട്ടോ, ഞാൻ ഇറങ്ങാം. സംസാരിക്കാൻ നമ്മുടെ ഡിസ്കഷൻ ലോഞ്ച് വളരെ മനോഹരമായിട്ടുള്ള അവസരം ഒരുക്കി. ഇതാണ് ഡിസ്കഷൻ ലോഞ്ച്, അല്ല വെളിയിൽ പറഞ്ഞു നടക്കുന്ന ഡിസ്കഷൻ ലോഞ്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വളരെ മാന്യമായിട്ട് നിങ്ങൾക്ക് ചർച്ചയിൽ പങ്കെടുക്കാനുള്ള സകല കാര്യങ്ങൾ ഞങ്ങൾ മോഡറേറ്റേഴ്സ് ഒരുക്കിയിട്ടുണ്ട്. ഇനിയും വരിക, കടന്നു വരിക, ഇതുപോലത്തെ ചർച്ചകൾ നടക്കട്ടെ. ഓക്കെ, നിങ്ങൾ ബാറിലോ വീട്ടിലോ ഇരുന്ന് കുടിക്കരുത്. നിങ്ങൾ പള്ളിയിൽ ദേവാലയത്തിൽ പോയിരുന്ന് ഹാളിൽ പോയിരുന്ന് ഒന്നിച്ച് കുടിക്കണം, സന്തോഷിക്കണം എന്നുള്ള ഉപദേശം. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ആൾക്കാരെ പെന്തക്കോസിലേക്ക് ചേർക്കാൻ പരിപാടിയാണോ ഈ സജീവൻ ചെയ്യുന്നത്? അല്ല, അതല്ലേ പ്രൂവ് ചെയ്തത്. ഇപ്പൊ നിങ്ങൾ മാടോ ആടോ വീടോ പൂടോ അല്ലെന്ന് മാടോ ആടോ വീഞ്ഞോ മദ്യമോ നിങ്ങൾ യഹോവയുടെ